عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحابه واتباعه وعوانه ومن والاه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. المال والبنون زينة الحياة الدنيا. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا. والباقيات الصالحات خير عند ربك ثوابا وخير أملا. ويوم نسير الجبال وترى الأرض بارزة وحشرناهم فلم نغادر منهم أحدا. وعرضوا على ربك صفا لقد جئتمونا كما خلقناكم أول مرة بل زعمتم أن لن نجعل لكم موعدا. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹദായ ഫദ്ല് കൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ പാപങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഉസ്താദന്മാർ, ദീനിൻ്റെ സഹകാരികൾ, നമ്മളെ സ്നേഹിച്ച് നമ്മെ സഹായിച്ച നമ്മുമായി ജീവിതത്തിൽ ബന്ധം പുലർത്തിയ എപ്പോഴെങ്കിലും സലാം പറഞ്ഞ് പരിചയപ്പെട്ടവരടക്കം അല്ലാഹു സർവർക്കും അവൻ്റെ റഹ്മത്തും മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ വളരെ പ്രയാസത്തിൽ രോഗികളായി കഴിയുന്ന ആളുകളുണ്ട്. അല്ലാഹു അവർക്കൊക്കെ വളരെ പെട്ടെന്ന് ആജിലായ ശിഫ അല്ലാഹു വിധിക്കട്ടെ. ആമീൻ. ഇവിടെ ചെറിയൊരു 5 വയസ്സ് മാത്രം പ്രായമുള്ളൊരു ആൺകുട്ടി നമ്മുടെ ഈ സദസ്സിലുണ്ട്. 2 കിഡ്നിയും ഫെയിലിയറായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ചയിൽ 1-2 തവണയൊക്കെയായി. ആ കുടുംബം ഇവിടെ ഇരിക്കുന്നുണ്ട്. വളരെ ദൂരെ നിന്ന് മിർഫയിൽ നിന്ന് വരികയാണ്. നിങ്ങളൊക്കെ ആമീൻ പറയും, ദുആയിരക്കും എന്ന പ്രതീക്ഷയിലാണ് അവർ വന്നിട്ടുള്ളത്. സർവശക്തനായ അല്ലാഹു ആ കുട്ടിക്ക് വളരെ അത്ഭുതകരമായ ശിഫ നൽകട്ടെ. അത്ഭുതകരമായ അല്ലാഹു ശിഫ നൽകട്ടെ. അത്ഭുതകരമായ അല്ലാഹു ശിഫ നൽകട്ടെ. അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയഹ്. 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 ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ സൂറയിലെ 46-ാമത്തെ ആയത്ത് മുതലാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഈ ലോകം, അതിൻ്റെ സത്യാവസ്ഥയും ഹഖീഖത്തു ദുനിയ, മനുഷ്യന് സമ്പത്തുമായി ഇടപെടുമ്പോൾ തോന്നുന്ന സ്വാഭാവികമായ ചിന്തകളോ അഹങ്കാരമോ അല്ലെങ്കിൽ താൻ പോരിമയോ പോലെയുള്ള അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത സ്വഭാവ ഗുണങ്ങളെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിവിധി പറഞ്ഞു തരുന്ന ഭാഗമാണ് ഒദ്രിബ് ലഹും മസലൽ ഹയാത്തി ദുനിയ. ഇതൊരു ചെടി മുളച്ച് അത് പിന്നെ അങ്ങ് ഉണങ്ങി ദ്രവിച്ച് കാറ്റിലിങ്ങനെ പാറിപ്പോകുന്ന കണ്ടിട്ടില്ലേ? അതിന് പിന്നെ നിലത്ത് പിടിച്ചു നിൽക്കാനാവാത്ത വിധം ആ ചെടി മുമ്പ് അങ്ങനെ ഒരു പച്ചപ്പുള്ള ഒരു അവസ്ഥയിലായിരുന്നു എന്നുപോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം
അള്ളാഹു ഉണക്കിക്കഴിയുന്നത് കാണുന്നില്ലേ? അതുപോലെയാണ് ഈ ലോകം. ഒരുപാട് സമ്പത്തും സൗകര്യവും ഉണ്ടായിരുന്ന ആളുകൾ, നല്ല ആരോഗ്യത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ അള്ളാഹു വളരെ പെട്ടെന്ന് കൊണ്ടുപോകുന്നത് കാണുന്നില്ലേ? അതല്ലെങ്കിൽ ഒരുപാട് കാലം ഇനിയും എന്തൊക്കെയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ജീവിച്ചിരുന്ന ആളുകൾ, പക്ഷേ വളരെ പെട്ടെന്ന് അള്ളാഹുവിൻ്റെ ഖലാ വന്ന് ഈ ലോകത്തോടെല്ലാം യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോകുന്നില്ലേ? അപ്പോൾ ഇത് ശാശ്വതമാണ് എന്ന് വിചാരിക്കല്ലേ. ഇതൊരല്പനേരത്തേക്ക് നിങ്ങൾക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാനും നിസ്കരിക്കാനും അള്ളാഹുവിന് വഴിപ്പെടാനും അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് ജീവിതത്തിലേക്ക് പകർത്താനും ഇവിടെ ജീവിക്കണം. അതിൽ നിന്നുള്ള ശ്വാസവും ശ്വസിക്കാനുള്ള വായുവും വെള്ളവും വെളിച്ചവും ഭക്ഷണവും സൗകര്യവുമൊക്കെ അള്ളാഹു നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തരികയാണ്. ചിലക്കത് കുറച്ച് കൂടുതൽ കൊടുത്തു, ചിലക്ക് കുറവ് കൊടുത്തു. ഓരോരുത്തരെയും അതിലൂടെ പരീക്ഷിക്കുകയാണ് അള്ളാഹുവിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇതൊരു ശാശ്വതമായ ലോകമാണെന്ന് വിചാരിക്കല്ലേ. ഈ ലോകം ഇത്രയും നശ്വരമാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് സമ്പത്തിനോടുള്ള ആർത്തി ഇല്ലാതെയാവുകയും പൂർവോപരി അള്ളാഹുലേക്ക് അടുക്കുകയും പരലോക ചിന്ത ഉണ്ടാവുകയും ചെയ്യണമെങ്കിൽ അതാവശ്യമാണ്. ഇനി അള്ളാഹു പറയുന്ന ഭാഗം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ വൽ ബാഖിയാതുസ് സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക് والباقيات الصالحات خير عند ربك ثوابا وخير أملا. അൽമാലു വൽ ബനൂന, സമ്പത്തും സന്താനങ്ങളും, സീനത്തുൽ ഹയാത്തിദ് ദുനിയ, ഈ ലോകത്തെ ജീവിതത്തിൻ്റെ അലങ്കാരമാണ്. സമ്പത്തും മക്കളും ഈ ലോകത്തെ ജീവിതത്തിൻ്റെ അലങ്കാരമാണ്. വൽ ബാഖിയാതുസ് സ്വാലിഹാത്ത്, എന്നാൽ നിങ്ങൾ ചെയ്യുന്ന നന്മകളിൽ ബാക്കിയാവുന്നത് അള്ളാഹു സ്വീകരിക്കുന്നത് ആ നന്മയാണ് ഖൈറുൻ, നിങ്ങൾക്ക് നല്ലത്, ഇൻദ റബ്ബിക, നിങ്ങളുടെ ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ അരികത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഉത്തമം ഇതിനേക്കാളൊക്കെയും നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മമാണ്. സവാബൻ വഖൈറുൻ അമലാ, പ്രതിഫലമായും പ്രതീക്ഷിക്കുവാനും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മമാണ്. സമ്പത്തുക്കളും മക്കളും ഈ ലോക ജീവിതത്തിൻ്റെ ആർഭാടമോ അതിൻ്റെ അലങ്കാരമോ മാത്രമാണ്. ജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യമല്ല സമ്പത്തും മക്കളും, അടിസ്ഥാനമല്ല, സീനത്താണ്. ഒരു വീട് നമ്മൾ പണിയുന്നു, മഴയും വെയിലും കൊള്ളാതെ ഇരിക്കുക എന്നതാണ് അതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം. പക്ഷേ അതിൻ്റെ ചുമരക്കൊന്ന് പെയിൻ്റ് അടിച്ച് ഭംഗിയാക്കുന്നത് അതിൻ്റെ സീനയാണ്. അതതിൻ്റെ അടിസ്ഥാനത്തിൻ്റെ പുറത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അതുകൊണ്ട് വൽ ബാഖിയാതുസ് സ്വാലിഹാതു ഖൈറുൻ, ഇതിനേക്കാളൊക്കെ നിങ്ങൾക്കുത്തമം സൽക്കർമ്മങ്ങളാണ് നിങ്ങൾ ചെയ്യുന്ന ബാക്കിയാവുന്ന സൽക്കർമ്മങ്ങൾ. കാരണം സമ്പത്തും മക്കളും നമ്മളോടൊപ്പം ഖബറിലേക്ക് വരികയില്ലല്ലോ. സമ്പത്തും മക്കളും നമ്മുടെ കൂടെ ഖബറിലേക്ക് വരൂല. അവരൊക്കെ സലാമു അലൈക യാ അബി, സലാമു അലൈക യാ ഉമ്മി, സലാം പറഞ്ഞ് അവിടെ നിന്ന് പോരും. അവരവരുടെ വീട്ടിലേക്ക് പോകും. 2-3-4 ദിവസമൊക്കെ ഇച്ചിരി വിഷമൊക്കെ ഉണ്ടാകും. പിന്നെ അവരത് മറക്കും. പിന്നെ അവരവരുടേതായ പിന്നെ ഒരു ആണ്ടൊക്കെ വരുമ്പോൾ അള്ളാഹ് ഒപ്പം മരിച്ചിട്ടൊരു കൊല്ലായല്ലേ, പിന്നെ അതും മറന്നു പോവും. പിന്നെ അവരാകെ ജോലി തിരക്കിലായി പോവും. സമ്പത്ത് നിങ്ങൾ ഉണ്ടാക്കി വെച്ചത് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ വസിയത്ത് ചെയ്യേണ്ട കാര്യം പോലുമില്ല. എന്ത് ചെയ്യും? അതൊക്കെ അനന്തരാവകാശ നിയമപ്രകാരം നിങ്ങളുടെ ആളുകൾ ഓഹരി വെച്ചെടുക്കും. അത് രണ്ടും നിങ്ങളുടെ കൂടെ ഖബറിലേക്ക് വരുന്നില്ലല്ലോ. അള്ളാഹുവിൻ്റെ ശിക്ഷ വരികയാണെങ്കിൽ തടഞ്ഞു നിർത്താൻ നിങ്ങളുടെ മക്കളോ സമ്പത്തോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയും ചെയ്യുന്നില്ല. പിന്നെ ബാക്കിയാവുന്നത് എന്താണ്? അൽ ബാഖിയാതുസ് സ്വാലിഹാത്ത്, നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ് നിങ്ങൾക്ക് ബാക്കിയാവുക. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് ഒരാടിനെ ഒരാൾ ഹദിയയായി നബി തങ്ങൾക്ക് കൊടുക്കുന്നു. ഒരാട് മാംസമായിട്ട്. നബി തങ്ങൾക്കാണെങ്കിലോ ആടിൻ്റെ കൈയിൻ്റെ ഭാഗം ഇഷ്ടമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഇച്ചിരി ഹാർഡല്ലാത്ത, ഇച്ചിരി സോഫ്റ്റായ, കഴിക്കാൻ റാഹത്തുള്ള ഒരു മാംസഭാഗമാണ്. അതുകൊണ്ട് നബി തങ്ങൾ അത് ഇഷ്ടപ്പെടുമായിരുന്നു.
ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്കാണ് ഒരു ആട് കൊടുക്കുന്നത്. ആ ആട് എല്ലാം ചെലവഴിച്ച് സ്വതക്ക ചെയ്തു ആയിഷ റളിയല്ലാഹു അൻഹ. വല്ലാത്ത സ്വതക്കയായിരുന്നു ആയിഷ ബീവിയുടെ ജീവിതം കേട്ടോ. സ്വതക്ക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഞെട്ടിപ്പോവും. സ്വന്തം നബി തങ്ങളുടെ വഫാത്തിന് ശേഷം താമസിച്ചിരുന്ന വീട് കച്ചവടം ചെയ്ത് അന്നക്കന്നത് മുഴുവനും സ്വതക്ക ചെയ്തപ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ പറഞ്ഞത്, എൻ്റെ എളാമയുടെ കൈ ഞാൻ പിടിക്കും, എളാമ ഇങ്ങനെ ചെലവഴിച്ചാൽ ജീവിക്കാൻ എന്തെങ്കിലുമൊക്കെ ബാക്കി വെക്കണ്ടേ, ഇങ്ങനെയൊക്കെ കൊടുക്കേ. അത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വലിയ വിഷമുണ്ടായി എന്നൊക്കെ പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും. ഔല അഹ്ജുറന്ന അലൈഹ, ആയിഷ ബീവിയുടെ കൈ ഞാൻ പിടിക്കും. ലതൻതഹിയന്ന ഖാലതി, എൻ്റെ എളാമയായ ആയിഷ ബീവി ഇങ്ങനെ ചെയ്തുകൂടാ എന്നൊക്കെ ആയിഷ ബീവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ വലിയ വിഷമുണ്ടായി. ആയിഷ ബീവി എന്നോട് അങ്ങനെ പറയാൻ പാടുണ്ടോ? ഞാൻ അവൻ്റെ ഉമ്മയുടെ സ്ഥാനത്തല്ലേ, എൻ്റെ കൈ പിടിക്കുന്നോ, ഞാൻ ചെയ്ത സ്വതക്ക ശരിയായില്ലെന്ന് പറയേ. വല്ലാഹി ലാ ഉകല്ലിമുഹു ബഅദൽ യൗം, ഞാനിനി അവനോട് മിണ്ടൂല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ശപഥം ചെയ്തു എന്നാണ്. അത് രസകരമായ ചരിത്രമാണ്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ വളരെ വിഷമിച്ച്, പഠിച്ചവനെ ഞാൻ അത്രയൊന്നും ഉദ്ദേശിച്ചില്ല. കാരണം ആയിഷ ബീവി അങ്ങോട്ട് കൊടുക്കുകയാണ്. നബി തങ്ങളുടെ വഫാത്തിന് ശേഷം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ 40 കൊല്ലം പിന്നെയും ജീവിച്ചിട്ടുണ്ട്. ആ കാലം മുഴുവൻ സ്വതക്കയാണ്. പിന്നെ നബി തങ്ങളുടെ അഹ്ലു ബൈത്തല്ലേ, നബി തങ്ങളുടെ ഉമ്മമാർ ഭാര്യമാർ നമ്മുടെ ഉമ്മമാരല്ലേ, ഓരോരുത്തർ സ്വതക്ക കൊടുക്കും. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ തന്നെ ഒരിക്കൽ 1,00,000 ദിർഹം കൊടുത്ത ചരിത്രമുണ്ട്. 1,00,000 അന്നക്കന്ന് രാത്രി സൂര്യൻ അസ്തമിക്കും മുമ്പ് മുഴുവൻ കൊടുത്തു തീർത്തു എല്ലാവർക്കും. അങ്ങനത്തെ സ്വതക്കയായിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. നമ്മൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബിയോട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കഥ ചരിത്രം മാത്രമേ കേൾക്കാറുള്ളൂ അല്ലേ. ബീവി ഇങ്ങനെ സ്വതക്ക ചെയ്തിരുന്ന മഹദിയാണ് റളിയല്ലാഹു അൻഹ. പിന്നെ ആ ചരിത്രത്തിൽ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ പിന്നെ പൊരുത്തപ്പിടിച്ചു. നബി തങ്ങളുടെ 2 അമ്മാവന്മാരെ പിടിച്ചു, അവരുടെ കൈ പിടിച്ചിട്ട് നിങ്ങൾ എന്നെ സഹായിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് അവരുടെ കയ്യും കാലം പിടിച്ച് അവർ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ബീവി നിങ്ങളുടെ മോൻ്റെ പോലെയല്ലേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലശേഷം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പയായ സിദ്ദീഖ് തങ്ങളുടെ കാലശേഷം റളിയല്ലാഹു അൻഹു നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട മോനല്ലേ, ഒരു വാക്ക് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ശിക്ഷിക്കണോ, കാലം മുഴുവൻ മിണ്ടൂല എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷെ ഞാൻ അള്ളാഹുവിനോട് സത്യം ചെയ്തു, വന്നദുറു, ഞാൻ ചെയ്ത സത്യം അഹം, അത് വലുതാണ്, വന്നദുറു അക്ബറു, അള്ളാഹുവിനോട് ഞാൻ ചെയ്ത സത്യം വലുതാണ്, എനിക്ക് വിട്ടാൻ പറ്റൂല. അവസാനം പൊരുത്തപ്പെട്ടെടുത്തു. സത്യം ചെയ്ത് അതിന് ലംഘനം ചെയ്താൽ പ്രായശ്ചിത്തം ചെയ്യണം, ഒരടിമയെ മോചിപ്പിക്കണം. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ 10 അടിമയെ കൊടുത്തു, ഇതാ നിങ്ങൾ മോചിപ്പിച്ചോളൂ. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ 40 അടിമകളെ വേറെ മോചിപ്പിച്ചു എന്നാ. ആ ഒരൊറ്റ അടിമയെ മോചിപ്പിച്ചാൽ മതി. 10 ചെയ്തപ്പോൾ തന്നെ 9 ഏറെയാണ്. വീണ്ടും ഒരു 40 അടിമകൾ. എപ്പോഴും പറയും, ഞാൻ അള്ളാഹുവിനോട് സത്യം ചെയ്തില്ലേ, എനിക്കതിനെതിരെ ചെയ്യേണ്ടി വന്നില്ലേ എന്നൊക്കെ പറയും. ഉമ്മയും മക്കളും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിലൊക്കെ സ്വാഭാവികമായി വളരെ ഇഷ്ടപ്പെട്ട ആളുകൾ എന്തെങ്കിലും പറയുമ്പോൾ അങ്ങനെയാണ്. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഹദീസിനെ വ്യാഖ്യാനിച്ചു കൊണ്ട് പറഞ്ഞു, ഫീഹി നൗഉഖൂഖിൻ, ഒരു ഉമ്മയോട് പറയേണ്ട ഒരു രീതി അല്ലല്ലോ, ഞാൻ കൈപിടിക്കും അത് നിർത്തിയേ പറ്റൂ എന്നൊക്കെ ഒരു ഉമ്മയോട് പറയാൻ പാടുണ്ടോ? ഞാൻ അവന് ഉമ്മയല്ലേ, ആ രീതിയിലാണ് ബീവി റളിയല്ലാഹു അൻഹ മിണ്ടൂല എന്ന് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഒരാട് കൊണ്ടുവരുന്നു. നബി ഞങ്ങൾക്ക് ഇഷ്ടമായ ആ ഭാഗം ബീവി റളിയല്ലാഹു അൻഹ മാറ്റിവെച്ചു. എല്ലാം സ്വതക്ക ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോൾ ചോദിച്ചു, മാ സ്വനഅതി ഫിശ്ശാഹ്, ആ ആടിൻ്റെ കാര്യം എന്തായി എന്ന് ചോദിച്ചു. ദഹബത് കുല്ലുഹാ ഇല്ലാ കതിഫുഹാ, നബിയെ എല്ലാം പോയി കേട്ടോ, ഇനി അതിൻ്റെ കൈ മാത്രം ബാക്കിയുണ്ട്. അത് അങ്ങേക്ക് ഇഷ്ടമല്ലേ എന്ന് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല, അത് തങ്ങൾക്ക് വേണ്ടി നീട്ടി വെച്ചിരിക്കാനായിട്ട് ബാക്കിയുണ്ട്. എല്ലാം പോയി നബിയെ, ഇതേ ബാക്കിയുള്ളൂ. ഫളഹിക റസൂലുള്ളാഹ്, ഇത് കേട്ടപ്പോൾ നബി തങ്ങൾ ചിരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, ആയിഷ ബൽ ബഖിയതു കുല്ലുഹാ ഇല്ലാ കതിഫുഹാ, എല്ലാം പോയി കൈ മാത്രം ബാക്കി. അങ്ങനെയല്ല, എല്ലാം ബാക്കിയായി കൈ മാത്രം പോയി എന്ന് പറയും. കൈ നമ്മൾ തിന്നുന്നതാണ്, നമുക്കതിന് കൂലി കിട്ടൂല, പക്ഷേ കൊടുത്തതിന് കൂലി കിട്ടൂലേ. അതുകൊണ്ട് നമ്മൾ കൊടുത്തത് മുഴുവനും ബാക്കിയായി, ഈ കൈ മാത്രമാണ് ബാക്കിയല്ലാത്തത് എന്ന് പറയുന്ന ആയിഷ ബീവി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ബാഖിയാത്തുസ് സ്വാലിഹാത്ത്. നമ്മൾ ചെയ്യുന്ന നന്മകളിൽ എന്ത് ബാക്കിയാകുന്നുണ്ടോ അതേ നാളെ നമുക്ക് ഉപകാരപ്പെടുള്ളൂ. നമ്മൾ തിന്നത്, കുടിച്ചത്, ഉടുത്തത്, ഉപയോഗിച്ചത് അത് നമ്മുടെ അക്കൗണ്ടിൽ കഴിഞ്ഞു, കൂലി കിട്ടുന്നില്ല. മറ്റൊരാൾക്ക് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ കൂലി. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ഹല്ലക യബ്ന ആദം മിമ്മാലിക ഇല്ലാ മാ അകൽത ഫഅഫ്നൈത ഔ ലബിസ്ത ഫഅബ്ലൈത ഔ തസദ്ദഖത ഫഅബ്ഖൈത. ആദമിൻ്റെ മോനെ, മനുഷ്യ,
ഹൽ ലക മിൻ മാലിക ഇല്ലാ മാ അകൽത ഫഅഫ്നൈത്. നിന്റെ സമ്പത്ത് നിന്റേത് എന്ന് പറഞ്ഞാൽ നീ ഉപയോഗിക്കുന്നതല്ലേ നിന്റേതാവുന്നുള്ളൂ. നീ ഭക്ഷണം കഴിച്ചതും നശിപ്പിച്ചു കളഞ്ഞതും, ഭക്ഷണം കഴിച്ച് പിന്നെ അത് ഡൈജസ്റ്റായി വിസർജ്യമായി പോയി. ഔ ലബിസ്ത ഫഅബ്ലൈത്, നീ ഉടുത്ത വസ്ത്രം പിന്നെ ആർക്ക് ഉടുക്കാൻ പറ്റാത്ത പഴയതായി ദുരുമ്പിപ്പോയി. പിന്നെ ഔ തസദ്ദഖത ഫഅബ്ഖൈത, നിന്റെ സമ്പത്ത് നീയായിട്ട് സ്വതക്ക കൊടുക്കുകയും ബാക്കി വെച്ചതുമല്ലാതെ, സ്വതക്ക ചെയ്ത് ബാക്കി വെച്ചതല്ലാതെ നിന്റേതായിട്ട് എന്താ ഉള്ളത്? ഈ പറഞ്ഞ 3 എണ്ണത്തിൽ 2 എണ്ണം നഷ്ടപ്പെടുന്നതാണ്. നമ്മൾ കഴിക്കുന്നത്, നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ സ്വതക്ക ചെയ്യുന്നത് ഫഅബ്ഖൈത, അങ്ങനെ നീ ബാക്കി വെക്കുന്നതല്ലാതെ നിന്റേതെന്ന് പറയാൻ എന്താണ് ഈ ലോകത്തുള്ളത്? കുറേ മുതലുണ്ടെന്ന് വിചാരിക്കുക, കുറേ ബിസിനസ് ഉണ്ട് വിചാരിക്കുക, അതിലെത്ര സ്വതക്ക കൊടുക്കുന്നുണ്ടോ അതാണ് നമുക്ക് നാളെ ഉപകാരപ്പെടുന്നത്. അല്ലാതെ ഒരു മനുഷ്യന് ഒരുപാട് സമ്പത്തുണ്ട്, അരച്ചാണ് വേറല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. കുറേ പൈസ ഉണ്ടെന്ന് വിചാരിച്ച് 2 ചപ്പാത്തി കഴിക്കുന്ന ഒരു മനുഷ്യൻ 5 കഴിക്കാൻ പറ്റുമോ? 2 ഗുളിക ഒരു നേരം, ഒരു ഗുളിക മുതലാളി ഞാൻ 5 കഴിക്കട്ടെ, എനിക്ക് അതിന് വാങ്ങാൻ പൈസ ഉണ്ടല്ലോ, ചെയ്യൂല്ലോ. ഗുളിക 1 കഴിക്കുള്ളൂ അല്ലേ? എല്ലാത്രയും. അപ്പോ നമ്മളെന്ത് സ്വതക്ക ചെയ്യുന്നുണ്ടോ അതേ ബാക്കിയാവുന്നുള്ളൂ. അങ്ങനെ അതുകൊണ്ടാണ് അപ്പോ അൽമാലു വൽ ബനൂൻ, സമ്പത്തും മക്കളും, ഇത് രണ്ടും ജീവിതത്തിന്റെ ആർഭാടമാണ്. അപ്പൊ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്താണ്? നമ്മൾ പറയും പൈസ ഇല്ലാതെ എങ്ങനെ ജീവിക്കുക, കുട്ടികളും മക്കളൊക്കെ വേണ്ടേ? പക്ഷെ അല്ലാഹു തആല ഇതിനെ പറഞ്ഞത് സീനത്ത് എന്ന് പറഞ്ഞ ഡെക്കറേഷൻ എന്നാണ്, അലങ്കാരം എന്നാണ്. ജീവിതത്തിന്റെ അലങ്കാരം ഇതാണെങ്കിൽ ജീവിതത്തിന്റെ ദറൂറ, അത്യാവശ്യമായ സംഗതികൾ എന്തൊക്കെയാണ്? ഇതൊന്നുമല്ല. ഈ ലോകത്തെ ജീവിതം നമ്മുടെ പരലോകത്തെ ജീവിതത്തിന്റെ ഒരു കൃഷിയിടമാക്കി മാറ്റാൻ എന്തൊക്കെ നമുക്ക് ആവശ്യമാണോ അത് ഈ ലോകത്തിന്റെ അടിസ്ഥാനമാണ്. ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോവുക, നാട്ടിലേക്ക് കൊണ്ടുപോകും. നമ്മൾ അങ്ങനെയല്ല ആലോചിക്കുക. നാട്ടിൽ പോകുമ്പോഴേക്കും എന്തെങ്കിലും കൊണ്ടുപോകണം, എന്താ വീട്ടുകാർക്ക് വേണ്ടത്, എന്താ അവിടേക്ക് ആവശ്യം, അത് വാങ്ങിച്ചു വെക്കുക. അത് കട്ടിലിൻ്റെ അടിയിൽ ഒരുമിച്ച് കൂട്ടി പോകാൻ നേരത്ത് പെട്ടി കെട്ടി എന്തായാലും 10 കിലോ ഏറെ ആയിരിക്കും. എന്നിട്ട് ഏതെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്ന എയർപോർട്ടിൽ സാധുവിനെ വിളിച്ചു, അവനത് എന്നും ഓരോരുത്തർ വിളിക്കുന്നുണ്ടാവും. അവൻ സ്വന്തം മാനേജറോട് പറഞ്ഞ് മാനം കെട്ടിട്ടുണ്ടാവും. ഒരു 5 കിലോ ഏറുണ്ട്, കൊണ്ടുപോകുമ്പോഴേ തൂക്കി കൊണ്ടുപോയാൽ പോരെ. അവിടെ ചെന്ന് മനുഷ്യന്മാരൊരു പരിചയം പറയുമ്പോഴേക്കും നമ്പറൊക്കെ വാങ്ങിയെടുത്തിട്ടേ ലഗേജ് ഏറെ കൊണ്ടുപോകാൻ. അങ്ങനെ ഇടങ്ങാറാക്കരുത് പൊന്നാര കമ്പനികളെ. എന്താ നമ്മൾ ഇങ്ങനെ മുതലാക്കേണ്ട പറയും, എനിക്കവിടെ ആളുണ്ട്. ആ സാധുവിൻ്റെ ജോലി പോകുമെന്ന് പേടിയിലായിരിക്കും മൂപ്പര്. ഇങ്ങനെ ഓരോരുത്തർ വിളിക്കുന്നുണ്ടാവും, ഡെയിലി ആൾക്കാർ പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഈ നമ്പറൊക്കെ വെച്ചിട്ട് മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്കേണ്ട. നിങ്ങൾ ചെയ്യുന്ന ജോലി പോലെ ജോലി ചെയ്യുന്നവരാ മാനേജേഴ്സ് ഉണ്ടാവും. ഇവനിങ്ങനെ ഓരോരുത്തരെ വക ഇങ്ങനെ 5 കിലോ 10 കിലോ ഏറെ കൊണ്ടുതന്നെ ഓനെ വിനിഷാക്കലായിരിക്കും ഉണ്ടാവുക. ആ സാധുവിൻ്റെ പണി കളയണ്ട. എന്ത് ചെയ്യുക? നമ്മളെ കാര്യമായിട്ട് ആലോചിക്കൽ എങ്ങനെയാണ്? നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വാരിക്കൂട്ടാൻ. ഈ ചിന്തയാണ് നമുക്ക് ആഖിറത്തിൻ്റെ വിഷയത്തിൽ വേണ്ടത്. അങ്ങോട്ടുള്ള പാക്കിംഗ്, അതിന് സഹായകമായ കാര്യങ്ങൾ എന്തൊക്കെയാണോ അതാണ് ഈ ലോകത്തിൻ്റെ അടിസ്ഥാന വിഷയങ്ങൾ. പിന്നെ സമ്പത്തും മക്കളൊക്കെ ഇതിൻ്റെ ആർഭാടമാണ്. കാരണം പരിശുദ്ധമായ ഖുർആനിൻ്റെ ഈ ആശയത്തിൽ പറയുന്നത്, ഒരു മനുഷ്യന് സമ്പത്തോ മക്കളോ ഇല്ലെങ്കിൽ തന്നെ സന്തോഷകരമായ ജീവിതം നയിക്കാൻ കഴിയും. സമ്പത്ത് ജീവിച്ചു പോവാനുള്ള കഫാഫൻ, അത്യാവശ്യ സമ്പത്തുണ്ട്. പിന്നെന്തുണ്ട്? മക്കളൊന്നും ആയിട്ടില്ല, കുട്ടികളൊന്നുമില്ല, കല്യാണം തന്നെ കഴിച്ചിട്ടില്ല. എന്നാലും ഒരു മനുഷ്യന് ആഖിറത്തിന് ഒരുങ്ങാൻ പറ്റുമില്ലേ? പറ്റും. അതുകൊണ്ടാണ് അല്ലാഹു തആല സമ്പത്തും, നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പത്തും മക്കളും എന്ന് പറയുന്നത് ഐഹിക ജീവിതത്തിൻ്റെ ഒരു പൂരകം എന്നും പറഞ്ഞുകൂടാ. അത് ജീവിതത്തിൻ്റെ ആർഭാടമോ അലങ്കാരമോ ആണ്, അതിൻ്റെ അടിസ്ഥാനമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്നാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ വൽബാഖിയാതു സ്സാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമലാ. ഈ ജീവിതത്തിൻ്റെ ആർഭാടങ്ങൾ മാറ്റി നിർത്തി നിങ്ങൾ ബാക്കിയാവുന്ന നന്മകൾ സ്വീകരിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് ഉത്തമം. ഖൈറുൻ, ആരടുത്ത് ഉത്തമം? നമുക്ക് നല്ലത്, നമ്മുടെ മേലുദ്യോഗസ്ഥന് അത് ഇഷ്ടപ്പെടും, ഭരണാധികാരിക്ക് ഇഷ്ടപ്പെടും. മേലോട്ട് ആർക്ക് ഇഷ്ടമാകുന്നു അതനുസരിച്ച് അതിൻ്റെ മൂല്യം കൂടും. ഇത് അള്ളാഹുവിൻ്റെ അടുത്ത് ഖൈറുൻ ഇൻദ റബ്ബിക്, നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അരികത്തേക്ക് ചെല്ലുമ്പോൾ വലിയ സന്തോഷം തോന്നും. അതുകൊണ്ട് നന്മ ചെയ്തേക്കണം, അതാണ് നിങ്ങൾക്ക് ഉത്തമം എന്ന് പരിശുദ്ധമായ ഖുർആൻ. അമൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് കൊതിക്കുന്ന സംഗതിക്കാണ് അമൽ എന്ന് പറയാം. ആഗ്രഹം, അഭിലാഷം എന്നൊക്കെ. അപ്പോൾ
മനുഷ്യനെ ഈ ലോകത്ത് ഫിത്നയിലാക്കുന്ന, പരീക്ഷണത്തിലാക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. അൽ മാലു വൽ ബനൂൻ. എന്തിനെ സമ്പത്ത് ആദ്യം പറഞ്ഞത്? അൽ മാലു വൽ ബനൂൻ. സമ്പത്ത് ആദ്യം പറഞ്ഞു, പിന്നെയാണ് മക്കൾ പറഞ്ഞത്. കാരണം മക്കളുണ്ടാവുക എന്നതിനേക്കാളും വലുതാണോ സമ്പത്തുണ്ടാകുന്നത്? ആണോ? അല്ല. പക്ഷേ മക്കളില്ലാത്തവർക്കും സമ്പത്തുണ്ടാകാം. സമ്പത്തുള്ള ആൾക്കാരുണ്ട്, പക്ഷെ മക്കളായിട്ടില്ല. ഇപ്പം ലോകത്ത് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് സമ്പത്ത്, പിന്നെ സമ്പത്തും മക്കളുമുള്ളവർ. സമ്പത്തുണ്ട്, മക്കളില്ലാത്തവർ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ്റെ ജീവിത പരിസരങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന് ഏറ്റവും വിലപ്പെട്ടതായതുകൊണ്ടല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിനെ സംബന്ധിച്ച് പറഞ്ഞത്. പക്ഷേ സമ്പത്ത് ആമാണ്, എല്ലാവർക്കും അല്ലാഹു കൊടുക്കുന്നുണ്ട് ജീവിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ. പക്ഷെ മക്കളെ എല്ലാവർക്കും അല്ലാഹു കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് അല്ലാഹു ആദ്യം അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. അല്ലാഹ് സീന അലങ്കാരമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർളി യഖ്ലുഖു മാ യശാ യഹബു ലിമൻ യശാഉ ഇനാസൻ വയഹബു ലിമൻ യശാഉ الذുകൂർ ഔ യുസവ്വിജുഹും ദുക്റാനൻ വഇനാസാ വയജ്അലു മൻ യശാഉ അഖീമാ ഇന്നഹു അലീമുൻ ഖദീർ. മക്കളുണ്ടായാലേ സന്തോഷമുണ്ടാകൂ എന്ന് നമ്മൾ പറഞ്ഞുകൂടാ. മക്കളുണ്ടാവൽ എന്നാലേ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുള്ളൂ. ജീവിതത്തിൻ്റെ അടിസ്ഥാനം മക്കളുണ്ടാവണം, അങ്ങനെയല്ല. മക്കളില്ലാതെയും ജീവിതത്തിൻ്റെ അടിസ്ഥാനം അള്ളാഹു നമുക്ക് നൽകുന്നുണ്ട്. മക്കൾ നൽകുന്നതും നൽകാതിരിക്കുന്നതും അള്ളാഹുവിൻ്റെ ദാനമാണ്, ഹിബത്താണ്, ദാനമാണ്. അതാണ് അല്ലാഹു തആല ഈ ആയത്തിൽ സൂറത്ത് ശൂറയിൽ പറയുന്നത്, ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർള്. അല്ലേ, മക്കളുണ്ടായതുകൊണ്ട് ഇസ്സത്തുണ്ടായി എന്ന് പറയാൻ പറ്റും. എത്ര മക്കൾ കൊണ്ട് വാപ്പമാർ കഷ്ടപ്പെടുന്നുണ്ട്. ആ മകൻ ജനിച്ചില്ലായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു അപമാനമുണ്ടാക്കിയ മോളെനിക്കില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വിചാരിക്കുന്ന മക്കളുണ്ട്. അല്ലാഹ്, എത്രയോ വിഷയങ്ങളുണ്ട്. സ്വന്തം മക്കൾ, അതൊരു പെൺകുട്ടി പറഞ്ഞു കേൾക്കാതെ നടന്നിട്ട് ആ വാപ്പ വിഷമത്തിലാണ്. അങ്ങനൊരു മോൾ ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഉസ്താദേ. ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. എനിക്ക് ആലോചിക്കാൻ വയ്യ. ഏതോ ഒരുത്തൻ്റെ കൂടെ, അതോ ഏതൊരു ഹിന്ദു പയ്യൻ്റെ കൂടെ അങ്ങനെ ഒരു പ്രേമത്തിലായിട്ട് കഴിയാണ്. എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവാതെ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കും, എന്താണ് വിവരം, എന്തായി കാര്യങ്ങളൊക്കെ. അങ്ങനൊരു മോളില്ല എന്ന് ഞാൻ മനസ്സുകൊണ്ട് പാകപ്പെടുത്തി കഴിഞ്ഞു. കാരണം ഒരുപാട് കാലം ഞാനിതിൻ്റെ പിന്നാലെയായിരുന്നു. ആര് പറഞ്ഞാലും കേൾക്കാതെ ഒരു റെബല്യസ് ആയിട്ട് നിൽക്കുന്ന ഒരു ചിന്താഗതി മോൾക്ക് വന്നു തുടങ്ങി. +2 എത്തിയിട്ടുള്ളൂ, അതാണ് അവസ്ഥ. വാപ്പ പറയാം, ഞാൻ അങ്ങനെ ഒരു മോളില്ല എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചു. അല്ലാഹു ആ വാപ്പാക്ക് മനസ്സമാധാനം കൊടുക്കട്ടെ. അല്ലാഹു മനസ്സമാധാനത്തിലാക്കി കൊടുക്കട്ടെ. എന്താണ് ഇതിൻ്റെയൊക്കെ വിഷമം? അതുകൊണ്ട് മക്കളുണ്ടാകുന്നത് ഇസ്സത്തിൻ്റെ അടിസ്ഥാനമാണെന്ന് പറയല്ലേ. മക്കളെ കൊണ്ട് ഇസ്സത്തില്ലാതെ പോകുന്നവരുണ്ട്. അപ്പോൾ മക്കൾ നൽകുന്നതോ നൽകാതിരിക്കുന്നതോ അള്ളാഹുവിൻ്റെ അസലിയായ ഖളാഇൻ്റെ ഭാഗമാണ്. ഒരുപക്ഷെ മക്കളില്ലാതിരിക്കലായിരിക്കും സന്തോഷം. അതുകൊണ്ട് അള്ളാഹു ചിലർക്ക് കൊടുക്കൂല. അതുകൊണ്ടാണ് മക്കളെ കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും ഹിബത്തുൻ, അള്ളാഹു നൽകുന്ന ദാനമാണ് എന്ന് ഖുർആൻ പറയാൻ കാരണം. എങ്ങനെ? മക്കളെ കൊടുക്കുന്നത് ദാനമാണ്, മക്കളെ കൊടുക്കാതിരിക്കുന്നതും അള്ളാഹു ചെയ്യുന്ന ദാനമാണത്രേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർള്. ആകാശഭൂമികളുടെ അധികാരം അള്ളാഹുവിനാണ്. മുൽക്ക്, അള്ളാഹുവിന് മുൽക്കുമുണ്ട്, മിൽക്കുമുണ്ട്. ഉടമസ്ഥാവകാശം വസ്തുക്കളിലേക്കാണ്.
മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയുഹുസ് സമാവാതി വൽ അർള്. ആകാശഭൂമികളുടെ മേൽ അല്ലാഹുവിൻ്റെ അധികാരം അതിനപ്പുറത്തേക്ക് വ്യാപിച്ചിരിക്കുന്നു. കുർസി രാജാവിൻ്റെതാണ്, അധികാരപീഠം. അല്ലാഹുവിൻ്റെ മുൽക്ക് പ്രപഞ്ചത്തെ മുഴുവനും ഇറ്റ് ട്രാൻസെൻഡ്സ് ഇൻ ദ ഹെവൻസ് ആൻഡ് ദ എർത്ത്. ഭൂമിയും ആകാശലോകങ്ങളും മറികടക്കുന്നതാണ് അല്ലാഹുവിൻ്റെ അധികാരം. ആദ്യം പറഞ്ഞത് അല്ലാഹുവിൻ്റെ ഉടമസ്ഥാവകാശം, പിന്നെ പറഞ്ഞു അല്ലാഹുവിൻ്റെ അധികാരം. വസിഅ കുർസിയുഹുസ് സമാവാതി വൽ അർള്. من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആയത്താണ് ആയത്തുൽ കുർസി. 9 സെന്റൻസുകളാണ് അതിൽ, 9 സെന്റൻസുകൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ആദ്യം പറഞ്ഞ സെന്റൻസ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം. അവസാനത്തേത് വഹുവൽ അലിയുൽ അദീം. 2 നാമങ്ങൾ, അലിയുൽ അദീം, ഹയ്യും ഖയ്യൂം. അള്ളാഹിൻ്റെ 2 ഇസ്മ ആദ്യത്തിലും അവസാനം. 1 9, 2 8, 3 7, 4 6. ഇത് ഓരോന്നും പരസ്പരം ബന്ധിച്ചിരിക്കുകയാണ്. നടുവിൽ യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. അതിൻ്റെ മുമ്പിലുള്ളതും പിന്നിലുള്ളതും അള്ളാഹു അറിയുന്നു. അത് സെൻട്രലാണ് വരുന്നത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം. അവസാനത്തെ എന്താ വരിക? വഹുവൽ അലിയുൽ അദീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം. ജീവിച്ചിരിക്കുന്നവനും പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവനും പരിപാലിക്കുന്നവനും അല്ലാഹുവാണ്. ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. പരിപാലിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരും. അങ്ങനെയാണ് ഗേറ്റ് കീപ്പർമാരൊക്കെ കുത്തുന്ന ഉറങ്ങണത്. ജ്വല്ലറിന് മുമ്പിൽ കണ്ടിട്ടില്ല, കസാരട്ട് അങ്ങനെ ഉറങ്ങണ, രാത്രി ശമ്പളം കിട്ടും ചെയ്യും. പക്ഷെ അള്ളാഹുവിന് ഉറക്കം വരൂല. അള്ളാഹു ഖയ്യൂമാണ്, പക്ഷെ അള്ളാഹ് ഉറങ്ങൂല. ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. അത് 2ാമത്തെ സെന്റൻസ്. അവസാനത്തിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് സെന്റൻസ് എന്താണ്? വലാ യഊദുഹു ഹിഫ്ളുഹുമാ. ഈ പ്രപഞ്ചത്തെ പരിപാലിച്ചു പോരാൻ അള്ളാഹ്ക്കൊരു ക്ഷീണവും ബാധിക്കൂല. ആദ്യം പറഞ്ഞു ഉറക്കം വരൂല, തൂങ്ങി ഉറക്കം വരൂല. അവസാനത്തിന് തൊട്ടു മുമ്പ് അള്ളാഹുവിന് ഈ പരിപാലനം ഒരു വിഷയമേ അല്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതും അല്ലാഹുവിനാണ്. അല്ലാഹു മാലിക്കാൻ, ഉടമസ്ഥനാണ്. അവസാനത്തെ തേർഡ് ലാസ്റ്റ് വസിഅ കുർസിയുഹുസ് സമാവാതി വൽ അർദ്. അല്ലാഹുവിൻ്റെ അധികാരം പ്രപഞ്ചത്തിന് അതീതമാണ്. അല്ലാഹു മലിക്കാണ്, രാജാവാണ്. അല്ലാഹു മാലിക്കാണ്. ആദ്യം പറഞ്ഞു മാലിക്, 3ാമത്തെ സെന്റൻസ്. സെക്കൻഡ് ലാസ്റ്റ് എന്ത് പറഞ്ഞു? അല്ലാഹു മലിക്കാൻ, രാജാവാണ്. പിന്നെന്താ പറഞ്ഞത്? എന്ത് പറഞ്ഞു? ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. അല്ലാഹുവിൻ്റെ അധികാരമില്ലാതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അനുമതിയില്ലാതെ ആർക്കാണ് അല്ലാഹുവിൻ്റെ മുമ്പിൽ ശുപാർശ ചെയ്യാൻ പറ്റുക? അല്ലാഹുവിൻ്റേതല്ലേ ലോകം. ഇല്ലാ ബിമാ ശാ മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. അല്ലാഹുവിൻ്റെ അധികാരമില്ലാതെ ആർക്കാണ്, അവൻ്റെ അനുമതിയില്ലാതെ ആർക്ക് ചെയ്യാൻ പറ്റും? അപ്പോൾ ഒരു എക്സെപ്ഷൻ വരുന്നുണ്ട്, ഇല്ലാ ബിഇദ്നി. ഇനി അവസാനം വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. അവിടെയും പറഞ്ഞു അല്ലാഹു അങ്ങനെ തന്നെ. അല്ലാഹുവിൻ്റെ ഇൽമ് അവനറിയിച്ചു കൊടുക്കുന്നതല്ലാതെ ആർക്കാണ് അറിയാൻ പറ്റുക? രണ്ടും അല്ലാഹുവിൻ്റെ അറിവും അവൻ്റെ കഴിവും ബന്ധപ്പെടുത്തിയ ആയത്തുകൾ. 2ലും ഇല്ലാ ബിഇദ്നി, ഇല്ലാ ബിമാ ശാ. അതിനിടയിൽ യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. അവർക്ക് മുമ്പിലുള്ളതും പിറകിലുള്ളതും അല്ലാഹു അറിയുന്നു. അതാണ് നടുവിൽ വരിക. അതിൻ്റെ മുമ്പിൽ 4, 4ാമത്തേതും 6ാമത്തേതും, 3ാമത്തേതും 7ാമത്തേതും, അതുപോലെ തന്നെ 2ാമത്തേതും 8ാമത്തേതും 1ാമത്തേതും 9ാമത്തേതും പരസ്പരം. ഈ ഒരൊറ്റ ആയത്താണ് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും അത്ഭുതമുള്ള ആയത്ത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്. പ്രപഞ്ചത്തിൻ്റെ അധികാരം അല്ലാഹുവിനാണ്. അധികാരം എന്ന് പറഞ്ഞാൽ ജീവനുള്ള വസ്തുക്കൾ, ജീവനുള്ളവരെ ഭരിക്കുമ്പോഴാണ് അധികാരമുണ്ടാവുക. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ആരൊക്കെ ജനിക്കണം, ആരൊക്കെ വരണം എന്ന് തീരുമാനിക്കേണ്ടത് അള്ളാഹുവിൻ്റെ അൾട്ടിമേറ്റ്ലി അള്ളാഹുവിൻ്റെ ചോയ്സാണ്, റബ്ബിൻ്റെ തീരുമാനമാണ്. അതുകൊണ്ട് അല്ലാഹ് പറയട്ടെ, യഖ്ലുഖു മാ യശാ.
അവൻ ഉദ്ദേശിക്കുന്നത് മുഴുവനും അള്ളാഹു ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. ഇഴജന്തുക്കളിൽ, കൊച്ചു കൊച്ചു പറവകളിൽ, പ്രാണികളിൽ, വൈറസുകളിൽ, അമീബിയ അടക്കമുള്ള കൊച്ചു കൊച്ചു ജീവജാലങ്ങളിൽ മനുഷ്യ ചിന്തകൾക്കൊരിക്കലും ആലോചിക്കാൻ കഴിയാത്ത വിധം വളരെ സൊഫിസ്റ്റിക്കേറ്റഡായി ചെറിയ ചെറിയ സാധനങ്ങൾക്ക് പോലും ബ്രെയിനും 2 കണ്ണും ഹാർട്ടും ലിവറും അവർക്ക് ഇൻറ്റസ്റ്റൈൻ അടക്കം അവൻ്റെ എക്സ്ക്രീഷൻ്റെ ഓർഗാൻസ് അടക്കം എല്ലാം കൊടുത്തുകൊണ്ടാണ് കൊച്ചു ജീവികളെപ്പോലും അള്ളാഹു ഡിസൈൻ ചെയ്യുന്നത്. വലിയ വലിയ ആനടക്കം ചെറിയ കൊതുകിലേക്ക് എല്ലാറ്റിലും എല്ലാ അവയവങ്ങളും അള്ള കൊടുക്കും. എല്ലാ പാർട്സും ക്ലിയറാണ്. സാധനത്തിന് വലുപ്പം കുറവാന്ന് മാത്രം, എല്ലാം ഉണ്ട് അതിൽ. യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നത് മുഴുവനും അള്ളാഹു സൃഷ്ടിക്കുന്നുണ്ട്. യഹബു ലിമൻ യശാഉ ഇനാഥാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ദാനമായി കൊടുക്കുന്നുണ്ട് പെൺകുട്ടികളെ. യഹബു ദാനമാണ്, നമ്മൾ കേട്ട ആയത്താണിത്, ചർച്ച ചെയ്ത ആയത്താണിത്. പക്ഷേ യഹബു അള്ളാഹു കൊടുക്കുന്ന ദാനമാണ് പെൺകുട്ടികൾ. ചില പറയും എനിക്കൊരു ആൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ, ആൺകുട്ടിയെ കൊണ്ട് ഇവന് തലവേദന വരലാണോ? അല്ല, ഇസ്സത്തുള്ള 3 പെൺകുട്ടികൾ അള്ളാഹു നൽകി. ആ പെൺമക്കളെ ശരിക്ക് വളർത്തിക്കൊണ്ടുവന്നു. അവർക്ക് പുതിയാപ്പിളമാരെ ഏൽപ്പിച്ചു കൊടുത്തു. നല്ല അന്തസ്സുള്ളൊരു പുതിയാപ്പിള, അള്ളാഹുവിനെ ഭയപ്പെടുന്നൊരു പുതിയാപ്പിളയെ കിട്ടി. സ്വന്തം മകനിൽ നിന്ന് കിട്ടുന്ന നന്മയെക്കാളും സ്വന്തം മകളുടെ പുതിയാപ്പിളയെ നിന്ന് അള്ളാഹു കൊടുത്തേക്കും. പിന്നെ എന്തിനാ പേടിക്കുന്നത്? അള്ളാഹു നൽകുന്ന ദാനമാണ്. യഹബു, ഹിബത്ത് എന്ന് പറയില്ലേ, ഹിബ ദാനം എന്നതിൻ്റെ അർത്ഥം. വയഹബു ലിമൻ യശാഉ അദ്ദുകൂർ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന ദാനമാണ് മുഴുവൻ ആൺകുട്ടികളാകുന്നത്. അവർക്ക് ആഗ്രഹം പെൺകുട്ടിനെ കിട്ടാനായിരിക്കും. പെൺകുട്ടികൾ ചിലപ്പോൾ പറയും, ഉള്ളവർ മാത്രം പറയേ, പെൺകുട്ടികൾ മാത്രമുള്ളവർ പെൺകുട്ടികളെ കിട്ടാൻ ആഗ്രഹമുണ്ട്, എൻ്റെ കുട്ടിനെ മണേ 5-6 കൊണ്ടേക്കോ അങ്ങനെയൊക്കെ പറയും ചിലപ്പോൾ അല്ലേ. പെൺകുട്ടികൾ തന്നെ ആയപ്പോൾ ഇനി അടുത്തത് ആൺകുട്ടിയാവുമെന്ന് വിചാരിച്ച ഒരു പ്രസവം കൂടെ, അങ്ങനെ 3 കുട്ടിയായി, ഒന്നും കൂടെ ചിലപ്പോൾ അള്ളാഹു ആൺകുട്ടിനെ തന്നാലോ, അതും പെൺകുട്ടി, അങ്ങനെ 8 പെൺകുട്ടികളെ ഇഞ്ഞ നിർത്തുകയെന്ന് ഉദ്ദേശിച്ചു. അങ്ങനെ സുബ്ഹാൻ, അങ്ങനെ എത്ര ഉണ്ട് അങ്ങനെ സുബ്ഹാനല്ലാഹ്. ഒരു പെൺകുട്ടിയായി കിട്ടുമോ എന്ന് വിചാരിച്ച് അങ്ങനെ ആഗ്രഹിച്ച് നടക്കുന്നവർ. അല്ലാഹു പറയുന്നു, ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർള്, ആൺകുട്ടി ജനിക്കുന്നതും പെൺകുട്ടി ജനിക്കുന്നതും ഒരു പെണ്ണിൻ്റെയോ ആണിൻ്റെയോ കഴിവല്ല, അവരുടെ അധികാരമല്ല. ഒരു ഭാര്യയെ, ഒരു ഭർത്താവിനെ അതിന് പഴിചാരാനും പറ്റില്ല, ഇവർക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർള്, ഇത് എൻ്റെ അധികാരമാണ്. അല്ലാഹു പറയും, ഇത് ഞാനാ തീരുമാനിക്കുക ആരോടെ വരണമെന്നത്, നിങ്ങളല്ല, ഭാര്യയല്ല. പെൺകുട്ടി ജനിച്ചുകൊണ്ട് ഭാര്യനെ ഡിസ്മിസ് ചെയ്യണ്ട, അവളെ കുറ്റമല്ല, നിൻ്റെ കഴിവുമല്ല ആൺകുട്ടി ജനിക്കുന്നത്. പിന്നെ എന്തിനാ? ഔ യുസൗവിജുഹും ദുക്റാനൻ വ ഇനാഥാ, അല്ലെങ്കിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അല്ലാഹു കൊടുക്കുന്നുണ്ട്, മിക്സ് ചെയ്തിട്ട് കൊടുക്കും. ആൺകുട്ടിയും കൊടുക്കും, പെൺകുട്ടിയും കൊടുക്കും. വയജ്അലു മൻ യശാഉ അഖീമാ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ അല്ലാഹു പ്രസവിക്കാത്തവരാക്കി മാറ്റും, അല്ലെങ്കിൽ ജനനശേഷി നഷ്ടപ്പെട്ടവരായിട്ട്, ആണിനോ പെണ്ണിനോ ആവാം. അഖീമ, ജന്മന അവർക്ക് മക്കൾ ജനിക്കാത്ത അവസ്ഥയിൽ അള്ളാഹു പടക്കുന്നുണ്ട്. ഇത് എൻ്റെ ദാനമാണ്. യഹബു, ഞാൻ ചെയ്യുന്ന ദാനമാണ്. നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് പാഠങ്ങളുണ്ട്. ജീവിതത്തെ ടെൻഷൻ അടിക്കരുത്, മക്കളില്ല എന്ന് വിചാരിച്ച്. ഒരു കുഞ്ഞില്ലെങ്കിൽ നാട്ടുകാരായ എത്രയോ മക്കൾ, ഇതൊക്കെ എൻ്റെ കുട്ടികളാണെന്ന് വിചാരിച്ചൂടെ? യതീമക്കളായ ആളുകൾ, നിരാലംബരായ ആളുകൾ, അവരെ ഏറ്റെടുത്തൂടെ? എൻ്റെ കുഞ്ഞിനെ പോലെ ഞാൻ വളർത്തുന്നു, സംരക്ഷണം കൊടുക്കുന്നു. ഒരു കുഞ്ഞ് എനിക്ക് ജനിക്കുകയും ആ കുഞ്ഞ് എനിക്ക് അപമാനമായി മാറുകയും ചെയ്യുന്നതിനേക്കാളും അള്ളാഹു ഖൈറുദ്ദേശിച്ചത് അങ്ങനത്തെ ഒരു മോൻ ജനിക്കാതിരിക്കുന്നതല്ലേ. യഹബു ലിമൻ യശാ, അള്ളാഹു നൽകുന്ന ദാനമാണ് ഉഖ്മ്. പ്രസവിക്കാതിരിക്കുന്നത് പോലും അള്ളാഹുവിൻ്റെ ദാനമാണത്രേ. അതങ്ങനെ മനസ്സിലാക്കിയാൽ ഇതൊക്കെ ജീവിതത്തിൻ്റെ പൂരണങ്ങളാണ്. ജീവിക്കണമെങ്കിൽ മക്കളുണ്ടാവണമെന്ന് വിചാരിക്കേണ്ട. അതിനാണ് അൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തിദ് ദുനിയ. ജീവിതത്തിൻ്റെ പൂരകങ്ങളൊന്നുമല്ല, ജീവിതത്തിൻ്റെ അലങ്കാരമാണ്. വീടുണ്ടാക്കിയിട്ട് പെയിൻ്റ് അടിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ താമസിക്കാൻ പറ്റൂല്ലേ? മഴയും വെയിലും കൊള്ളൂലെങ്കിൽ. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനായൊരു മനുഷ്യൻ്റെ ഇസ്സത്ത് അല്ലാഹുവിനെ കൊണ്ടാണ്, മക്കളെ കൊണ്ടല്ല, സമ്പത്ത് കൊണ്ടല്ല.
ഒരു മനുഷ്യന് ഇസ്സത്തുണ്ടാകുന്നത്, അഭിമാനമുണ്ടാകുന്നത് അള്ളാഹുമായി ബന്ധിക്കുമ്പോഴാണ്. നിങ്ങളും അള്ളാഹും തമ്മിൽ എത്ര ബന്ധമുണ്ട്, നിങ്ങളും അള്ളാഹിൻ്റെ റസൂലും തമ്മിൽ എത്ര ബന്ധമുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ദീനിന് എത്ര സ്ഥാനമുണ്ട്, അതാണ് നിങ്ങളുടെ ഇസ്സത്ത്. നിങ്ങളുടെ സമ്പത്തല്ല, നിങ്ങളുടെ മക്കളും അല്ല. ഇതൊക്കെ അള്ളാഹു നൽകുന്ന സീനകളാണ്. സീനത്തുൽ ഹയാത്തി ദുനിയ. അതുകൊണ്ടാണ് മനുഷ്യന്മാർക്ക് ഇതിൽ മടുപ്പ് വരുന്നത്. എത്രയോ മനസ്സിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സംഗതികൾ ദുന്യാവുമായി ബന്ധപ്പെട്ടത് കുറച്ച് കഴിഞ്ഞാൽ അത് മടുത്തു എന്ന് പറയും. അത് വീടായാലും വാഹനമായാലും കുടുംബമായാലും, കുടുംബം എന്ന് പറയാൻ പറ്റില്ല, ഒഴിവാക്കാൻ വയ്യല്ലോ, പെണ്ണുങ്ങൾ കേൾക്കേണ്ടതൊന്നും. അപ്പോൾ ജീവിതത്തിൽ എന്ത് ചെയ്യും, ദുന്യാവ് അങ്ങനെയാണ്. എല്ലാറ്റിനോടും മടുപ്പ് വരും. എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു, ആദ്യം ഒരു മൊബൈൽ വാങ്ങിച്ചു, എന്തായിരിക്കും കൊണ്ടടക്കില്ല, തോത്തി തുടച്ചിട്ട് 2 ആഴ്ച ഉണ്ടാവും. അത് കഴിഞ്ഞാൽ സ്ക്രാച്ച് ഒന്ന് വീണാൽ മതി, പിന്നെ ഇനിയിപ്പോൾ എന്താ, അത്രയേ ഉള്ളൂ. ദുന്യാവിൻ്റെ കാര്യം അങ്ങനെയാണ്. ആദ്യം ഇങ്ങനെ മെനുക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുനടന്നിട്ട് ടർക്കിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേലെയായിരിക്കും മൊബൈൽ വെക്കുക, കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ അത് എവിടെയെങ്കിലും ചാടി കിടക്കുന്നുണ്ടാവും. ആദ്യം വിചാരിച്ചു ഇത് ഭയങ്കര സംഗതിയാണെന്ന്, പിന്നെ തോന്നി അതിലൊന്നുമില്ലല്ലോ എന്ന്. ദുന്യാവ് അങ്ങനെയാണ്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, ഏത് മനുഷ്യനും അല്ലാഹു അടിസ്ഥാനമായ സംഗതി ഇവിടെ നൽകുന്നുണ്ട്. മൻ അസ്ബഹ മുആഫൻ ഫീ ബദനിഹി ആമിനൻ ഫീ സിർബിഹി. ഒരു മനുഷ്യൻ്റെ സുരക്ഷിതത്വത്തിന് ഭീഷണിയില്ലാത്ത വിധം അല്ലാഹു നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യം നൽകുകയും, നിങ്ങൾ നേരം പുലരുമ്പോൾ ആരോഗ്യമുണ്ട്. ഹദീസ് നമ്മൾ കഴിഞ്ഞ ആഴ്ച അനുസ്മരിച്ചു. നിങ്ങൾ നേരം വെളുത്തപ്പോൾ നല്ല ആരോഗ്യാവസ്ഥയിലാണ്. ആമിനൻ ഫീ സിർബിഹി, തൻ്റെ കൊച്ചു കൂരയിൽ അവൻ സുരക്ഷിതനാണ്. അപ്പം നമ്മുടെ സുരക്ഷിതത്വം ആരോഗ്യപരമായും നമ്മുടെ സോഷ്യൽ വെൽബീയിങ്, നമ്മുടെ ഫിസിക്കൽ വെൽബീയിങ്, ഇത് രണ്ടും ക്ലിയറാണ്. വഇൻദഹു ഖൂതു യൗമിഹി, ആ ഒരു ദിവസം കഴിച്ചുകൂട്ടാനുള്ള ഭക്ഷണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഫകഅന്നമാ ഹീസതു ലഹു ദുനിയ ബിഹദാഫീരിഹാ, ഈ ലോകം മുഴുവനും നിങ്ങൾക്ക് അല്ലാഹു തന്നതിന് തുല്യമല്ലേ അത്. അത്രേ ഉള്ളൂ. ഒരുപാട് സമ്പത്തുണ്ടായിട്ടില്ല. മക്കളെ പറഞ്ഞു, ഇവിടെ നിങ്ങളെ കുട്ടികളൊക്കെ നിങ്ങൾ ചുറ്റുമുണ്ട്, അങ്ങനെ നേരം വെളുത്താൽ അതല്ല, നിങ്ങൾ നേരം വെളുത്തു, നിങ്ങളുടെ പോലെ പൊളിഞ്ഞാടിയിട്ടില്ല, നിങ്ങൾക്ക് അന്ന് കഴിക്കാനുള്ള ഭക്ഷണം ദുന്യാവ് നിങ്ങളുടെ കയ്യിൽ കിട്ടി. ഇനി ബാക്കിയൊക്കെ അതിൻ്റെ സീനകളാണ്. അടിസ്ഥാനം ഇത്രയേ വേണ്ടൂ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അടിസ്ഥാനമുണ്ടെങ്കിൽ ഒരു മനുഷ്യന് സന്തോഷിക്കാം. നിൽക്കാനൊരു ഇടം കിട്ടിക്കഴിഞ്ഞാൽ റാഹത്തല്ലേ. നല്ല ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യാമെന്ന് വിചാരിക്കുക. ട്രെയിനിലൊക്കെ ആദ്യം ഒരൊറ്റ കാല വെക്കുക അതിൻ്റെ ഉള്ളിലേക്ക്, പിന്നെ അത് 2 ആക്കി മാറ്റും, പിന്നെ ഒന്ന് ചാരി നിന്ന് നോക്കും, പിന്നെ ഒന്ന് അല്പം പിന്നെ കടക്കും അവിടെ, അല്ലേ? അങ്ങനെയാണ്. മെല്ലൊറ്റ കാലം വെക്കാനുള്ള സ്ഥലം കിട്ടിയാൽ മതി എന്ന് പറയാം. പിന്നെ സ്വന്തം സീറ്റായി പ്രഖ്യാപിക്കും. അപ്പോൾ ദുന്യാവ് അങ്ങനെയാണ്. അടിസ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറിയില്ലേ, സ്ലീപ്പറോ AC അതൊന്നും നോക്കണ്ട. ജനറലെങ്കിൽ ജനറൽ, വണ്ടി ഓടുന്നുണ്ടല്ലോ, ഡെസ്റ്റിനേഷനിലേക്ക് എത്താനുള്ള വകുപ്പുണ്ടല്ലോ, മതി, അൽഹംദുലില്ലാഹ്. ബാക്കിയൊക്കെ സീനകളാണ്. അതുകൊണ്ട് സീനത്തില്ല എന്ന് വിചാരിച്ച് എന്ത് ചെയ്യരുത്, മനുഷ്യൻ ടെൻഷൻ അടിക്കരുത്. അതാണ് അള്ളാഹു പറയുന്ന അർത്ഥം. ടെൻഷൻ അടിക്കരുത്, പ്രത്യേകിച്ച് മലയാളി മുസ്ലിങ്ങളോട്. വെറും ടെൻഷൻ എന്നല്ലാതൊരു പരിപാടിയില്ല. എന്തിനായി ടെൻഷൻ അടിക്കണത്? എന്താ കൊണ്ട് കിട്ടാൻ പോണത്? എനിക്കറിയില്ല എന്തിനാണ് എപ്പോഴും ടെൻഷൻ. ഏത് നേരത്തും വീട്ടിൽ സുഖമില്ലാത്തവരുണ്ട്, അത് ആർക്കല്ലാത്തത്. കുറച്ച് കടം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, അത് ആർക്കല്ലാത്തത്. പെരപ്പണിയപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവും, തുടങ്ങാൻ പകുതി വഴി നിൽക്കുന്നുണ്ടാവും. പിന്നെ എന്തെങ്കിലുമൊക്കെ വല്ല അങ്ങോട്ടും ഇങ്ങോട്ടും വല്ല ചീത്ത വിളിയോ വല്ല പരിഹാസം ഇടങ്ങാറാക്കുക, ഇതൊക്കെ ആർക്കാ ദുന്യാവിലൊന്നും ഇല്ലാത്തത്? നമ്മൾ അങ്ങനെ മനസ്സിലാക്കണ്ടേ? എന്നിട്ട് നമ്മൾ എന്തിങ്ങനെ സീരിയസ് ആയിട്ട് ഇങ്ങനെ ഒരു ചിരിക്ക പോലും ചെയ്യാതെ അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട മോമിനിയങ്ങളെ. ഒരുപാട് ആർഭാടം അല്ലാഹു നമുക്ക് നൽകുന്നില്ലേ? ഓരോന്നോരോന്ന്. നമുക്ക് ഒരു ദിവസം കഴിക്കാനുള്ള ഭക്ഷണമല്ലല്ലോ, മിനിമം ഒരു 4 ദിവസം കഴിക്കാൻ ബർഗറെങ്കിലും ചെറിയ മോട്ടാ ചാവലെങ്കിലും കഴിക്കാനുള്ള പൈസ കയ്യിൽ തരുന്നില്ലേ പഠിച്ചോനെ? അൽഹംദുലില്ലാഹ്. എത്ര സീനയാണതൊക്കെ, അൽഹംദുലില്ലാഹ്. അപ്പോൾ അള്ളാഹു പറയാണ്, ഇതൊന്നുമല്ല വിഷയം. വൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, ബാക്കിയായി നിൽക്കുന്ന നിങ്ങൾക്ക് അവശേഷിച്ച് കിട്ടുന്ന നന്മകളുണ്ടല്ലോ, അതാണ് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് നല്ലത്. അതാണ് നല്ലത്. അള്ളാഹിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ എന്താണ് പടച്ച തമ്പുരാൻ ഇഷ്ടമെന്ന് നോക്കാതെ നമ്മൾ വീട്ടിലേക്ക് സാധനം കൊണ്ടുപോവുക. പ്രവാസികളാണ് വേഗം പറയാലോ, എന്ത് ചെയ്യും, വേഗം ഒരുപാട് സാധനം നമ്മൾ അവിടെ നിന്നൊക്കെ ഒരുമിച്ച് കൂട്ടി പാക്ക് ചെയ്ത് അവസാനം വല്ല ആവേശത്തോടുകൂടെ മക്കളൊക്കെ വരുമെന്ന് പറഞ്ഞ് പെട്ടി പൊളിക്കാൻ പോവുക. അങ്ങനെ പരിപാടിയില്ലേ? അപ്പം ഇങ്ങനെ അപ്പുറത്തുനിന്ന് ഇതേനിപ്പോൾ 30 കിലോ എന്ന് പറഞ്ഞാൽ
ഇതായിരുന്നപ്പോൾ വലിയ കാര്യത്തിൽ തുറന്നത്, എന്താ ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ളത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ടെൻഷനായി അല്ലേ? അത് ചോദിക്കുമെന്ന് വിചാരിച്ച് പോയാൽ മതി ആദ്യം. അങ്ങനെ ഇതായിരുന്നിപ്പോൾ ഇത്ര സാധനം കൊണ്ടുവരുന്നുണ്ട്, ആർക്കേ ഇപ്പം എന്താ കിട്ടിയത്? ഇത് പാക്ക് ചെയ്യുമ്പോൾ ഒരുമിച്ച് തൂക്കുമ്പോൾ വലിയ തൂക്കം തോന്നും ചെയ്യും. സംഗതി ഒന്നും ഉണ്ടാവില്ല. അവർക്ക് ആവശ്യമുള്ളത് കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങൾ എന്തൊക്കെയോ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ അവിടെ ആവശ്യമുള്ളതായിരുന്നു കൊണ്ടുപോകേണ്ടിയിരുന്നത്. അതൊരവർക്ക് ആവശ്യമാണോ? അതവർക്ക് ഉപകാരപ്പെടുന്നുണ്ടോ ഇല്ലയോ? ഇതാണോ അവർ മുൻഗണന കൊടുക്കുന്ന സാധനം നമ്മളെ കൊണ്ട് സാധിക്കുന്നത്? ഇത് നോക്കാതെ നമ്മൾ ബൾക്കായിട്ടാണ് പാക്ക് ചെയ്തു. അതല്ല. വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക്. നിങ്ങൾ എന്തെല്ലാം ഇവിടെ നിന്ന് ഒരുമിച്ച് കൂട്ടിയാലും അള്ളാഹുവിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത്, അള്ളാഹ്ക്ക് വേണ്ടതും അള്ളാഹ് ഇഷ്ടപ്പെടുന്നതും നിങ്ങൾ ചെയ്യുന്ന നന്മകളാണ്, ബാക്കിയാവുന്ന നന്മകളാണ്. അതുകൊണ്ട് നിങ്ങൾ നന്മകളെ സംബന്ധിച്ച് നന്മ ചെയ്യാൻ ജീവിക്കുക, ജീവിതത്തിൽ നന്മ ശീലമാക്കുക എന്ന് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് ആഹ്വാനം ചെയ്യുകയാണ്. വൽ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന വാക്കിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിക്റുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദ്ദേശ്യം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതനുസരിച്ച് സ്വലവാത്തുൽ ഖംസ് നിങ്ങളുടെ 5 നേരത്തെ നിസ്കാരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഹദീസ് അങ്ങനെയാണ്. വൽ ബാഖിയാത്തു സ്വാലിഹാത്തിന് അങ്ങനെ അർത്ഥമുണ്ട്. ഒരുപാട് തഫ്സീറുകളുണ്ട് കേട്ടോ. അൽ കലിമുൽ ഖംസ് നിങ്ങൾ ചൊല്ലുന്ന 5 വാക്കുകളാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ഈ 5 കലിമത്തുകളാണെന്നും 5 നേരത്തെ നിസ്കാരമാണെന്നും, എന്നാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകളും അള്ളാഹുവിന് ഇഷ്ടമുള്ളത്, അതൊക്കെയാണ് ഇതിൻ്റെ ആശയം. വൽ ബാഖിയാത്തു സ്വാലിഹാത്ത് ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമല. അള്ളാഹുവിൻ്റെ അരികത്തേക്ക് ചെല്ലുന്നത് ഖിയാമത്ത് നാളിലാണ്. അതുകൊണ്ടാണ് തൊട്ടടുത്ത ആയത്തിൽ ഖിയാമത്തിനെ പറ്റി അള്ളാഹ് പറയാൻ പോകുന്നത്. വയൗമ നുസയ്യിറുൽ ജിബാല വതറൽ അർള ബാരിസതൻ വഹശർനാഹും ഫലം നുഗാദിർ മിൻഹും അഹദ. വയൗമ നുസയ്യിറുൽ ജിബാൽ, പർവ്വതങ്ങളെ നമ്മൾ പറത്തിക്കളയുന്ന ദിവസം. വതറൽ അർള ബാരിസതൻ വഹശർനാഹും, അല്ലാഹു തആല ഭൂമിയെ അതിനുള്ളിൽ നിന്നുള്ള സർവരെയും പുറത്തെടുത്ത് വഹശർനാഹും, എല്ലാവരെയും ഞാൻ മഹ്ശറയിലേക്ക്, അർളുൽ മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടും. ഫലം നുഗാദിർ മിൻഹും അഹദ, ഒരൊറ്റ കുട്ടിയും ഞാൻ അവിടെ നിന്ന് ഒഴിവാക്കൂല, എല്ലാവരും ഉണ്ടാവും. വിചാരിക്കും എന്നെ മറന്നുപോയാൽ മതിയായിരുന്നു. അങ്ങനെ ഉണ്ടാവില്ല, എല്ലാവരും ഉണ്ടാവും അവിടെ. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഇപ്പോൾ MD-ക്കോ അല്ലെങ്കിൽ എൻ്റെ CEO-ക്കോ ഒരു പക്ഷേ മുഴുവൻ സ്റ്റാഫിനെ അറിഞ്ഞില്ല എന്ന് വരും. വേറെ ആളെ കൊണ്ട് ഒപ്പിടിച്ചിട്ടോ വിരലും മുറിച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പല കമ്പനിയിലും കുടുങ്ങിയത്. ഇത് പഞ്ചിങ്ങിന് അല്ലെങ്കിൽ അതും ആളയക്കും. ആൾ വന്നിട്ടുണ്ടോ ഇല്ലേ അറിയാൻ പറ്റൂല. രേഖയിലുണ്ട്, പക്ഷെ ആൾ ഫിസിക്കലി അവൈലബിൾ അല്ല. അങ്ങനെ ഉണ്ടാവുന്നില്ലേ? അള്ളാഹുവിൻ്റെ മുമ്പിൽ ആരും വിട്ടുപോകും, എല്ലാവരും. വലം നുഗാദിർ മിൻഹും അഹദ, ഫലം നുഗാദിർ മിൻഹും അഹദ, ഒരൊറ്റ ആൾ പോലും വിട്ടുപോവാതെ ഞാൻ എല്ലാവരെയും കൊണ്ടുവരും. കാരണം എനിക്കറിയാം ഞാൻ സൃഷ്ടിച്ച സൃഷ്ടികളെ. അഹ്സാഹും അദദ, എണ്ണം കൃത്യമാണ് അള്ളാഹുവിൻ്റെ അടുത്ത്. അങ്ങനെയാണ്. മനുഷ്യർ എത്ര ജീവിച്ചിരിപ്പുണ്ട്, എത്ര ആൾ മരിച്ചു, ഇനി എത്ര ആൾ ജനിക്കാൻ പോകുന്നു. അഹ്സാഹും അദദ, കൃത്യമായ കണക്ക് അള്ളാഹുവിൻ്റെ കയ്യിലുണ്ട്. അതാണ് അള്ളാഹുവിൻ്റെ ലോകം. അപ്പോൾ അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു മിൻ ഹദീസ് സമുറത്ത് ബിൻ ജുൻദുബ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഉൻ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വചനങ്ങൾ 4 എണ്ണമാണ്. ലാ യദുറുക ബിഅയ്യിഹിന്ന ബദഅത, ആ 4 ദിക്റുകളിൽ ഏത് നിങ്ങൾ തുടങ്ങിയാലും അല്ലാഹുക്ക് കുഴപ്പമില്ല. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇത് അല്ലാഹുവിന് ഇഷ്ടമാണ്. നിങ്ങൾ സുബ്ഹാനല്ലാഹ് വെച്ച് തുടങ്ങിയാലും അൽഹംദുലില്ലാഹി സുബ്ഹാനല്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അങ്ങനെ ചൊല്ലാം. അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ് എങ്ങനെ തുടങ്ങിയാലും ഈ 4 വാക്കുകൾ അഹബ്ബുൽ കലാമി ഇലല്ലാഹ്, മനുഷ്യരുടെ വാക്കുകളിൽ അല്ലാഹുവിന് ഇഷ്ടമുള്ളത് ഈ 4 എണ്ണമാണ്. ലാ യദുറുക ബിഅയ്യിഹിന്ന ബദഅത, നിങ്ങൾ ഏതുകൊണ്ട് തുടങ്ങിയാലും പ്രയാസമില്ല. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ വചനമാണ് ബാഖിയാത്തു സ്വാലിഹാത്തിന്റെ ഭാഗമായി വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അർബഉൻ ഹുന്ന മിൻ അത്യബിൽ കലാം, 4 വചനങ്ങൾ ഇത് അല്ലാഹുവിന് ഇഷ്ടമുള്ള വാക്കുകളാണ്. വഹുന്ന മിനൽ ഖുർആൻ, ഇത് വിശുദ്ധ ഖുർആനിൽ പരാമൃഷ്ടമായ വാക്കുകളാണ്.
ലാ യദുറുക ബിഅയ്യിഹിന്ന ബദഅത, ഏത് തുടങ്ങിയാലും കുഴപ്പമില്ല. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ നീ മഹോന്നതനാണ് റബ്ബേ. നിന്നെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ നിന്നെ സംബന്ധിച്ചുള്ള അറിവ് ബെവൽഡറിങ്, നമ്മൾ അന്തം വിട്ടുപോകും. അങ്ങനെയാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ വളരെ അത്ഭുതകരമാണ് അള്ളാഹുവിൻ്റെ ലോകം. എന്തായിരിക്കും അള്ളാഹുവിൻ്റെ ലോകം? ആരാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല? അവൻ്റെ സൃഷ്ടിപ്പ്, അള്ളാഹുവിൻ്റെ അധികാരം ഒക്കെ നമ്മൾ ആലോചിക്കുക. അള്ളാഹിനോട് അസൂയ തോന്നുന്നുണ്ട്, പടച്ചോൻ എങ്ങനെ ഇതൊക്കെ കിട്ടിയത്, എനിക്കെന്തേ കിട്ടാൻ ചെയ്ത്, അങ്ങനെ ചിലർ ചിന്തിക്കുക. അത് അസൂയയാണ്, അത് വേണ്ടാന്ന് പടച്ചോൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. നീ അതിനെക്കുറിച്ച് ആലോചിക്കല്ലേ, നീ എൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കുക, നിനക്ക് എന്നെ മനസ്സിലാവും. അർബഅൻ, 4 വിഷയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പ്രപഞ്ചത്തിൽ സൂര്യോദയം നടക്കുമ്പോൾ സൂര്യപ്രകാശം എവിടെയെല്ലാം തട്ടുന്നുണ്ടോ ആ വസ്തുക്കളിൽ നിന്നെല്ലാം എനിക്കിഷ്ടമായത് എന്ന് പറഞ്ഞാൽ ഈ ലോകവും അതിലുള്ള സർവ്വതും എന്നാണ് അതിൻ്റെ ഉദ്ദേശ്യം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഹബീബിൽ നിന്നത് കേൾക്കുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅൻ നഖൂല സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അഹബ്ബു ഇലയ്യ മിമ്മാ ത്വലഅത അലൈഹി ശംസ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും എനിക്ക് ലഭിക്കുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് ഈ 4 വാക്കുകളാണ്. അതാണ് അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന ആയത്തിൻ്റെ വചനം കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിൻ്റെ മുമ്പിലേക്ക് വരുന്നു. അൻ ഉമ്മിഹാനി ബിൻതി അബീ ത്വാലിബ്, നബി തങ്ങളുടെ അമ്മായി ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ, അവരുടെ വീട്ടിൽ നിന്ന് ഇസ്രാ മിഅ്റാജ് ഒക്കെ ഉണ്ടായത്. മഹദി റളിയല്ലാഹു അൻഹ പ്രായമായപ്പോൾ മർറ ബി റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ ഹബീബ് എൻ്റെ അരികത്ത് കൂടെ അങ്ങനെ നടന്നുപോയി. ഞാൻ പറഞ്ഞു, നബിയേ ഇന്നി ഖദ് കബുർതു വദഅഫ്തു, നബിയേ ഒരുപാട് പ്രായമായി, നടക്കാനും ഓടാനും ഇരിക്കാനും ഒന്നും പറ്റാത്ത അവസ്ഥയായി, ഒരുപാട് പ്രായമായല്ലോ നബിയേ. ഫമുർനി ബിഅമലിൻ അഅമലുഹു അന ജാലിസ, വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരും നബിയേ. ഒരു തവാഫ് ചെയ്യേ അല്ലെങ്കിൽ സഅയ് ചെയ്യേ, ഇതൊന്നൊക്കെ പ്രയാസമായി നബിയേ. നിസ്കാരം തന്നെ ഇരുന്നിട്ടാണ്, അതുകൊണ്ട് ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന നല്ല കൂലി കിട്ടുന്ന വല്ലതുണ്ടോ, അത് പറഞ്ഞു തരും നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളങ്ങനെ മലയാളികൾ പറയില്ലേ, അധ്വാനം എന്നില്ല, വീട്ടിലിരുന്നിട്ട് കിട്ടുന്ന ശമ്പളം വല്ല അങ്ങനത്തെ വല്ല ജോലി ഉണ്ടോ, ഒരു പണിയും ചെയ്യാതെ. സുബ്ഹാനല്ലാഹ്. ആഖിറത്തിൻ്റെ വിഷയത്തിൽ വല്ലതുണ്ടോ എന്നാ ഉമ്മുഹാനി ബീവി ചോദിക്കുന്നത് റളിയല്ലാഹു അൻഹ. പൊന്നാര നബിയെ ഖബുർത്തു, ഒരുപാട് പ്രായമായി, ക്ഷീണായി, വയ്യ, ശരീരമൊക്കെ ആരോഗ്യമൊക്കെ പോയി. ഈ പ്രായമാകുമ്പോൾ വല്ലാത്ത അവസ്ഥയാണല്ലേ, ആലോചിച്ച് നോക്കിയാലേ. പ്രായമാകുമ്പോൾ പിന്നെ അപ്പുറത്തേക്ക് ഇനി കുട്ടിത്തം വരാൻ പോകണ്ടെന്നില്ലല്ലോ. ചെറിയ കുട്ടികൾ മീശ ഇല്ലാത്തതിന് മീശ മുളക്കാൻ പോകണ്ടെന്നെങ്കിലും വിചാരിക്കുക. മുളച്ചവർക്ക് ഞാൻ നിരക്കാൻ പോകുന്നുണ്ടെന്ന്, പിന്നെ അതിൻ്റെ ശേഷം പിന്നെ ഇവിടുന്ന് പോവന്നെ. അതല്ല അതിൻ്റെ സൈക്കിൾ. അള്ളാഹു നമ്മളെ മെൻ്റലി പ്രിപ്പയർഡ് ചെയ്യാന്ന, മാനസികമായിട്ട് യൗവനത്തിൽ മരിക്കുമ്പോൾ ഒരു പക്ഷേ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസം ഉണ്ടാവും. പക്ഷെ വാർദ്ധക്യത്തിൽ മരിക്കുമ്പോൾ മെൻ്റലി നമ്മൾ റെഡി ആയിരിക്കും. ഇനിയിപ്പോൾ എന്താ, ഞാനിപ്പോൾ ഇങ്ങനെ കടന്ന് ഇവരെന്നെ നോക്കി കുറേ ഗ്ലൂക്കോസും കയറ്റി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്ന് ഡോക്ടർ പറയും നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കോളി, വീട്ടിൽ നിന്ന് പറയാം ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിക്കോളി, എന്തിനാണ് ഇങ്ങനെ കിടക്കണത്, അള്ളാഹു നീ എന്നെ കൊണ്ടുപോയിക്കോ, ഞാൻ വരാൻ റെഡിയാണ്. മാനസികമായി തയ്യാറാവും. അതിനാണ് ഈ വാർദ്ധക്യം അള്ളാഹു തന്നത്. മനുഷ്യൻ്റെ ജീവിത സൈക്കിളിലെ വലിയൊരു അത്ഭുതമാണിത്. അല്ലെങ്കിൽ നമുക്ക് മരിക്കാൻ വലിയ പ്രയാസം തോന്നും. അള്ളാഹു നമുക്ക് മരണം വരെ ആഫിയത്ത് നിലനിർത്തി തരട്ടെ, ആരോഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുന്നാര നബിയേ ഫമുർനി ബിഅമലിൻ അഅമലുഹു വഅന ജാലിസ, വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും അമൽ എനിക്ക് പറഞ്ഞു തരണം. സബ്ബിഹില്ലാഹ മിഅത തസ്ബീഹ, 100 തവണ സുബ്ഹാനല്ലാഹ് എന്ന് പറയണം ഉമ്മുഹാനി. 100 തവണ സുബ്ഹാനല്ലാഹ്. എന്താ പ്രതിഫലം എന്നറിയോ? ഫഇന്നഹാ തഅദിലു ലകി 100 റഖബത്തിൻ തുഅതിഖീനഹാ മിൻ വൽദ് ഇസ്മാഈൽ. ഇസ്മാഈൽ നബി അലൈഹിസ്സലാമിൻ്റെ വംശപരമ്പരയിൽ അടിമകളായി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ 100 പേരെ നിങ്ങൾ മോചിപ്പിക്കുന്നതിൻ്റെ കൂലി 100 സുബ്ഹാനല്ലാഹ് അല്ലാഹു നിങ്ങൾക്ക് നൽകും. ഇത് വളരെ സ്വഹീഹായ ഹദീസുകളാണ്, നമ്മൾ ചർച്ച ചെയ്യുന്ന മൊത്തം അങ്ങനെയാണ്. 100 സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴോ ഓഫീസിലേക്ക് പോകുമ്പോഴോ നടക്കുമ്പോഴോ ലഞ്ച് ബ്രേക്കിൽ നടന്നു പോകുമ്പോഴോ വരുമ്പോഴോ 100 സുബ്ഹാനല്ലാഹ് പറയാൻ എനിക്ക് തോന്നുന്നു 100 മിനിറ്റ് എന്തായാലും വേണ്ട, ഒരു 10 മിനിറ്റൊക്കെ ധാരാളമായിരിക്കും. 10 മിനിറ്റൊന്നും വേണ്ടി വരില്ല ചിലപ്പോൾ. സുബ്ഹാനല്ലാഹ് ശീലമാക്കുക. ഏതായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ, അപ്പോൾ സുബ്ഹാനല്ലാഹ് ശീലിക്കാം. فإنها تعدل لك 100 رقبة
തുഅ്തിഖീനഹാ മിൻ വൽദി ഇസ്മാഈൽ വഹ്മിദില്ലാഹ മിഅത തഹ്മീദ. ഉമ്മുഹാനി, നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് എത്ര പ്രായമാണെങ്കിലും 100 തവണ അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയോ? അൽഹംദുലില്ലാ. നോക്കണം, വയസ്സാവുമ്പോഴാണ് ഈ പറയണത്, അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബേ, നിനക്ക് സ്തുതി പടച്ചവനെ, ഇത്രയും കാലം എന്നെ ജീവിപ്പിച്ചില്ലേ. എത്ര ചെറുപ്പക്കാർ ബൈക്കിലും ആക്സിഡൻറ്റിലൊക്കെ ആയിട്ട് പെട്ടെന്ന് മരിച്ചു പോകുന്നു. പടച്ചവനെ, എനിക്ക് ഇത്രയും കാലം നീ ആയുസ് തന്നില്ലേ, അൽഹംദുലില്ലാ. പിന്നെ ഇച്ചിരി ആരോഗ്യക്കുറവൊക്കെ ഉണ്ട്, സാരല്ല റബ്ബേ, എന്നാലും നീ എന്നെ എത്ര ജീവിപ്പിച്ചില്ലേ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. تعدل لك 100 فرس مسرجة ملجمة تحملين عليها في سبيل الله. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് കടന്നു പോകുന്ന, ശരിക്കും അണിച്ചൊരുക്കപ്പെട്ട അണിയിക്കപ്പെട്ട 100 കുതിരകളെ അള്ളാഹുവിന് ദാനം ചെയ്യുന്നതിൻ്റെ കൂലി അള്ളാഹു 100 അൽഹംദുലില്ലക്ക് നിങ്ങൾക്ക് നൽകും. വകബ്ബിരില്ലാഹ 100 തക്ബീറ. ഉമ്മുഹാനി, നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് 100 തവണ അല്ലാഹു അക്ബർ, അള്ളാഹു ഏറ്റവും വലിയവനാണ് എന്ന് പറഞ്ഞൂടെ? ഫഇന്നഹാ തഅദിലു ലകി 100 ബദനത്തിൻ മുഖല്ലദത്തിൻ മുതഖബ്ബല. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നിങ്ങൾ ദാനമായി ചെയ്യുന്ന 100 ഒട്ടകങ്ങൾക്ക് തുല്യമാണത്. വഹല്ലിലി 100 തഹ്ലീല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 100 തവണ ചൊല്ലിക്കൂടെ ഉമ്മുഹാനി? നിങ്ങളത് ചെല്ലുകയാണെങ്കിൽ തംലഉ മാ ബൈന സ്സമാഇ വൽ അർദ്, ആകാശഭൂമികൾക്കിടയിലുള്ളത് മുഴുവനും നിറക്കാൻ മാത്രം അത് തന്നെ മതി. അപ്പോൾ ഏതാണ് ഈ പറഞ്ഞു കൊടുത്തത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ ദിക്റിനെ ഇതിൻ്റെ ബാക്കിയും കൂടെ ഉണ്ട്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അതുകൂടെ ആകുമ്പോൾ അത് ബാഖിയാത്തു സ്വാലിഹാത്ത്, അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞ പ്രത്യേകമായ ദിക്ർ തന്നെ ഈ ദിക്റാണത്രേ. സുബ്ഹാൻ എന്ന് പറഞ്ഞു നോക്കി, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഈ റിട്ടയർമെൻറ്റിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ ദയവ് ചെയ്ത്, നാട്ടിലിപ്പോൾ ഗൾഫിൽ നിന്ന് മതിയാക്കി പോയ നാട്ടിലെ പ്രധാന പരിപാടി ടി വിൻ്റെ മുമ്പിൽ ഇരിക്കാമെന്നാണ് കേട്ടത്. ഗൾഫ് എക്സ്പാട്രിയേറ്റ്സ് മുഴുവൻ ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാൽ, ടി വി സർവ്വ സീരിയലും സർവ്വ സിനിമയും കണ്ടിട്ട് ടി വിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക. പുറത്തിട്ട് പോകില്ല, ഒരു പണിയിട്ട് ചെയ്യാനും പോകുന്നില്ല. ഞാനിപ്പോൾ ഗൾഫ് മതിയാക്കി പോകുന്നില്ലേ, ഇനി നമ്മൾ ഇതിൻ്റെ മുമ്പിൽ ഇരിക്കാനാണ്. ഇതാണ് ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന പ്രധാനപ്പെട്ട പരിപാടി. അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടേ ഇവിടുന്ന് പോകാനുള്ള സമയമായിട്ടുണ്ട്. വെക്കേറ്റ് ചെയ്ത് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോഴൊക്കെ പാക്കിങ് തുടങ്ങൂലേ. അടുത്ത മാസം പിന്നെ ഇവിടുന്ന് കറണ്ട് കട്ട് ചെയ്യാൻ പോവുക എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോഴേക്കും അടുത്ത ഷിഫ്റ്റിങ്ങിനെ പറ്റി ആലോചിച്ച് തുടങ്ങൂലേ. സമയമായി തുടങ്ങി. ഈ ദിക്റൊക്കെ ചൊല്ലി പതിവാക്കുക. സുബ്ഹാനല്ലാഹ്, മനസ്സിന് നല്ല റാഹത്തുണ്ടാവും. കാരണം റിട്ടയർമെൻറ്റ് ഒരു തരം ഏകാന്തതയുടെ സമയമാണ്. കാരണം ഒരു മനുഷ്യന് ആരോഗ്യം പോട്ടെ, ഗൾഫിൽ ജോലി നഷ്ടപ്പെട്ട വല്ല വിലയുണ്ടോ? നമ്മളിപ്പോൾ KMCCൻ്റെ നേതാക്കന്മാരും സുന്നി സെൻ്ററിൻ്റെ നേതാക്കന്മാർ വലിയ വലിയ സ്ഥാനങ്ങളൊക്കെ ശരിയാണ്. പണി പോയാൽ ബിസിനസ് ഡൗണായി കയ്യിൽ 5 പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ പുല്ല് വില ഉണ്ടാവില്ല. അങ്ങനെയല്ലേ? നാട്ടിൽ പോകുമ്പോൾ ദയവ് ചെയ്ത് വിസ ക്യാൻസലാക്കി ഇവരാരോടും പറയണ്ട. ഒരു ഇസ്സത്തിൽ ജീവിക്കണമെങ്കിൽ വിസ ക്യാൻസലാന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. അല്ല, ക്യാൻസലാക്കിയിട്ടില്ല പോകാമെന്ന് പറഞ്ഞാൽ പിന്നെ അൽഹംദുലില്ലാ കുറച്ച്. ഇപ്പോൾ മനുഷ്യന്മാർ കാണുന്ന അങ്ങനെയാണ്. ഈ ലോകം അങ്ങനത്തെ ഒരു ലോകമാണ്. അപ്പം നമ്മൾ മെൻ്റലി നമ്മൾ റെഡിയാവുക. മനുഷ്യന്മാർ നോക്കുന്ന മാപ്പിനികൾ അങ്ങനെയാണ്. ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ആർക്കും വേണ്ട, ജോലി നഷ്ടപ്പെട്ട ആർക്കും വേണ്ട, കയ്യിൽ പൈസ അല്ലേ, ഒരു ഒറ്റ മഖ്ലൂക്ക് തിരിഞ്ഞു നോക്കൂല, കടം ചോദിക്കാനാക്കാരം വിളിക്കുന്നത്, ഫോൺ വരെ എടുക്കൂല അല്ലേ? അതല്ല അവസ്ഥ. സുബ്ഹാനല്ലാഹ്, അതൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ആളുകളല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യുക? ബെസ്റ്റ് ഓഫ് ദിക്റിലെ ഏറ്റവും നല്ല ദിക്റാണിത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇത് നിങ്ങൾക്ക് നാളെ ഉപകാരപ്പെടും. അതിൻ്റെ അർത്ഥമറിഞ്ഞ് അതിൻ്റെ ആശയം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ഖൽബിലേക്ക് അള്ളാഹു നൽകുന്ന സമാധാനം വലുതാണ്. സുബ്ഹാനല്ലാഹ്, ഈ പ്രപഞ്ചം മുഴുവനും പടച്ച സംവിധാനിച്ച അള്ളാഹുവേ, നിൻ്റെ മഹത്വം ഉൾക്കൊള്ളാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. നിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു തമ്പുരാനെ. അൽഹംദുലില്ലാഹ്, എല്ലാറ്റിനും നന്ദി നിനക്കാണ് റബ്ബേ. വലാ ഇലാഹ ഇല്ലല്ലാഹ്, there is no one worthy of worship except you. അല്ലാഹ്, നീയല്ലാതെ സുജൂദ് ചെയ്യപ്പെടാൻ, ആരാധിക്കപ്പെടാൻ, ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹനായിട്ട് ആരുമേ ഇല്ല പടച്ചവനെ. അല്ലാഹു അക്ബർ. ഈ ലോകത്തെ സർവ്വതിനേക്കാളും എൻ്റെ മുമ്പിലുള്ള ഏറ്റവും പ്രാമുഖ്യമുള്ള വിഷയം നിൻ്റെ വിഷയമാണ്. നീയാണ് ഏറ്റവും വലുത് എൻ്റെ മുമ്പിലുള്ളത്. ഇത് നമ്മൾ ഇൻറ്റേണലൈസ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് റിട്ടയർമെൻറ്റിലും നമുക്ക് മാനസികമായ ഉല്ലാസവും സമാധാനവും കിട്ടും. അപ്പോൾ എപ്പോഴും പ്രായവൻ കാത്തുകണ്ടേ, ഇനി ഇപ്പം തന്നെ തുടങ്ങാം.
എന്ത് ചെയ്യുക, ഈ ദിക്റൊക്കെ പരിശീലിച്ച് പ്രായമുള്ളവർക്ക് മാത്രമല്ല. ഉമ്മുഹാനി ബീവിയോടത് പറഞ്ഞു കൊടുത്തപ്പോൾ ആ റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ ഓരോ വാക്കിൻ്റെയും മഹത്വം പറഞ്ഞിട്ടുണ്ട്. അതാണ് അവിടുത്തെ പ്രത്യേകത. അല്ല എങ്കിൽ എല്ലാവർക്കും എപ്പോഴും ചൊല്ലാൻ പറ്റുന്ന ദിക്റാണിത്. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. പറഞ്ഞു കൊടുക്കുക നബിയെ, അൽമാലു വൽ ബനൂൻ, നിങ്ങളുണ്ടാക്കുന്ന സമ്പത്തും നിങ്ങളുടെ മക്കളും, സീനത്തുൽ ഹയാത്തിദ് ദുനിയ, ഈ ലോകത്തിൻ്റെ കേവലം ആർഭാടം മാത്രമാണ്. എന്നാൽ വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്, നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളും ദിക്റും, വിശുദ്ധ ഖുർആൻ ഓതുന്നത്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്, മനസ്സുകൊണ്ട് ഒരാൾക്ക് സന്തോഷം നൽകുന്നത്, ആരെങ്കിലും സഹായിക്കുന്നത്, ഏതെങ്കിലും പൊതുപ്രവർത്തനം ചെയ്യുന്നത്, ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നത്, ഖൈറുൻ ഇൻദ റബ്ബിക സവാബ, അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ എമ്പാടും നിങ്ങൾക്ക് പ്രതിഫലം കിട്ടാനും, വഖൈറുൻ അമല, നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയ ഏറ്റവും നല്ലതും നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ്. അത് ചെയ്യുക. എല്ലാ വിഷയങ്ങളിലും നമ്മുടെ നിയ്യത്ത് നന്നാക്കുക. മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഏത് കാര്യത്തിലും നിയ്യത്ത് നന്നാക്കുക. വെറുതെ ഇങ്ങോട്ട് വരികയാണ്, നമ്മൾ ക്ലാസ്സിന് വരികയാണ്, നമ്മൾ ആ ഒരു നിയ്യത്തിനാണ് വരുന്നത്. അൽഹംദുലില്ലാ. പിരിഞ്ഞു പോവാണ്, അൽഹംദുലില്ലാ ഞാൻ എന്തെങ്കിലുമൊക്കെ കേട്ടു അറിഞ്ഞു, റബ്ബേ ഇത് ജീവിതത്തിലേക്ക് പകർത്താൻ തൗഫീഖ് താ പഠിച്ചോനെ എന്ന് വിചാരിച്ചിട്ട് പോവാണ്. അൽഹംദുലില്ലാ, അത് ഇബാദത്താണ്. ജോലിക്ക് പോവാൻ, റബ്ബേ ഒരു ഹലാലായ ജോലി, മഈശത്തിന്, കച്ചവടത്തിന് ഇറങ്ങാൻ, ബർക്കത്ത് കൊണ്ട് പഠിച്ചോനെ ഇന്നിറങ്ങി. ഒരു യാത്ര പോവാൻ, വണ്ടി എടുത്ത് പോകും. ഒരു ഹറാമിലേക്കല്ലല്ലോ നമ്മൾ പോകുന്നത്, ഹലാലിലേക്ക് പോകുമ്പോൾ തന്നെ മനസ്സിലെ നിയ്യത്ത് നന്നാക്കുക. നാട്ടിലേക്ക് ചിലവിനയച്ചു കൊടുക്കുക. സ്വന്തം കുടുംബത്തിന് ചിലവ് കൊടുത്താൽ സ്വതക്ക ചെയ്ത കൂലിയാണ്. അപ്പോൾ ഇങ്ങനെ എക്സ്ചേഞ്ചൊക്കെ പോവാണ് പൈസ അയക്കാൻ വേണ്ടിയിട്ട്, കുടുങ്ങി എന്ന് പറഞ്ഞ് അങ്ങനെ പോകണ്ട. എന്ത് ചെയ്യുക, എൻ്റെ കുടുംബത്തിന് ഞാൻ ചിലവ് കൊടുക്കുന്നത്, എൻ്റെ മാതാപിതാക്കൾ അവരുടെ ചികിത്സക്ക്, എൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്, അവർക്ക് വസ്ത്രം മേടിക്കാൻ, ഇതിനൊക്കെ ഞാൻ കൊടുക്കുന്നത് അള്ളാഹു എനിക്ക് തരുന്ന സ്വതക്കയല്ലേ. ആട്ടെ, അൽഹംദുലില്ലാ. ഒപ്പിട്ട് കൊടുക്കുകയാണ്, സാധനം ഏൽപ്പിച്ചു. ഒരു സ്വതക്കയാണ് കൊടുത്തത്. ഒരു മാസമൊക്കെ 10,000, 15,000, 20,000 സ്വതക്ക കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റാറുണ്ടോ? ചിലവിന് ഏതായാലും കൊടുക്കണില്ലേ, നാട്ടിൽ അയച്ചു കൊടുക്കുന്നില്ലേ? അൽഹംദുലില്ലാ, അതൊക്കെ സ്വതക്കയാണ്. ഇതൊക്കെ നാളെ ചൊല്ലുമ്പോൾ കിട്ടും. അൽഹംദുലില്ലാ. അപ്പോൾ ഏത് തൊട്ടാലും പൊന്നാണ്. മുഅ്മിനായ മനുഷ്യൻ്റെ ജീവിതം അങ്ങനെയാണ്. നമ്മൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നന്മകൾ നമ്മൾ അറിയാതെ കിട്ടിത്തുടങ്ങും. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ, അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു, ഇമാം നസായി റളിയല്ലാഹു അൻഹു, അവരൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു സംഭവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു ബനു ഉദ്റ ഗോത്രത്തിലെ 3 പേര് നബി തങ്ങളുടെ മുമ്പിൽ വന്ന് മുസ്ലിമാവുന്നു. ബനു ഉദ്റ ഗോത്രത്തിലെ 3 പേർ അന്ന് മുസ്ലിമായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുതു മുസ്ലിമീങ്ങളായ ആളുകൾക്ക് വല്ലാത്ത പരിഗണന കൊടുക്കും. മൻ യക്ഫീനീഹിം, ഈ 3 പേരെ ആരാണ് സംരക്ഷിക്കാൻ തയ്യാറുള്ളത്? അവർക്ക് വീടും ഭക്ഷണവും താമസവും ആര് കൊടുക്കുമെന്ന് നബി തങ്ങൾ ചോദിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമായി അവർ പോവല്ല, നബി തങ്ങൾ ചോദിക്കുകയാണ്, ഇവർ നമ്മുടെ അരികത്തേക്ക് വന്നവരാണ്, ഇവർക്ക് സംരക്ഷണം കൊടുക്കുക നമ്മുടെ ബാധ്യതയാണ്, ആരെങ്കിലും ഉണ്ടോ? അപ്പോഴാണ് സ്വഹാബി, വല്ലാത്ത ഭാഗ്യമുള്ള സ്വഹാബിയാണ് മഹാനായ അബൂ തുൽഹ റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ പറഞ്ഞു, തുൽഹ ഇബ്നു ഉബൈദില്ല തങ്ങളാണ് ഈ വിഷയത്തിൽ. തുൽഹ തങ്ങൾ പറഞ്ഞു, ഞാൻ നബിയെ. അങ്ങനെ തുൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികത്ത് ഇവർ 3 പേരും താമസിച്ചു. അങ്ങനെ കടന്നു പോകുന്നു. ഒരു യുദ്ധത്തിൻ്റെ സമയമായി. ഇതിൽപ്പെട്ട ഒരാൾ ആ യുദ്ധത്തിൽ അവരുടെ കൂടെ പോകുന്നു. അതിലവർ ഷഹീദാകുന്നു. കുറച്ചു കാലം കഴിഞ്ഞ് വേറെ ഒരു ബഅത്ത്, നബി തങ്ങളൊരു എക്സ്പെഡിഷൻ തയ്യാർ ചെയ്യുന്നു. ആ കൂട്ടത്തിലേക്ക് മറ്റൊരാൾ, 2ാമത്തെ ആൾ, അദ്ദേഹം പോകുന്നു. അയാൾ ഷഹീദാകുന്നു. 3ാമത്തെ ആൾ തുൽഹ തങ്ങളുടെ കൂടെ ഒരുപാട് കാലം ജീവിച്ച് വിരിപ്പിൽ കിടന്ന് സ്വാഭാവികമായ മരണം സംഭവിച്ചു. ഈ 3 പേരെയും മഹാനവറുകൾ സ്വപ്നം കണ്ടു. സ്വഹാബി തുൽഹ റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ കിടക്കുന്നതായിട്ട്. സ്വർഗത്തിൽ നോക്കുമ്പോൾ അവസാനം വിരിപ്പിൽ കിടന്ന് മരിച്ച ആ സ്വഹാബിയാണ്, മുസ്ലിമായി വന്ന അവസാനം മരിച്ച ആളാണ് സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്നത്. തൊട്ടു താഴെ 2ാമത് ഷഹീദായ ആൾ, ആദ്യം ഷഹീദായ ആൾ ഏറ്റവും പിറകിലാണ്. തുൽഹ റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത വിഷമം തോന്നി ഹബീബായ തങ്ങളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅതൈതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ അരികത്തേക്ക് ഞാൻ ചെന്നു. ഫദക്കർതു ദാലിക ലഹു, നബിയോട് ഞാൻ പറഞ്ഞു, പൊന്നാര നബിയെ, സത്യത്തിൽ ആദ്യം ഷഹീദായ ആളല്ലേ മുമ്പിൽ വരേണ്ടത്, പിന്നെ 2ാമത്തെ ആള്, പിന്നെ ഷഹീദാവാതെ സ്വാഭാവികമായ മരണം മരിച്ച ആള് സത്യത്തിൽ പിറകിലല്ലേ വരേണ്ടത്? ഇത് നേരെ ഓപ്പോസിറ്റാണ് വന്നത്.
ക്രൊണോളജിക്കൽ ഓർഡറിലല്ല വരുന്നത്, നേരെ ഓപ്പോസിറ്റാണ്. അവസാനം വിരിപ്പിൽ കടന്ന് മരിച്ച ആൾ ആദ്യത്തെ ഷഹീദിൻ്റെ ഈ മുമ്പിലാണ്. രണ്ടാമത് വന്ന ആൾ രണ്ടാമത് ഷഹീദായ ആളാണ്. ആദ്യം ഷഹീദായ സ്വഹാബി പിന്നിലാണ്. നബി തങ്ങളോട് ഞാൻ ചോദിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ചോദിക്കുന്നു, മാ അൻകർത മിൻ ദാലിക്, അതിനെന്താണ് ത്വൽഹ, എന്താണ് നിങ്ങൾക്കതിൽ പ്രയാസം തോന്നുന്നത്? ലൈസ അഹദുൻ അഫ്ളലു ഇൻദല്ലാഹി മിൻ മുഅ്മിനിൻ യുഅമ്മറു ഫിൽ ഇസ്ലാം, ഇസ്ലാമിലായി ഒരുപാട് കാലം ജീവിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനേക്കാളും അള്ളാഹുവിൻ്റെ അടുത്ത് സ്ഥാനമുള്ള മറ്റൊരാളില്ലല്ലോ. മുസ്ലിമാണ്, ഒരുപാട് കാലം ജീവിച്ചു, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇയാൾ സ്ഥാനമുള്ള ആളാണ്. എന്തുകൊണ്ട്? യുക്സിറു തക്ബീറുഹു വതസ്ബീഹുഹു വതഹ്ലീലുഹു വതഹ്മീദുഹു. ഒരുപാട് കാലം ജീവിക്കുമ്പോൾ അവർ സുബ്ഹാനല്ലാഹ് പറയുന്നതും അൽഹംദുലില്ലാഹ് പറയുന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതും അല്ലാഹു അക്ബർ പറയുന്നതും ഒരുപാട് കൂടുതലല്ലേ? ആദ്യം ഷഹീദായ ആൾ ജീവിച്ചതിനേക്കാളും ഇദ്ദേഹം ജീവിച്ചില്ലേ? അപ്പോൾ ഒരുപാട് തസ്ബീഹ് ചൊല്ലിയില്ലേ? ആ വ്യത്യാസമാണ് ആ കാണുന്നത്. സുബ്ഹാനല്ലാഹ്. നേരത്തെ മരിക്കുന്നതിനേക്കാളും റാഹത്ത് എങ്ങനെയാണ്? മുസ്ലിമായിട്ട് കുറച്ച് കാലം ഭൂമിയിൽ ജീവിച്ച് മരിക്കൽ തന്നെയാണ്. എപ്പോൾ? അതിങ്ങനെ സിനിമയും സീരിയലും കാണാൻ കുത്തിരിക്കുകയാണെങ്കിൽ അതിനല്ല, എന്ത് ചെയ്യുക? അള്ളാഹുവിൻ്റെ ഇബാദത്തിലായി ചിലവഴിക്കുകയാണെങ്കിൽ അത് വലിയ കാര്യമാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്കതിനൊക്കെ തൗഫീക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കണ്ണ് ചിമ്മിക്കഴിഞ്ഞാൽ പോകുന്ന ലോകത്തെക്കുറിച്ചാണ് നമ്മളീ പറയണത്, അല്ലേ? മരിച്ചു എന്ന് പറഞ്ഞാൽ ആരംഭിക്കുന്ന ഒരു ലോകത്തിൻ്റെ ചർച്ചകളാണ് ഇതിൻ്റെ കാകത്തുക. അത് നമ്മളങ്ങ് മനസ്സിലാക്കിയാൽ മതി. ഈ ലോകത്രേ ഉള്ളൂ എന്ന് പിന്നെ കിട്ടുന്നത്. ഇപ്പോൾ എൻ്റെ അമ്മായിക്ക കണ്ട മുമ്പ് പണ്ടേ പറഞ്ഞതാ, അപ്പം എല്ലാ ഭക്ഷണത്തിലൊക്കെ എല്ലാത്തിലും മായായതുകൊണ്ടേ 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കിട്ടണതൊക്കെ ലാഭമെന്ന് വിചാരിച്ചാൽ മതി. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം ഇപ്പോൾ 70 കഴിഞ്ഞിരിക്കുന്നുണ്ട്. അള്ളാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ദുനിയാവ് അങ്ങനെയാണ്. മരിക്കാൻ പേടിക്കൊന്നും വേണ്ട, പേടിച്ചിട്ടൊരു കാര്യമില്ല. പരീക്ഷയ്ക്ക് പഠിക്കാതെ എനിക്ക് പരീക്ഷ പേടിയെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പരീക്ഷ ഉണ്ട് നാളെ മറ്റന്നാൾ, എനിക്ക് പേടിയായിട്ട് വയ്യ, ഞാൻ പുസ്തകം തുറന്നു നോക്കൂല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? തുറന്നു നോക്കി പഠിക്കു കുട്ടിയെ, പാസ് മാർക്കെങ്കിലും കിട്ടൂലേ? ഇപ്പം അധ്വാനിച്ചോ, 2-3 ദിവസമുള്ളൂ, ഇപ്പം തുടങ്ങിക്കോ, കിട്ടുന്നതായില്ലേ? പേടിയാന്ന് പറഞ്ഞിട്ട് തുറന്നു നോക്കാതിരുന്നിട്ട് എന്താ കാര്യം? ഫെയിലാവൂലേ? അതല്ലല്ലോ നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ ഇവിടെ മുതൽ അങ്ങ് തുടങ്ങാം. ഇതുവരെ നമ്മൾ അങ്ങനെയൊക്കെ പോയി, ശരിയാണ്. ഇന്ന് മുതലാണ് തുടങ്ങിക്കൂടെ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നിട്ടൊരു പ്രായമുള്ള ആൾ, ഖദ് സഖത ഹാജിബാൻ, കണ്ണിൻ്റെ പുരികൊക്കെ കണ്ണിലേക്ക് കണ്ട് ചാടിയിട്ടുണ്ട്. അത്രയും പ്രായമായ ഒരു അറാബി വന്നിട്ട് നബി, പൊന്നാര നബിയെ, ഒരുപാട് വയസ്സായി നബിയെ, കാണില്ല എൻ്റെ കോലം, ഞാൻ ചെയ്യാത്ത തെറ്റില്ല നബിയെ. അങ്ങനെ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഞാൻ ചെയ്യാത്ത തെറ്റില്ല നബി, ഇനി പിന്നെ കൊണ്ടൊന്നും കഴിയില്ല. എന്തായിരിക്കും നബി എൻ്റെ അവസ്ഥ? അള്ളാഹുവിനെ രക്ഷപ്പെടുത്തുമോ? തങ്ങൾ ചോദിച്ചു, എന്തേ നിങ്ങൾ പേടിക്കുന്നത്? എന്തിനെ വിഷമം? അഹ്സിൻ ഫീമാ ബഖിയ, ഇനിയുള്ള ജീവിതത്തെ അങ്ങ് നന്മ ചെയ്തേക്കണം. കഴിഞ്ഞതൊക്കെ അള്ളാഹുവിന് പുറത്തു തരും. അതുകൊണ്ട് ഇനിയുള്ള ബാക്കി ജീവിതം നന്മ ചെയ്ത് ജീവിക്ക് നിങ്ങളുടെ. അപ്പം അദ്ദേഹം ചോദിക്കുകയാണ്, പൊന്നാര നബിയെ, ഞാനാ ചെയ്തു കൂട്ടി വഖുദുറാത്തി വഫുജുറാത്തി, ഞാനാ ചെയ്തു കൂട്ടിയ ഏറ്റവും മോശമായ അതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തരും. എന്തിന്? ഇവിടം മുതൽ ഇനിയുള്ള കാലം നിങ്ങളങ്ങ് നന്നാക്കിയാൽ മതി. കഴിഞ്ഞതിനെ പറ്റി ഒന്നും ചെയ്യാൻ വയ്യല്ലോ. അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുക. ഇനിയുള്ള കാലം എത്ര ഉണ്ടാവുള്ളൂ? അത് സഖത ഹാജിബ, പുരികം പോലും നിൽക്കാൻ പറ്റാത്ത ആരോഗ്യം, എന്നാൽ പുരികം പോലും കണ്ണിലേക്ക് താഴ്ന്നുപോയി. അത്രയും പ്രായമുള്ള മനുഷ്യൻ. ഒരു തെറ്റ് ചെയ്യാൻ കഴിയോ? ഇല്ല. എന്നാലും തങ്ങൾ പ്രതീക്ഷ കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രതീക്ഷ കൊടുക്കുന്നു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രതീക്ഷയാണ് ളന്നു ബിൽ മുഅ്മിനീന. അല്ലാഹുവിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനെ സംബന്ധിച്ച് എങ്ങനെ പറഞ്ഞത്? അന ഇൻദ ളന്നി അബ്ദി ബി, നമ്മൾ അല്ലാഹുവിനെ സംബന്ധിച്ച് എങ്ങനെ വിചാരിക്കുന്നുവോ അങ്ങനെയാണ് പടച്ചോൻ. എൻ്റെ റബ്ബിനിക്ക് മാപ്പ് തരും. എത്രയോ കുരുത്തക്കേടുള്ള മനുഷ്യന്മാർ വേറെ ഈ ലോകത്തില്ലേ? ഈമാനും ഇസ്ലാമും ഹിദായത്തും കിട്ടാത്തവരോട് എത്രയോ ഇല്ലേ? അള്ളാഹു അവരെയൊക്കെ നരകത്തെ പറഞ്ഞയച്ചാലും ഈമാനുള്ള എന്നല്ല പറഞ്ഞയക്കോ എന്നൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തും ഇൻഷാ അള്ളാഹ്. ആ ഒരു പ്രതീക്ഷയിൽ നന്മ ചെയ്തിട്ട് പരീക്ഷയ്ക്ക് ജയിക്കുന്ന നല്ല പ്രതീക്ഷയാണ്. അല്പം പോലും മുറാജ ചെയ്തിട്ടില്ല, ആ കേസല്ല, ഒക്കെ ചെയ്തിട്ടുണ്ട്, ഇൻഷാ അള്ളാഹ് ജയിക്കും. അപ്പോൾ ആ ഒരു പ്രതീക്ഷ കൊടുത്തിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയും പ്രായമായ ആ മനുഷ്യന് ഇനിയുള്ള ബാക്കി ജീവിതം നന്നാക്കിക്കോ. ഇതുവരെ ചെയ്ത് അതൊക്കെ അദ്ദേഹം പിന്നെയും ചോദിച്ചു നടന്നു പോകുമ്പോൾ, വഖുദുറാത്തി വഫുജുറാത്തി, നബിയെ, ഞാൻ ഇത്രയും കാലം ചെയ്ത സർവമാന തിന്മകളും അതൊക്കെ
അതൊക്കെ പുറത്തരും അല്ലാഹു. ഇനിയുള്ള കാലം നീ നന്മ ചെയ്യ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലു അലൻ നബിയ്യി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. നമ്മളൊരു 1-2 ചടങ്ങുകളൂടെ നടക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹബീബിൽ നിന്ന് മിഅ്റാജിന്റെ അനുഭവം പറയുന്നു. മിഅ്റാജിന് പോയപ്പോൾ ലഖീതു ഇബ്രാഹിം അലൈഹിസ്സലാം, ഞാൻ ഇബ്രാഹിം നബിയെ കണ്ടുമുട്ടി. നബി തങ്ങൾ പറയാ, ഞാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടി മിഅ്റാജിന്റെ രാവിൽ. നോക്കണം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് കൊടുത്തയച്ച ഒരു ഗിഫ്റ്റാണ് ഇനി പറയാൻ പോകുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ലഖീതു ഇബ്രാഹിമ ലൈലത ഉസ്രിയ ബി, എനിക്ക് അല്ലാഹു ഇസ്റാ മിഅ്റാജ് നടന്ന ആ രാത്രിയിൽ ഞാൻ എൻ്റെ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടി. വല്ലിപ്പയാണല്ലോ പരമ്പരയിലൂടെ പോയാൽ. ഫഖാല, എന്നോട് പറഞ്ഞു, യാ മുഹമ്മദ്, മുഹമ്മദ് നബിയേ, അഖ്രി ഉമ്മതക മിന്നിസ്സലാം, അങ്ങയുടെ ഉമ്മച്ചികളോട് ഞാൻ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞത് അറിയിക്കണം നബിയേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്മോട് സലാം കൊടുത്തയച്ചിട്ടുണ്ട്. യാ അല്ലാഹ്, അതുകൊണ്ടാണ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ ബാറക്ത അലാ സയ്യിദിനാ ഇബ്രാഹിം വഅലാ ആലി സയ്യിദിനാ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മിനിമം എത്ര തവണ നമ്മൾ പറയുന്നുണ്ട് ഓരോ തഹിയ്യാത്തിലും? സുബ്ഹാനല്ലാഹ്. നമ്മളോട് സലാം പറഞ്ഞയച്ചു. എൻ്റെ സലാം ഉമ്മത്തികളോട് പറയണം നബിയെ, നിങ്ങളവരെ കാണുമല്ലോ, ഞാൻ സലാം പറഞ്ഞു എന്ന് പറഞ്ഞേക്കണം. എന്നിട്ട് പറഞ്ഞു, വഅഖ്ബിറുഹും, അവരോട് പറയണം നബിയെ, അന്നൽ ജന്നത ത്വയ്യിബത്തു തുർബ വഅദ്ബത്തുൽ മാ വഅന്നഹാ ഖീആൻ, സ്വർഗ്ഗത്തിൽ അല്ലാഹു നൽകുന്ന ഭൂമി ത്വയ്യിബത്തു തുർബ, നല്ല മണ്ണാണ് സ്വർഗ്ഗത്തിൻ്റേത്, കസ്തൂരിയാണെന്നാണ് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തുർബുഹാ മിസ്കുൻ, എടുത്തു നോക്കിയാൽ മണലും കല്ലൊന്നുമല്ല, കസ്തൂരിയാണ്, സുഗന്ധമയ സുഗന്ധം. അദ്ബത്തുൽ മാ, കുടിക്കാൻ എത്രയും രുചിയുള്ളതാണ് സ്വർഗത്തിൻ്റെ വെള്ളമെന്ന് പറയണം നബിയെ. വഅന്നഹാ ഖീആൻ, അവിടെ കൃഷി ചെയ്യാനുള്ള ഒരുപാട് സ്ഥലമുണ്ട് സ്വർഗത്തിൽ. അതുകൊണ്ട് മുഅ്മിനീങ്ങളോട് പറഞ്ഞു കൊടുക്കുക, ഗിറാസുഹാ, ആ ഭൂമിയിൽ ചെയ്യേണ്ട കൃഷി എന്താണെന്നറിയുമോ നബിയെ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇത് ചൊല്ലുമ്പോൾ നിങ്ങൾക്കിടെ ഉമ്മത്തികൾക്ക് അല്ലാഹു സ്വർഗം കൊടുക്കുമ്പോൾ ആ സ്വർഗത്തിൽ എമ്പാടും തോപ്പുകളായിരിക്കും. വെറുതെ ഒരു പറമ്പ് കിട്ടുന്നു, ഒരു കൃഷിയില്ലാതെ, ഒരു മരം പോലും തണൽ കായ്ക്കാനില്ലാത്ത, അതിനേക്കാളൊക്കെ നല്ലത് നല്ല കൃഷിയിടമുള്ള, നല്ല ഫലം കായ്ക്കുന്ന മരങ്ങളുള്ള, നല്ല പഴവർഗ്ഗങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന തോട്ടല്ലേ. അതുകൊണ്ട് നബിയെ, സ്വർഗം അങ്ങനെയാണ്, അവിടെ ഒരുപാട് സ്ഥലമുണ്ട്. പക്ഷെ കൃഷി ചെയ്യാൻ വേണ്ടി പറയണം, അവിടത്തേക്കുള്ള കൃഷി വിത്തൊന്നും കൊണ്ടുവരണ്ട. അവർ ദുന്യാവിൽ ജീവിക്കുമ്പോൾ ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കാൻ വേണ്ടി പറയണം. എൻ്റെ സലാമും അവരോട് പറയണം എന്നോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്. ഉണങ്ങിയ ഒരു വൃക്ഷത്തിൻ്റെ അരികത്തുകൂടെ നബി തങ്ങൾ നടന്നു പോകുന്നു. മർറബി ഷജറത്തിൻ യാബിസത്തിൽ വറഖ്, ഇലകളൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, അങ്ങനത്തെ ഒരു വൃക്ഷം. ഇത് നബി തങ്ങളുടെ ടീച്ചിങ് സ്റ്റൈലാണ്. നമ്മളെന്താ പറയും, കുട്ടികൾ പലതരത്തിലാണ് പഠിക്കുക. എല്ലാ കുട്ടികളും പഠിക്കുന്നത് വ്യത്യസ്ത രീതിയിലാണ്. വിഷ്വൽ ലേണേഴ്സ് ഉണ്ട്, ഓഡിറ്ററി ലേണേഴ്സ് ഉണ്ട്. ചിലരിങ്ങനെ കേട്ടാൽ മനസ്സിലാവും, ചിലർക്കൊന്നും ഒരു കാണാതെ, സ്ക്രീനൊന്നും കാണാതെ അങ്ങനെ കേട്ടിട്ട് കാര്യമില്ല. ചിലർക്ക് കാണേണ്ടി വരും. ചിലർ ബോഡിലി കെനസ്തറ്റിക്, ചില ആളുകൾക്ക് അതൊന്ന് ചെയ്താൽ തന്നെ മനസ്സിലാവുള്ളൂ. ഒതു കൊടുക്കൽ എത്ര വേദന ഉണ്ടെന്ന് കാര്യമില്ല, അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ ആ ഒതു പഠിക്കും. അങ്ങനെ പല രീതിയിലാണ് ആളുകൾ പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ടീച്ചിങ് സ്ട്രാറ്റജീസ്, തങ്ങളുടെ പഠിപ്പിക്കുന്ന രീതി വളരെ അത്ഭുതമാണ്. അതിൽപ്പെട്ട ഒരു രീതിയാണിത്. ഉണങ്ങിയൊരു വൃക്ഷത്തിൻ്റെ അരികത്തുകൂടെ നടന്നു പോകുന്നു. തങ്ങളുടെ കയ്യിലൊരു വടിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫദറബഹാ ബിഅസാഹ്, ഉണങ്ങിയ ഇലകളാണ്, തങ്ങളുടെ കയ്യിലെ വടി കൊണ്ട് ആ ശിഖരങ്ങളിലൊന്നടിച്ചു. അപ്പോൾ ഉണങ്ങിയ ഇലകളെല്ലാം താഴെ വീഴുന്നു. എന്നിട്ട് നബി ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നു, കണ്ടില്ലേ, ഇന്നൽ ഹംദലില്ലാഹി വസുബ്ഹാനല്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ലതുസാഖിതു മിൻ ദുനൂബിൽ അബ്ദ് കമാ തസാഖത വറഖു ഹാദിഹി അശ്ശജറ
മുഅ്മിനായൊരു മനുഷ്യൻ്റെ ചെയ്തു പോയ ചെറുദോഷങ്ങളെല്ലാം ഈ വൃക്ഷത്തിൻ്റെ ഇല പൊഴിഞ്ഞു പോകുന്ന പോലെ നിങ്ങൾ ചൊല്ലിയാൽ അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു ചാല പൊഴിച്ചു തരും, താഴെ ഇറക്കി തരും, നിങ്ങൾക്ക് പാപങ്ങൾ ഉണ്ടാവില്ല, ചെറുദോഷങ്ങൾ പുറത്തു തരും എന്ന് പറഞ്ഞ് നബി തങ്ങളത് പ്രാക്ടിക്കലി കാണിച്ചു കൊടുത്തു സല്ലല്ലാഹു. ഈ ഇല ഇങ്ങനെ വീഴുന്ന കണ്ടില്ലേ, അതുപോലെ തങ്ങൾ ചൊല്ലുമ്പോൾ ഒന്ന് ചൊല്ലല്ലേ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ജാഅ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ മുമ്പിലേക്ക് ഒരാൾ വന്നു. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നി ലാ അസ്തതിഉ അൻ അതഅല്ലമൽ ഖുർആൻ, എനിക്ക് ഖുർആനൊന്നും ഒരുപാട് മനപ്പാഠമാക്കാൻ കഴിയില്ല നബിയേ, എനിക്ക് ഓർമ്മ നിൽക്കണില്ല. ഫഅല്ലിംനി ഷൈഅൻ യുജ്സീനി, അതുകൊണ്ട് വെറുതെ നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചൊല്ലി നടക്കാൻ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചത് നബിയെ. ഖുർആൻ മനപ്പാടുള്ളവർക്ക് ഖുർആൻ അങ്ങനെ ഊതി നടക്കാം, അത് വലിയ റാഹത്താണ്. മനുഷ്യന്മാരെന്തെങ്കിലുമൊക്കെ ഒരു മൂളിപ്പാട്ടെങ്കിലും പാടുന്നതാണ് മനുഷ്യൻ്റെ രീതി, അതാണ്. അതുകൊണ്ട് നമ്മുടെ സലഫ് സ്വാലിഹീങ്ങളിൽ മഹാൻ തൻ്റെ വിദ്യാർത്ഥിയോട് ചോദിച്ചു, അൽ ഹഫിദ് ഖുർആൻ, ഖുർആൻ മനപ്പാഠമാക്കിയിട്ടുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ എന്ത് പാട്ടാണ് നീയൊക്കെ പാടാൻ പോകുന്നത്? നിനക്ക് എന്തെങ്കിലുമൊക്കെ പാടി നടക്കണ്ടേ, എന്തെങ്കിലുമൊക്കെ ഒരു മൂളിപ്പാട്ട് പാടണ്ടേ, എന്തെങ്കിലുമൊക്കെ ചൊല്ലി നടക്കണ്ടേ? ഖുർആൻ ഇല്ലെങ്കിൽ പിന്നെ എന്താ നീ പാടുന്നത്? നിനക്ക് ചൊല്ലാൻ എന്തെങ്കിലും വേണ്ടേ? ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞു എന്നാ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ സ്വഹാബി ചോദിക്കുകയാണ്, നബിയേ, ഇന്നി ലാ അസ്തതിഉ അൻ അതഅല്ലമൽ ഖുർആൻ, ഖുർആൻ ഒന്നും ഒരുപാട് പഠിക്കാൻ എന്നെ കൊണ്ടാവുന്നില്ല. ഫഅല്ലിംനി ഷൈഅൻ യുജ്സീനി, എനിക്ക് പറ്റുന്ന തരും നബിയെ. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോരുത്തർ നമ്മളൊക്കെ ഇന്നത്തെ എക്സാം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ഒരേ ചോദ്യപേപ്പർ 2 മണിക്കൂർ സമയത്ത് അവർ ചെയ്യണം. ശരിക്കും ആധുനികമായ നമ്മുടെ വിദ്യാഭ്യാസ പെഡഗോഗി ഇതിലൊക്കെയുള്ള അതിലൊക്കെ വ്യത്യാസം എന്ന് വെച്ചാൽ ചിലപ്പോൾ കുട്ടികൾക്ക് എക്സ്ട്രാ ടൈം കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ കുട്ടികൾക്ക് ഡിഫറൻഷിയേറ്റഡ് ക്വസ്റ്റ്യൻസ് വെച്ച് കൊടുക്കേണ്ടി വരും. എല്ലാവർക്കും ഒരേ ചോദ്യം. ഇപ്പോൾ എന്താ ചെയ്യുക, കുരങ്ങനെയും ആനയും കുതിരയെയും തവളയെയും നിർത്തിയിട്ട് നിങ്ങളെല്ലാവരും ജയിക്കണമെങ്കിൽ മരം കയറണം എന്ന് പറഞ്ഞാൽ കുരങ്ങ മാത്രമേ കയറുള്ളൂ, മറ്റൊരു കയറാൻ പറ്റുമോ? ഇല്ല. എല്ലാവരുടെയും ടെസ്റ്റ് ഇതാണ്. ആനനോടും പറയുന്നു അതന്നെ, മത്സ്യത്തോടും പറയുന്നു അതന്നെ, കുരങ്ങ് ഉഷാറായിട്ട് കയറൂലേ. മരം കയറലാണ് നിങ്ങളെ ജയിക്കാനുള്ള നിങ്ങളുടെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ കുരങ്ങ് മാത്രമേ ജയിക്കുള്ളൂ, ബാക്കിയുള്ളവർ കഴിവില്ലാത്തത് കൊണ്ടല്ല, അവരുടെ കഴിവ് വ്യത്യസ്തമാണ്. അപ്പോൾ ഹബീബായ തങ്ങളുടെ മുമ്പിൽ വരുന്ന വിഷയങ്ങൾ അങ്ങനെയാണ്. ഓരോരുത്തരും അവരുടെ പേഴ്സണലൈസ്ഡ്, എനിക്ക് വേണ്ടത് പറഞ്ഞൊരു നബി, എൻ്റെ അവസ്ഥ ഇന്നതാണ് അത് പറയുമ്പോൾ അങ്ങനെയാണ്. ഒരു പ്രിസ്ക്രിപ്ഷൻ ഡോക്ടർ കൊടുക്കൽ അങ്ങനെ എല്ലാവർക്കും പാരസെറ്റമോളല്ല കൊടുക്കുക, ഓരോരുത്തരെയും നോക്കിയിട്ട് അവരുടെ ബോഡി ടെമ്പറേച്ചറും ബോഡി വെയ്റ്റും ഹൈറ്റൊക്കെ നോക്കിയിട്ടല്ല കൊടുക്കണത്. നബി തങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയാം, പൊന്നാര നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് കുറേ ഖുർആനൊന്നും പഠിക്കാൻ എന്നെ കൊണ്ടാവണില്ല നബിയെ, എന്താ ചെയ്യുക? എനിക്ക് വേറെന്തെങ്കിലും പറഞ്ഞു തരി, അതിനൊക്കെ പകരം നിൽക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരൂ നബിയെ എന്ന് പറഞ്ഞപ്പോഴാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, തഖൂലു സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത്ര പറഞ്ഞു കൊടുത്തുട്ടോ. അറാബി പറഞ്ഞു, കൈ ഇങ്ങനെ പിടിച്ചിട്ട്, ഓ കിട്ടി, ഹാദാ ലില്ലാഹ് വമാ ലി, ഇതിപ്പോൾ അള്ളാഹ്ക്കുള്ളതല്ലേ നബിയെ, എനിക്കിപ്പോൾ എന്താ കിട്ടിയിട്ടില്ലല്ലോ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇതൊക്കെ അള്ളാഹുവിനെ പുകഴ്ത്തലല്ലേ, എൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ നബിയെ, എനിക്കെന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ പറഞ്ഞേരി എന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ ബാക്കി പറഞ്ഞുതരാം. അപ്പോൾ ഫഖാല നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തഖൂലു, നിങ്ങൾ ഇങ്ങനെ പറയണം, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വആഫിനി വർസുഖ്നി വഹ്ദിനി. അല്ലാഹുമ്മ ഗ്ഫിർലി, എനിക്ക് പുറത്തു താ പടച്ചവനെ, വർഹംനി, എനിക്ക് റഹ്മത്ത് താ റബ്ബേ, വആഫിനി, നീ എനിക്ക് ആഫിയത്ത് തരണം പടച്ചവനെ, വർസുഖ്നി, എനിക്ക് നീ തരണം റബ്ബേ, വഹ്ദിനി, എനിക്ക് സന്മാർഗം താ റബ്ബേ എന്ന് പറഞ്ഞപ്പോൾ ആ അറാബി 2 കൈയും കൂട്ടി പിടിച്ചിട്ട് പറഞ്ഞു, മദി നബിയേ. അങ്ങനെ പോവാണ്. അമ്മാ ഹാദാ ഫഖദ് മലഅ യദൈഹി ബിൽ ഖൈർ, ഈ മനുഷ്യൻ്റെ 2 കൈകളിൽ നിറയെ ഖൈർ നിറച്ചു കൊണ്ടുപോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറാബി ചോദിച്ചൊരു വിഷയം, ഇപ്പം നമ്മൾ ഹദീസിൽ മൻ ശഗലഹു ദിക്രി അൻ മസ്അലതി ബിമഅനൽ ഹദീസ്, അങ്ങനെ ആ ആശയത്തിലൊരു ഹദീസ് ഉണ്ട്. അതായത് അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടതിന് പകരം ഒരാൾ ദിക്ർ ചൊല്ലി,
പഠിച്ചോനെ എൻ്റെ തരണം, എൻ്റെ കുട്ടീനെ കല്യാണം വെച്ച് കൊടുക്കണേ, എനിക്ക് ജോലി തരണം, എൻ്റെ വിസ അടിച്ച് കിട്ടണേ, എന്തൊക്കെയോ നമുക്ക് ചോദിക്കാനുള്ളതൊക്കെ അള്ളാഹിനോട് ചോദിക്കാമല്ലോ. അതൊന്നും ചോദിക്കാതെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് അങ്ങനെ ദിക്ർ അങ്ങനെ ചൊല്ലി. ചോദിക്കാൻ കുറേ ആവശ്യങ്ങളുണ്ട്, പക്ഷെ ചോദിച്ചില്ല. ആ ചോദ്യങ്ങൾക്ക് പകരം ഒരാൾ അള്ളാഹുവിൻ്റെ ദിക്റിൽ വ്യാപൃതനായാൽ നിങ്ങൾ എന്ത് ചോദിക്കാൻ ഉദ്ദേശിച്ചുവോ അതിലും ഖൈറായത് അള്ളാഹു ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിഷയം കൊണ്ടാണ് തങ്ങൾ എന്ത് ചെയ്തത്, ആ ദിക്ർ പറഞ്ഞു കൊടുത്തത്. പക്ഷെ ആറാബിക്ക് സമാധാനം വന്നില്ല. പൊന്നാർ, ഇതൊക്കെ അള്ളാഹിൻ്റെ കാര്യമല്ലേ നബി, എനിക്കിപ്പോൾ എന്താ, എനിക്ക് വല്ലതും കിട്ടണ്ടേ, എന്നാ നിങ്ങളിത് ചൊല്ലിക്കോ, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വആഫിനി വർസുഖ്നി വഹ്ദിനി എന്നവർക്ക് ദിക്റും പറഞ്ഞു കൊടുത്തു. ദുആരൊക്കെ ഒരു ദുആയും പറഞ്ഞു കൊടുത്തു, ദിക്റും പറഞ്ഞു കൊടുത്തു. എന്തിനു കൊടുത്തു? ഖുർആനൊന്നും കഴിയൂല നബിയെ, അതിനൊക്കെ പകരം വല്ലതുണ്ടോ, നിങ്ങൾ ഇതങ്ങനെ ചൊല്ലി നടന്നോ എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മുടെ ചർച്ച ഇന്ന് അവസാനിപ്പിക്കുന്നു. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. ഒരുപിടി വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്. അതിനു മുമ്പ് രണ്ട് മൊമെൻ്റോ. നമ്മുടെ പ്രവാസ ജീവിതം മതിയാക്കി പോകുന്ന രണ്ട് നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ ആരൊക്കെയാണ്? മാഷാ അല്ലാ, 37 വർഷത്തെ സേവനം മതിയാക്കി എന്തരായ അബ്ദുൽ മജീദ് സാഹിബ്, മജീദൊക്കെ, പിന്നെ അബ്ദുൽ ഖാദർ സാഹിബ് 30 വർഷമായി. ഉസ്മാൻ ഹാജി അവരുകൾ അവർക്ക് മൊമെൻ്റോ സമർപ്പിക്കും. നമ്മുടെ ഇസ്ലാമിക് സെൻ്ററിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയായ ഉസ്മാൻ സാഹിബ് അവറുകൾ അവർക്കുള്ള മൊമെൻ്റോ സമർപ്പിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് 1-2 വിഷയങ്ങൾ ഇവിടെ പറയാനുള്ളത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാവർക്കും ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ സന്തോഷത്തിലാക്കി തരട്ടെ. ഇവർ രണ്ടുപേരും വരണം, മജീദ് കീം അതുപോലെ തന്നെ അബ്ദുൽ ഖാദർ സാഹിബും വരും. അബ്ദുൽ ഖാദർ സാഹിബ് അത് നിങ്ങളെ കുറിക്കുക. അസ്സലാമു റഹ്മത്തുള്ളാഹി വബറകാതുഹു. അബ്ദുൽ മജീദ് സാഹിബാണ്. അവർക്കുള്ള ഒരു മൊമെൻ്റോ. മാഷാ അല്ലാഹ്. അബ്ദുള്ള സാഹിബ് അല്ലേ? അബ്ദുൽ ഖാദർ. ബിസ്മില്ലാഹ്. ലില്ലാഹിൽ ഹംദ്. വേറെന്തെങ്കിലും ഉണ്ടോ? അൽഹംദുലില്ലാഹ്. അല്ലാഹു ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്. പിന്നെ നമ്മുടെ ഇന്നത്തെ പായസം വിതരണം ചെയ്ത് നമ്മുടെ യൂസുഫ് ഹാജി സാഹിബാണ്. അല്ല, യൂസുഫ് ഹാജിക്കൊക്കെ ഒരു മൊമെൻ്റ് കൊടുക്കണ്ടേ? എവിടെ യൂസുഫ്? എവിടെ യൂസുഫ് വന്നിട്ടുണ്ടോ? പോയോ? സാദിഖ് ഭായി ഒരു മൊമെൻ്റോ സംഘടിപ്പിക്കണ്ടേ യൂസുഫാക്ക്? ഡിസംബറിലാ? അവർ ഡിസംബറിലാണ് പോകുന്നത്? തിരിച്ചു വരും ഇൻഷാ അല്ലാഹ്. ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ബഹുമാനപ്പെട്ട യൂസുഫ് ഹാജി അവറുകൾ നമ്മുടെ വിഷയങ്ങളിലൊക്കെ ഒരുപാട് സഹായ സഹകരണങ്ങൾ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവരും നാട്ടിലേക്ക് സെറ്റിലാൻ വേണ്ടി പോവുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു ഖൈറിലും സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അള്ളാഹു ഇതൊക്കെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവർക്ക് കുട്ടികളായില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കൺകുളിർമയ മക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖളാ റബ്ബ് വിധിച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ഓക്കെ ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഒരു സുഹൃത്ത് അവരുടെ മോൾ പ്രസവം എടുത്തിരിക്കുകയാണ്. അപ്പോൾ പക്ഷേ ഡോക്ടർമാർ കുഞ്ഞിന് കാര്യമായ ഒരു തകരാറും വിഷമങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് വളരെ വലിയൊരു വിഷമത്തിനാണ് ആ കുടുംബം ഉള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മോൾക്ക് അവരുടെ പ്രസവം ഒരു പ്രയാസമൊന്നുമില്ലാതെ, കുട്ടിക്കും ആ ഉമ്മാക്കൊന്നും പ്രയാസമില്ലാത്ത രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറിലും സന്തോഷത്തിലും ആക്കി കൊടുക്കട്ടെ. എന്തെങ്കിലും അസുഖമോ ബുദ്ധിമുട്ടോ ഒക്കെ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖാദിറുൻ, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. റബ്ബ് തആല എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നീക്കി നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് അള്ളാഹു ജന്മം കൊടുക്കാൻ തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവിടെ ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ട് നാട്ടിൽ. പ്രകൃതിക്ക് ദോഷം നൽകാത്തതും മനുഷ്യന് ഉപകാരപ്രദവുമായ പാക്കിംഗ് ബാഗുകളുടെ ഒരു നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുകയാണ്.
ഹലാലായ രീതിയിൽ ബാധ്യതകളില്ലാതെ മുന്നോട്ട് പോകാൻ ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അള്ളാഹു അത് ഖൈറിലും സന്തോഷത്തിലുമാക്കി കൊടുക്കട്ടെ. ആമീൻ. ഇവിടെ വിതരണം നടത്തുന്ന പായസത്തിലേക്ക് അവർ 500 ദിർഹംസ് സംഭാവന നൽകിയിട്ടുണ്ട്. അള്ളാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ. പിന്നെ നമ്മുടെ ഹബീബ് ഫൈസി അവറുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹമീദ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ, അതുപോലെ SKSFൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയും നേരിട്ട് ഇടപെട്ട് നടത്തുന്ന നമ്മുടെ മണ്ണാർക്കാട് ഇസ്ലാമിക് സെൻറ്ററിൻ്റെ കീഴിൽ നമ്മൾ റെസിഡൻഷ്യലായിട്ട് 8ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠിക്കാനും അവരെ IAS കോഴ്സിനടക്കമുള്ള ഉന്നത ജോലികളിലേക്ക് അല്ലെങ്കിൽ കോഴ്സുകളിലേക്ക് പ്രാപ്തരാക്കാൻ, യോഗ്യത നേടുന്നവരാക്കാനൊക്കെ ഉദ്ദേശിച്ച് ഒരു വലിയൊരു പദ്ധതി നമ്മുടെ മുമ്പിലുണ്ട്. ഇൻഷാ അള്ളാഹ് ഒരു 50 ലക്ഷം ചെലവ് പ്രതീക്ഷിക്കുന്ന ഒരു പദ്ധതിയാണത്. 100ഓളം വിദ്യാർത്ഥികൾക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ 8ാം ക്ലാസ് കഴിഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ അഡ്മിറ്റ് ചെയ്ത് അവർക്ക് കോച്ചിങ് കൊടുത്ത് നമ്മുടെ ഉമ്മത്തിൻ്റെ ഒരു ഉന്നമനത്തിന്, ഇതൊരു ഉമ്മത്തിനെ ബാധിക്കുന്ന വിഷയമാണ്. നമ്മൾ ഓരോരുത്തർക്ക് വ്യക്തിപരമായ വിഷയങ്ങളുണ്ടാകും, കുടുംബ വിഷയങ്ങളുണ്ടാകും, ഇത് മൊത്തം ഉമ്മത്തിൻ്റെ ഒരു വിഷയമാണ്. അത് ബഹുമാനപ്പെട്ട ഹമീദ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ, നമ്മുടെ ഉമർ അലി ശിഹാബ് തങ്ങളുടെ പ്രിയപ്പെട്ട മോൻ, വളരെ ഗൗരവത്തിലും ആ വിഷയത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടും ഇതിനു വേണ്ടി മാത്രമായിട്ട് തന്നെ തങ്ങൾ ഇവിടെ UAE വന്നിട്ടുണ്ട്. തങ്ങൾ തിരിച്ചു പോയോ? പോയി. ഇന്ന് പോവാണ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ബ്രോഷർ ഇവിടെ ഉണ്ട്. SKSF സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിൽ മണ്ണാർക്കാട് പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് സെൻറ്റർ. ആ സെൻറ്റർ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഹിഫ്ളിനെ പഠിക്കുന്ന കുട്ടികൾ, ഇപ്പോൾ എത്ര പേര് ഹിഫ്ള് ചെയ്യുന്നത്? 20 കുട്ടികളെ ഹിഫ്ള് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ ആ സ്ഥലം അതിന് സംഭാവന ചെയ്തവർ, ബിൽഡിങ്ങിന് കൊടുത്തവരൊക്കെ അല്ലാഹു തആല അവർക്കൊക്കെ തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അതിൻ്റെ സമീപമുള്ളൊരു ജുമാ മസ്ജിദിൻ്റെ വിപുലീകരണം ആവശ്യമാണ്. അതിവിടെ MES കോളേജിൻ്റെ പരിസരം കൂടിയാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ജുമുഅത്ത് പള്ളിയുടെ എക്സ്പാൻഷനും ഉണ്ട്. കല്ലടി MES കല്ലടി കോളേജിൻ്റെ, അതുപോലെ മറ്റു ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അധ്യാപകരും വിദ്യാർത്ഥികളൊക്കെ ആശ്രയിക്കുന്ന ജുമാ മസ്ജിദാണ്. അപ്പോൾ സ്ഥലപരിമിതി മൂലം ജുമാ നിസ്കരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ ഉണ്ട്. പള്ളിയുടെ പ്രധാന ഭാഗമായ മെഹ്റാബും ആദ്യത്തെ 3 സഫും മുമ്പോട്ട് നീട്ടിയെടുത്ത് പള്ളി വിപുലീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പള്ളി നിർമ്മാണത്തിൽ പങ്കുചേരാനുള്ള വലിയൊരു സുവർണാവസരം നമ്മുടെ മുമ്പിലുണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പോൾ ഒറ്റക്കൊരു പള്ളി എടുത്തു കൊടുക്കാനൊന്നും കഴിഞ്ഞില്ല എന്ന് വരും. പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു കോൺട്രിബ്യൂഷൻ കൊടുത്താൽ തന്നെ അതൊക്കെ വലിയ ഉപകാരമായിട്ട് നാളെ പരലോകത്തേക്ക് നമുക്ക് ലഭിക്കും. അപ്പോൾ അതാണ് നമ്മുടെ മുമ്പിലുള്ള ആദ്യത്തെ വിഷയം. അപ്പോൾ അതിന് ഒരു സ്ക്വയർ ഫീറ്റിന് 125 ദിർഹമാണ്. പറ്റുന്ന ആളുകൾ എന്ത് ചെയ്യണം? 5 ആണെങ്കിൽ 625 10 സ്ക്വയർ ഫീറ്റിന് 1250 ദിർഹമാണ്. 50 സ്ക്വയർ ഫീറ്റ് 6250 അപ്പോൾ നമ്മുടെ നൗഫൽ പട്ടാമ്പി, അദ്ദേഹം ഇപ്പോൾ നാട്ടിലാണ്, അദ്ദേഹത്തിന് സുഖമില്ല, അള്ളാഹു ശിഫ കൊടുക്കട്ടെ. അദ്ദേഹം അതുപോലെ തന്നെ ലത്തീഫ് കൊട്ടോപ്പാടം, സലീം മണ്ണാർക്കാട്, ഇവരൊക്കെ നമ്മുടെ ഇസ്ലാമിക് സെൻറ്ററുമായൊക്കെ അടുത്തിടപഴകി പ്രവർത്തിക്കുന്നവരാണ്. അവരുമായോ നമ്മുടെ ഡെസ്കുമായൊക്കെ ഈ വിഷയം താല്പര്യമുള്ള ആളുകൾ സഹായം എത്തിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഉദ്യമം വിജയിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതിൻ്റെ ഒരു സ്കൂൾ ഓഫ് ഇസ്ലാമിക് തോട്ട്സ്, അതാണ് SIT, അതാണിപ്പോൾ നമ്മുടെ മുമ്പിൽ ഞാൻ പറഞ്ഞ ആദ്യമുള്ള വിഷയം. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് കോച്ചിങ് കൊടുത്ത് ഫ്രീ ആയിട്ട് നമ്മുടെ ഉമ്മത്തിൻ്റെ ചെലവിൽ നമ്മൾക്ക് ദീനീ ചുറ്റുപാടിൽ നമ്മുടെ മക്കൾ വളർത്തണം. ആ ഒരു സാഹചര്യം ഒരുങ്ങുന്ന ഒരു സ്ഥാപനമാണ് ഇൻഷാ അള്ളാഹ് മണ്ണാർക്കാട് ഇസ്ലാമിക് സെൻറ്റർ. അത് SKSF സ്റ്റേറ്റ് കമ്മിറ്റി നേരിട്ട് ഇടപെടുന്നൊരു സ്ഥാപനം കൂടിയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇപ്പോൾ 25 ലക്ഷം രൂപയുടെ ബാധ്യതയാണ് ഇപ്പോൾ മുമ്പിലുള്ളത്. അപ്പോൾ ആ വഴിയിലേക്ക് സഹായിക്കാൻ പറ്റുന്ന ആളുകളൊക്കെ എപ്പോഴെങ്കിലും നിങ്ങളുടെ എന്തെങ്കിലും സഹായം വേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് വിഷയം അറിയിക്കണം. അതേപോലെ തന്നെ ഇവിടെ ഒരു പരിപാടി നടക്കാൻ പോകുന്നുണ്ട്. ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാഡമി മാടന്നൂർ, അത് ചമ്മാട് ദാറുൽ ഹുദയുടെ ഓഫ് ക്യാമ്പസാണ്, മംഗലാപുരത്ത് പ്രവർത്തിക്കുന്ന. അതിൻ്റെ അബുദാബി ഇസ്ലാമിക് സെൻറ്ററിൽ വ്യാഴാഴ്ച, അടുത്ത വ്യാഴാഴ്ച 20-ാം തീയതി വ്യാഴാഴ്ച, അടുത്ത വ്യാഴാഴ്ചയാണോ അത് പിറ്റത്തെ വ്യാഴാഴ്ച? അടുത്ത വ്യാഴാഴ്ച 20-ാം തീയതി അല്ലേ? 20-ാം തീയതി ഇൻഷാ അള്ളാഹ് വൈകിട്ട് 8 മണിക്ക് സയ്യിദ് KS അലി തങ്ങൾ കുമ്പോൾ തങ്ങൾ അവറുകൾ, അത് നൂറുൽ ഹുദ ഇസ്ലാമിക് അക്കാഡമി എന്ന ഈ സ്ഥാപനത്തിൻ്റെ രക്ഷാധികാരിയാണ്. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ഹനീഫ് ഹുദവി, അദ്ദേഹം പണ്ഡിതനും പ്രഭാഷകനും കൂടിയാണ്. അവരൊക്കെ സംബന്ധിക്കുന്ന കർണാടക SKSF അബുദാബി സംഘടിപ്പിക്കുന്ന പരിപാടിയുണ്ട് അടുത്ത വ്യാഴാഴ്ച. എല്ലാ ആളുകളെയും അതിലേക്ക് ക്ഷണിക്കുക കൂടിയാണ്. നമ്മൾ വടക്കൻ മലബാറിലെ പാണക്കാട് എന്നാണ് ഇപ്പോൾ ഈ കുമ്പോൽ എന്ന് പറഞ്ഞ സയ്യിദന്മാരുടെ കുടുംബത്തെ നമ്മൾ പറയാം. അത്രയും പാണക്കാടുള്ള തിരക്ക് പോലെ
അതേപോലെ തിരക്കുള്ള ഒരു സയ്യിദ് കുടുംബമാണ് കുമ്പുൽ സയ്യിദന്മാർ, കുമ്പളക്കടുത്ത്, കാസർഗോഡ് കുമ്പളെ കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൽ ബഹുമാനപ്പെട്ട സയ്യിദ് KS അലി തങ്ങൾ അവറുകൾ വളരെ സജീവമായി ഈ പരിപാടിയിലേക്ക് തങ്ങൾ അതിനുവേണ്ടി തന്നെ വന്നിട്ടുണ്ട്. അവർ ഇന്നലെ ദുബൈയിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്നറിഞ്ഞു. ഇൻഷാ അല്ലാഹ് അടുത്ത വ്യാഴാഴ്ച ഇവിടെ ഉണ്ട്. എല്ലാവരും വരണം. ഹനീഫ് ഉദവിയുടെ പ്രഭാഷണവും അതിൻ്റെ വിശദീകരണമൊക്കെ ഉണ്ടാവും. സംഘടനാ പ്രവർത്തനത്തിനിടെ നമ്മൾ വിട്ടുപിരിഞ്ഞ സെൻറ്റർ KMCC പ്രവർത്തകനായ മർഹൂം അബ്ദുൽ ഗഫൂറിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ. നമ്മുടെ മറ്റേ വിയറ്റ്നാം പടി ഗഫൂർക്കാണ്, അവർ തന്നെ. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഒരു വർഷമായോ മരിച്ചിട്ട്? യാ അല്ലാഹ്. ഗഫൂർ ഖാൻ്റെ പേരിലുള്ള ഒരു പരിപാടി ഇപ്പോൾ അടുത്ത് കൊപ്പത്ത് 2 ആഴ്ച മുമ്പ് കഴിഞ്ഞു. അത് ഗഫൂർ സാഹിബിന് കൊടുത്ത ഡേറ്റ് ആയിരുന്നു. ഞാൻ ആ പരിപാടിയിൽ പ്രത്യേകമായിട്ട് ദുആ ചെയ്തു. കാരണം നമ്മൾ അദ്ദേഹം അന്ന് ഇങ്ങനെ കൊടുത്ത ഡേറ്റ് ആയിരുന്നു സെപ്റ്റംബർ 30 കൊപ്പത്ത് പരിപാടി വേണം, ഇപ്പോൾ നാട്ടിൽ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഡേറ്റൊക്കെ കൊടുത്തും ചെയ്തു. അത് ആ പരിപാടിയാണ് ഒക്കെ കഴിഞ്ഞത്. ഞങ്ങളവിടെ പ്രത്യേകം അനുസ്മരിച്ചു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം സ്വർഗ്ഗത്തൊപ്പാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കൊപ്പം വളാഞ്ചേരി കൊപ്പത്തിൻ്റെ ഇടയിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഖബറുള്ളത് ആ പള്ളിക്കാടൊക്കെ വളരെ അടുത്ത് തന്നെയാണ്. നേരെ റോഡിൽ നിന്ന് കയറുന്നത് തന്നെയാണ്, വളരെ അടുത്താണ്. വിയറ്റ്നാം പടി അവിടെ നിന്ന് സിയാറത്ത് ചെയ്യാൻ പറ്റുന്നവരൊക്കെ എന്ത് ചെയ്യുക, പഴയ സുഹൃത്തുക്കളല്ലേ. വിസിറ്റിംഗ് വിസയിൽ വന്ന് ജോലി അന്വേഷിക്കുന്ന ഒരു സഹോദരനുണ്ട്, സേഫ്റ്റി ഓഫീസറാണ്. അള്ളാഹു ഖൈറായി ജോലി കൊടുക്കട്ടെ. ഉമ്മാൻ്റെ പ്രസവം അടുത്ത മാസമാണ്. സ്വാലിഹായ കുട്ടിയാവാൻ വേണ്ടി ദ്വാരക്കണമെന്നൊരു മോൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹോദരിക്ക് സുഖപ്രസവം നൽകി അനുഗ്രഹിക്കട്ടെ. കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് ആശുപത്രിയിലുള്ള മകളുടെ അമ്മായി ഉമ്മക്ക് എല്ലാം റാഹത്താവാൻ വേണ്ടി അള്ളാഹു ആ ഉമ്മാക്ക് വളരെ പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ഉപ്പാൻ്റെ ആണ്ടാണ് നാളെ, പ്രത്യേകം ദ്വാരക്കണം എന്ന് പറഞ്ഞ് അബ്ദുൽ വഹാബ് റഹ്മാനി ഉസ്താദൻ ഇവിടെ സദസ്സിലുണ്ട്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഉപ്പാക്ക് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. മോനെ കണ്ടുകിട്ടാൻ പഴമള്ളൂരിൽ നിന്ന് ദുആ ചെയ്തതിന് അൽഹംദുലില്ലാ മോനെ കിട്ടി. സ്ഥാപനം മനസ്സിലാക്കി സംസാരിച്ചു എന്ന് ആ കുട്ടിയുടെ ഉപ്പ ഇവിടെ സന്തോഷം അറിയിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. പുതിയങ്ങാടി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, എല്ലാം പെട്ടെന്ന് ശരിയാവും ദുആ ചെയ്യണം. അള്ളാഹു ഖൈറുൽ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. 42 വയസ്സുള്ള മെഹബൂബ് എന്ന സഹോദരൻ ഒരു ഭാഗം തളർന്നിപ്പോൾ നാട്ടിൽ ആശുപത്രിയിലാണ്, പ്രത്യേകം ദ്വാരക്കണമെന്ന് പറഞ്ഞു. അള്ളാഹു നീ വളരെ പെട്ടെന്ന് പരിപൂർണമായ ശമനം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇസ്ലാമിക് സെൻറ്ററിൻ്റെ പ്രസിഡന്റ് ബാവഹാജിയുടെ മരുമകൻ സുഖമില്ലാതെ NMC ഹോസ്പിറ്റൽ അഡ്മിറ്റാണ്. രോഗം ശിഫയാവാൻ വേണ്ടി പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ മരുമകന് വളരെ പെട്ടെന്ന് ശിഫ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ സ്വാലിഹായ ഇണയെ കിട്ടാൻ വേണ്ടി ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ഖൈറായ ഇത് നടത്തി കൊടുക്കട്ടെ. സ്വാലിഹീങ്ങളായ ഇണയെ അള്ളാഹു അടുപ്പിച്ചു കൊടുക്കട്ടെ. നമ്മുടെ ഒരു പുതുമുസ്ലിമായൊരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ മോളുടെ കാര്യം പറഞ്ഞിരുന്നു. തമിഴ്നാട്ടുകാരൻ അവിടെ ദുആ ചെയ്തിരുന്നപ്പോൾ ഒരു പുതിയാപ്പിളായിട്ടുണ്ട് എന്നുള്ള സന്തോഷം നിങ്ങൾ അറിയിക്കാൻ വേണ്ടി പറഞ്ഞു. അൽഹംദുലില്ലാ. വിവാഹമൊക്കെ അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. വിവാഹം കഴിഞ്ഞൊരു കുട്ടിയുള്ള അവരുടെ മകൾ ഒരു അന്യമതത്തിൽപ്പെട്ട യുവാവുമായി അടുപ്പത്തിലാണ് എന്ന കാരണം പറഞ്ഞ് കുറച്ച് ദിവസങ്ങളായി മകളെ ഭർത്താവ് വീട്ടിൽ കൊണ്ടുവന്നാക്കിയിരിക്കുകയാണ്. ഇതിൽ സത്യം വല്ലതും ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. എൻ്റെ മകൾക്ക് ഭർത്താവുമായി ഒരു നല്ല ദാമ്പത്യം നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവാനും അലോസരങ്ങളില്ലാതെയാവാനും വേണ്ടി ദ്വാരക്കണമെന്ന് പറഞ്ഞ കുട്ടിയുടെ വാപ്പയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്കെല്ലാം സന്തോഷകരമായ ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആ കുടുംബത്തിനും അള്ളാഹു വിഷമങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വളരെ വിഷമാണ് കാര്യങ്ങളൊക്കെ. നമ്മൾ പെൺകുട്ടികളൊക്കെ വളരെ ശ്രദ്ധിക്കുക. എപ്പോഴും ഈ അക്കരപ്പച്ച എന്ന് പറഞ്ഞൊരു തോന്നലേ എപ്പോഴും വീട്ടിലിരിക്കുമ്പോൾ അങ്ങനെ തോന്നും. എത്രയോ സ്നേഹത്തിൽ വളർത്തിയിട്ട് ഒക്കെ ആണ് ഇപ്പോൾ കുട്ടികളൊക്കെ ഇറങ്ങിപ്പോകുന്ന വിഷയങ്ങൾ. ഈ വിഷയത്തെ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇന്നലെ നാട്ടിലൊരു വിഷയം പറഞ്ഞു. എനിക്ക് നേരിട്ട് പേഴ്സണലി അദ്ദേഹം വിളിച്ച് സംസാരിച്ചപ്പോൾ ഇവിടെ നാടെന്താണെന്ന് നിങ്ങൾ അറിയേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വിഷയം 5 വർഷത്തോളം ഒരുമിച്ച് എല്ലാ സന്തോഷവും പങ്കുവെച്ച് ജീവിച്ചിട്ടാണ് ഏതോ ഒരു 3-4 പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച ഒരുത്തൻ്റെ കൂടെ ആ കുട്ടി ഇറങ്ങിപ്പോകുന്നത്. തിരിച്ചു വന്നു. അപ്പോൾ ഭർത്താവ് വളരെ വിഷമത്തിൽ ചോദിക്കുകയാണ്, ഞാൻ എന്ത് തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ നീ ഇത് ചെയ്തു? അവളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, നാട്ടിൽ റാഹത്താണ്, അതും വളരെ പാവപ്പെട്ട കുടുംബത്തിന് കല്യാണം കഴിച്ച്, അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ കേൾക്കുന്നുണ്ട്. ഈ പാവപ്പെട്ട കുട്ടികൾ യത്തീംഖാനയിൽ നിന്നൊക്കെ കല്യാണം കഴിക്കുന്ന എത്രയോ നല്ല മനസ്സുള്ള മനുഷ്യന്മാരാണ് ചെയ്യുന്നത്. പക്ഷേ അത്രയും നല്ല സ്വഭാവ ക്വാളിറ്റി ഈ മക്കളിലുണ്ടോ എന്ന് ആദ്യം നമ്മൾ അന്വേഷിക്കണം. എത്രയോ വിഷയങ്ങൾ അങ്ങനെയാണ്, ഒരുപാട് വിഷയങ്ങളുണ്ട്.
നമ്മുടെ ചെവിയിലേക്ക് വരുന്ന പലതും എനിക്ക് പറയാൻ പറ്റാതെ അവിടെ കോൺഫിഡൻഷ്യലായ വിഷയങ്ങളുണ്ടാവും, ഞാൻ പറയില്ല. ചിലർക്ക് അത് പുറത്ത് പറയുന്നത് ഇഷ്ടമില്ലാത്ത വിഷയങ്ങളുണ്ടാവും. പക്ഷേ ഒരുപാടാണ് ഓരോ ദിവസവും നമ്മുടെ ചെവിയിലേക്ക് വന്ന് ഞാൻ മാത്രം അറിയുന്നത്. എത്രയോ കേസുകൾ എത്ര ഉണ്ടാവും നമ്മൾ അറിയാത്തത്. ഒരു മുസ്ലിമായ സഹോദരൻ അത് ക്രിസ്തു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നു. വളരെ ഈമാൻ ഇത്ര ഉറച്ചൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അത്രയും ഈമാനുള്ള മനുഷ്യൻ. അദ്ദേഹം പള്ളിയിലെ വികാരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ. അങ്ങനെ ഒരു ക്രിസ്തീയ കുടുംബവുമായി ബന്ധമുണ്ട്. അച്ഛനോ ഞാൻ അമ്മാവനോ എന്നറിയില്ല. അത്രയും ഉള്ള ഒരു കുടുംബത്തിൽ നിന്ന് അദ്ദേഹം മുസ്ലിമായിട്ട് വന്നു. അങ്ങനെ അദ്ദേഹം കല്യാണം കഴിച്ചത് ഒരു യതീംഖാനയിൽ പഠിച്ചൊരു കുട്ടിയെയാണ്. ആ പെൺകുട്ടിയിൽ നിന്ന് ഭാര്യയിൽ നിന്നൊരു മോളുണ്ട്, 5 വയസ്സ് 6 വയസ്സുള്ള മോളുണ്ട്. അവൾക്ക് വാപ്പയില്ല. ആ ഉമ്മയെയും അവളെയും അന്തസ്സിൽ അഭിമാനത്തിൽ ചെറിയ ജോലി, ഖത്തറിലെ ജോലിയാണ്, 600-700 എത്ര റിയാലെങ്ങാനും ഉള്ളൂ. എന്നിട്ട് പോലും അവരൊരാവശ്യം പറയുമ്പോൾ കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അയച്ചു കൊടുത്തിട്ട് അങ്ങനെ സ്നേഹത്തിൽ എപ്പോഴും വർത്തമാനം കാര്യങ്ങളൊക്കെ. ആ പെൺകുട്ടി വേറൊരുത്തൻ്റെ കൂടെ പോയി, അവൾക്ക് വേറെ കുട്ടിയായി. അയാൾക്ക് നിർബന്ധമായും അവൾ ഒഴിവാക്കേണ്ട അവസ്ഥ വന്നു. അവൾക്ക് വേറെ കുട്ടി ജനിച്ചു. എന്നിട്ടും അദ്ദേഹം ഇവരുടെ ഉമ്മയെയും തൻ്റെ മോളെയും ഒക്കെ സംരക്ഷിക്കാൻ വേറൊരു വീട്, ഇയാൾക്ക് വീടെടുക്കാനൊന്നും കഴിയില്ല. അപ്പോൾ കൂടുതലുള്ള ആളുകൾ പോലും നീ ഞങ്ങളിന്ന് പോകുന്നതിൻ്റെ ശേഷം നിനക്ക് പരീക്ഷണം വന്നില്ലേ എന്നൊക്കെ തിരിച്ചു ചോദിക്കുമ്പോഴും എനിക്ക് അള്ളാഹുവിനെ വിടാൻ കഴിയൂല എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടു. ഖത്തറിൽ പോയപ്പോൾ കാണണമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, തിരക്കിലായിരുന്നു. എന്നാലും അദ്ദേഹത്തിൻ്റെ ജോലിസ്ഥലത്ത് പോയി കാണാൻ പറ്റി. എത്ര ഈമാനുള്ള ചെറുപ്പക്കാരൻ, വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് അദ്ദേഹം. ഒരു ഒരു മെസ്സഞ്ചറാണ്, ബൈക്കിൽ യാത്ര ചെയ്യുന്ന. ഒരു ബൈക്ക് ആക്സിഡൻ്റായിട്ട് കയ്യും കാലും മുറിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാണ് ഈ പെണ്ണ് പറഞ്ഞതെന്നത്രേ, ഇന്ന് സ്വർണത്തിന് വില കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് പൈസ അയച്ചു തന്നാൽ ഒരു 5 പവൻ്റെ മാലെങ്കിലും വാങ്ങിക്കൂടെ. അദ്ദേഹം പറയാം, ഞാൻ ബെഡിലാണ്, ഹോസ്പിറ്റലിലാണെന്ന് പോലും ഞാൻ പറഞ്ഞില്ല. ഞാൻ സുഹൃത്തുക്കളിൽ നിന്ന് പൈസ സംഘടിപ്പിച്ചിട്ട് അയച്ചു കൊടുത്തു. ആ മാല പോലും കയ്യിൽ വെച്ചിട്ടാണ് ഇവൾ മറ്റവൻ്റെ കൂടെ ഇറങ്ങിപ്പോയത്. എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ സങ്കടം? എങ്ങനെയാണ് ഈ സങ്കടമൊക്കെ അവർ താഴെ വെക്കുക? എന്നിട്ടും പിടിച്ചു നിൽക്കുക. അദ്ദേഹം വേറെ കല്യാണം കഴിച്ചിട്ടില്ല, അദ്ദേഹം പിടിച്ചു നിൽക്കുകയാണ്. പക്ഷെ ഏറ്റവും വലിയ അത്ഭുത മുഅ്മിനീങ്ങളെ, ഒരിക്കൽ പോലും എനിക്കിത്ര പൈസയുടെ ആവശ്യമുണ്ട്, വിഷമുണ്ട്, എനിക്കിത്ര കടമുണ്ട് എന്ന് ഈ മഖ്ലൂക്ക് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പലരും ആളെ കൊണ്ട് ചോദിപ്പിച്ചു, എന്തെങ്കിലും വിഷമുണ്ടോ, സാമ്പത്തികമായിട്ട് ഇയാളെ സഹായിക്കണോ? അത് ഞാൻ പറയില്ല, എനിക്കൊരു പൈസയുടെ ആവശ്യമില്ല. അദ്ദേഹം പറയാണ്ട് എനിക്ക് ഉസ്താദിനോട് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് വർത്താനം പറയാൻ ഒരു മിനിറ്റ് കിട്ടിയാൽ മതി, അങ്ങനെ അദ്ദേഹം പറയാറുള്ളത്. വേറൊന്നും പറയാം, 5 പൈസയുടെ വിഷയം പറയില്ല. അങ്ങനത്തെ ഈമാനുള്ളൊരു മനുഷ്യൻ, അതും പുതു മുസ്ലിമായി വന്ന ആൾ. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ വളർത്തുക, നമ്മുടെ ചുറ്റുപാടുകൾ, വേറൊരുത്തൻ്റെ പഞ്ചസാര കലർത്തിയ വർത്തമാനം കേൾക്കാൻ നല്ല രസമുണ്ടാവും. നാട്ടിൽ അങ്ങനെയാണ്. ഓരോരുത്തരുടെ ഫോൺ കോളുകളും അവരുടെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുമ്പോഴേ നാട്ടിലെ എത്രയോ പ്രമാണിമാരായി നടക്കുന്ന ആളുകൾ, നാട്ടിലെ മുഴുവൻ പെണ്ണുങ്ങളുമായി വാട്സപ്പ് കോൺടാക്റ്റ്. ഒരുത്തി വിചാരിക്കും ഇന്നോട് മാത്രമേ ഉള്ളൂ, മറ്റുള്ള വിചാരിക്കും ഇന്നോട് മാത്രം, ഇവൻ്റെ നാട്ടുകാർ മൊത്തം എൻ്റെ ആൾക്കാരാണ്. ഇങ്ങനെ വ്യഭിചാരം ചെയ്ത് ജീവിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട പിശാചുക്കൾ മനുഷ്യരിൽ എമ്പാടുമുണ്ട്. അന്തസ്സിൽ അള്ളാഹു അഭിമാനം നൽകി അന്തസ്സിൽ വീടിൽ ജീവിക്കുമ്പോൾ എപ്പോഴും തോന്നും മറ്റുള്ള ഭർത്താവിൻ്റെ കൂട്ടുകാരൻ എൻ്റെ ഭർത്താവിനേക്കാളും ഹൈറാണ്. ഇത് പിശാച് തോന്നിപ്പിക്കുകയാണ്. എന്നാണ് പോയി നോക്കണ്ടേ? പുറത്തുനിന്ന് മാടി വിളിക്കാൻ എളുപ്പമാണ്, കൂടങ്ങ് വന്നു, സ്വന്തം ഭാര്യയാണ്, ഭർത്താവാണ്, ആവേശമൊക്കെ തീരും. എപ്പോഴും പുറത്തു നിൽക്കുന്നതിന് എന്തോ ഒരു ഭംഗിയാണെന്ന് തോന്നിപ്പോകും. പക്ഷെ അത് നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഒന്നുമല്ല. അപ്പോൾ ഇത് ഹറാമിലൂടെ സമ്പാദിക്കാൻ വേണ്ടി നമ്മുടെ മക്കളൊക്കെ പിഴക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ. അള്ളാഹിനോട് ദുആ ചെയ്തോളൂ. മൊബൈൽ പിടിച്ച് വാങ്ങിച്ചിട്ടും കാര്യമില്ല, അവർക്ക് അതിലും വലിയ മൊബൈൽ വേറെ ഉണ്ടാവും. കാമുകൻ്റെ ഫോൺ നമ്പർ വരുമ്പോൾ ഭർത്താവിൻ്റെ എൻ്റെ ഹസ്ബൻഡ് വിളിക്കുന്നു. അപ്പോൾ കുട്ടി പറയാം, അമ്മായി ഇതാ നിങ്ങളെ പുതിയാപ്പിള വിളിക്കുന്നുണ്ട്. അപ്പോൾ പോയി എടുക്കുക, കൂളായിട്ട് പെരക്കാരടിയുന്നേ. ഫോണിൽ കാണിക്കണത് എന്താ? എൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്പർ എന്നാണ് പേര് എഴുതി വെച്ചത്, കാമുകൻ്റെ നമ്പറാണ് സംഗതി. അപ്പോൾ ഇങ്ങനെയൊക്കെ എങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റുക? എങ്ങനെ അത് ചെയ്യാൻ പറ്റുക? നമ്മൾ പരമാവധി അശ്രദ്ധ വേണ്ട. നമ്മുടെ വീടുകളിൽ കയറിയിറങ്ങുന്നവരാരൊക്കെയാണ്, എന്തൊക്കെയാണ് നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ പെൺകുട്ടികൾ ആരുമായൊക്കെ ഇടപഴകുന്നു, ഇതൊക്കെ വലിയ ഉത്തരവാദിത്തമാണ്. കുട്ടികളുണ്ടാകാൻ നമ്മൾ ദ്വാരക്കുന്നില്ലേ? ഈ കുട്ടികളെ നമ്മൾ ഇങ്ങനെ തർബിയത്ത് ചെയ്യാൻ എത്ര പാടുപെടണം. അപ്പോൾ എല്ലാവരും രക്ഷിതാക്കളും ശ്രദ്ധിച്ചോളൂ. എൻ്റെ കുട്ടിയൊന്നും ഇത് ചെയ്യൂല, എൻ്റെ കുട്ടിക്ക് അത് ഇല്ലല്ലോ, അങ്ങനെ വളർത്തിയ കുട്ടി, അതൊന്നും പറയണ്ട. ഒരൊറ്റ ദിവസത്തെ ഡേ നൈറ്റ് കൊണ്ട് ആൾ മാറിയേക്കും. അതുകൊണ്ട് ശരിക്കും ബോധവാന്മാരാവുക, നമ്മുടെ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം നിർവഹിക്കുക, നമ്മുടെ വീക്ഷണവും നോട്ടവും എപ്പോഴും ഉണ്ടാവുക. ഇതുപോലുള്ള അവസ്ഥകളൊന്നും ഇനി കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ എന്ന് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യാൻ. എത്രത്തോളം നമ്മൾ ആ മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടോ അതിനപ്പുറം പിശാചിൻ്റെ ഇടപെടൽ കൂടുതലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തിലാക്കട്ടെ. അതെ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. നമ്മുടെ
ഇബാദ് എന്ന് പറഞ്ഞ നമ്മുടെ SKSFൻ്റെ ദഅവത്തുമായി ബന്ധപ്പെട്ട ഒരു വിങ് പ്രവർത്തിക്കുന്നുണ്ട്, ഖാഫില എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരും നമ്മുടെ ഇസ്ലാമിക് സെൻറ്ററുമായൊക്കെ ഇടപെട്ടുകൊണ്ട് നാട്ടിൽ ഒരുപാട് കുട്ടികളെ ഇതിൽ നിന്ന് മോചിപ്പിക്കാനും അതിന് കൗൺസിലിംഗ് കൊടുക്കാനും ഒക്കെ സഹായകമായിട്ടുണ്ട്. ആസിഫ് ദാരിമി ഇവിടെ ഉണ്ടോ? പോയോ പുറത്തുണ്ടോ? അപ്പോൾ അത്തരം വിഷയങ്ങൾ നൂറുകണക്കിന് സംഭവങ്ങൾ ഡെയിലി ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഉസ്താദ് ആസിഫ് ദാരിമി അവർ. അദ്ദേഹം ഇവിടെ ഉണ്ട്, സ്ഥലത്തുണ്ട് ആൾ. അപ്പോൾ ഓരോ ദിവസവും അദ്ദേഹത്തെ ഓരോ അപ്ഡേറ്റുകളൊക്കെ തരാറുണ്ട്. ചില വിഷയങ്ങളിലൊക്കെ നമുക്ക് ഇടപെടേണ്ട കാര്യങ്ങൾ നടത്തി തരാം. അപ്പോൾ നമുക്ക് നമ്മുടെ മഹല്ലുകളിൽ ഒക്കെയും നമ്മുടെ നാട്ടു നന്മ എന്ന പേരിൽ നമ്മുടെ പേരാമ്പ്ര ഭാഗത്ത് അങ്ങനെ ഒരു ചലനം ആരംഭിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ. അപ്പോൾ അതുമായൊക്കെ സഹകരിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബ്രോഷർ എന്തായിരുന്നു ആയോ? പിന്നീട് അടുത്ത ക്ലാസ് പറഞ്ഞാൽ മതി. ഇൻഷാ അല്ലാഹ് നാടുകളിലൊക്കെ ഇത്തരം ക്ലാസ്സുകളാണ് ഇപ്പോൾ ആവശ്യം. എത്രയാണ് ആസിഫ് ദാരിമിയോട് ചോദിച്ചാൽ മനസ്സിലായി. ആസിഫ് ദാരിമി ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് നിങ്ങളോട് പരിചയപ്പെടുത്തണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഉണ്ടോ? ഒന്ന് വിളിച്ചേക്ക്. ഒരു സമയം ഇല്ലേ? അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് 31 പോകുള്ളൂ അല്ലേ? ഇൻഷാ അല്ലാഹ്. അദ്ദേഹമൊക്കെ ക്യാമ്പസുകൾ ചെല്ലുന്ന ആളാണ്. ക്യാമ്പസുകൾ വിദ്യാർത്ഥിനികളെ ഡയറക്റ്റ് ഇരുത്തി സംസാരിക്കുന്ന ആളാണ്. ആസിഫ് ദാരിമി പറയാം, ഒരു 10ാം ക്ലാസ്സിൽ എത്തിയിട്ട് വ്യഭിചരിക്കാത്ത ആൺകുട്ടികളും പെൺകുട്ടികളും കുറവാണത്ര ചില ഏരിയകളിൽ. 10ാം ക്ലാസ് സ്കൂൾ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? അപ്പോൾ അത്രയും ഗുരുതരമായ രീതിയിലേക്ക്, പിന്നെ ഡ്രഗ്സിൻ്റെ കാര്യം പറയണ്ട, അല്ലാത്ത തന്നെ. അപ്പോൾ അത്രയും വളരെ വിഷമം തോന്നും. എന്നാലും സയ്യിദുന നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം ആൾക്കാരെ വിളിച്ചില്ലേ? നമ്മൾ വിളിക്കന്നെ, ആളുകളെ ദഅവത്ത് ചെയ്യന്നെ, നമ്മൾ പറഞ്ഞു കൊടുക്കന്നെ. നമ്മൾ ഓരോരുത്തരും ഒറ്റക്കും കൂട്ടായിട്ടും നന്മയെ പ്രചരിപ്പിക്കുക. കാരണം തിന്മയുടെ തള്ളിക്കയറ്റം കൂടുതലാണ്. അപ്പോൾ നമ്മളത് നന്മ കൊണ്ട് പ്രതിരോധിക്കണം. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കും നാടുകളിലെ സ്കൂളുകളൊക്കെ കേന്ദ്രീകരിച്ച് ഇവർ നടത്തുന്ന ക്ലാസ്സുകളുണ്ട്, നാട്ടുനന്മ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇബാദ നടത്തുന്ന ഖാഫിലയുടെ കീഴിലൊക്കെ നടത്തുന്ന ക്യാമ്പസുകളിൽ നടക്കുന്ന ക്ലാസ്സുകൾ നമ്മുടെ മഹല്ല് കമ്മിറ്റികൾ, KMCCയുടെ ഭാരവാഹികളൊക്കെ സജീവമായി ഇടപെട്ട്, കാരണം KMCC എത്രയും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നൊരു പ്രസ്ഥാനമാണ്. ഒരുപാട് ആളുകളെ സഹായിക്കുകയും രോഗത്ത് നിന്ന് മോചിപ്പിക്കാനും എല്ലാവിധ സഹായവും. ആ കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു ഫോക്കസ് നമ്മുടെ ഈ മോറൽ സപ്പോർട്ട് കൂടെ നമ്മൾ ഉൾപ്പെടുത്തണം. കാരണം ജനങ്ങൾക്ക് ഇരിക്കാനും കുടിക്കാനും ഭക്ഷിക്കാനും നമ്മൾ കൊടുത്തു. ഇനി ഇവരെന്ത് ചെയ്യണം? ഭക്ഷണം കിട്ടി, വീട് കിട്ടി, ബൈത്തുർ റഹ്മ കിട്ടി, എല്ലാം കിട്ടി. നമ്മളിനി എന്ത് ചെയ്യണം? അതുകൂടെ നമ്മുടെ അജണ്ടയുടെ ഭാഗമാണ്. ഇവർക്കൊരു മോറൽ സപ്പോർട്ട് നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഈ ഭക്ഷണം കഴിച്ച് വളർന്നങ്ങനെ ഉഷാറാവുക എന്നല്ലാതെ ഇവരൊക്കെ എന്ത് നന്മ നമ്മൾ പ്രതീക്ഷിക്കണം? അപ്പോൾ അവരൊക്കെ ഇടപെട്ട് സജീവമായും നമ്മുടെ ക്യാമ്പസുകളിലെ ഈ പ്രവർത്തനങ്ങളുമായി ഒന്ന് കോർഡിനേറ്റ് ചെയ്താൽ, നിങ്ങൾ ഇവിടെ ആ വിഷയം അറിയിച്ചാൽ നാട്ടിൽ അവരവിടെ ചെന്ന് ക്ലാസ് എടുത്തോളും. അപ്പോൾ മഹല്ല് കമ്മിറ്റിക്കാരൊക്കെ ഇൻഷാ അല്ലാഹ് ആസിഫ് ദാരിമി അവർ വരുമ്പോൾ ആ വിഷയം നേരിട്ട് അദ്ദേഹത്തോട് ഏൽപ്പിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യണം. അവരൊക്കെ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ഇടപെടുന്നവരാണ്. അവർ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ നടക്കുന്നത്. അവർക്കൊക്കെ കുട്ടികളും മക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഓരോ ദിവസവും അവർ ഹാൻഡിൽ ചെയ്യുന്ന വിഷയങ്ങൾ ഒരുപാടാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളായി വരാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്തോളി. അള്ളാഹു നമ്മുടെ മക്കളിൽ കൺകുളിർമയെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കേരളത്തിലെ 40ലധികം മഹല്ലുകളിൽ അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്റർ നടത്തുന്ന ഖുർആൻ ക്ലാസ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വീണ്ടും നടക്കുകയാണ്. അവിടെ പങ്കെടുക്കുന്നവർക്കും അതിനുവേണ്ടി സഹായിച്ചവർക്കും പ്രത്യേകം ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഇസ്ലാമിക് സെൻറ്ററിലെ ഈ ക്ലാസ് അവിടെ ഡിജിറ്റൽ നമ്മുടെ പ്രൊജക്ടർ ഉപയോഗിച്ച് നടത്തുന്ന ഒരു 40ഓളം മഹല്ലുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകളുടെ കോൺട്രിബ്യൂഷനാണ്, പരിശ്രമമാണ്. അള്ളാഹു അതെല്ലാം സ്വീകരിക്കട്ടെ. ആമീൻ. ഒരു സഹോദരൻ്റെ വിഷമത്തോടെ എഴുതാണ്, പൈശാചികമായ അസുഖം ശരീരത്തിൽപ്പെട്ടിട്ട് പഴക്കപ്പെട്ടുപോയി. ഖുർആൻ ചികിത്സ ചെയ്തിരുന്നു, പക്ഷേ നീങ്ങിയിട്ടില്ല, രക്തത്തിൽ കലർന്നുപോയി എന്നൊക്കെ പറയുന്നു. എത്രയും പെട്ടെന്ന് നീങ്ങിപ്പോകാൻ വേണ്ടി ദുആയിരക്കണമെന്ന് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ പൈശാചികമായ പ്രയാസം അള്ളാഹു സലാമത്താക്കി കൊടുക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിനും അതുപോലെ സിഹർ സംബന്ധമായ പ്രയാസമുള്ളവരുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് ഖത്തറിൽ നിന്ന് വിഷയം അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തിനോട് വിളിച്ചിട്ട് ഇവിടെ ഉമ്മ വളരെ വിഷമകരമായൊരവസ്ഥയിലാണ്. വളരെ ദുർബലമായ രീതിയിലേക്ക്, പ്രായമൊന്നുമില്ല, പക്ഷേ ഒന്നിനും എഴുന്നേൽക്കാൻ അനങ്ങാനും പറ്റാത്ത, ഡോക്ടർമാർക്കൊന്നും പിടുത്തം കിട്ടാത്തൊരസുഖം. അപ്പോൾ അതെന്തെങ്കിലും പൈശാചികമായ ബുദ്ധിമുട്ടാണോ എന്നവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തായിരുന്നാലും അവർക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആ ഉമ്മാക്കൊരു ഉംറ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അള്ളാഹു തആല വളരെ പെട്ടെന്ന് അതിന് സാധിപ്പിച്ചു കൊടുക്കട്ടെ. എല്ലാവിധ ബുദ്ധിമുട്ടും അള്ളാഹു സലാമത്താക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കല്യാണ ആലോചനകൾ വരുന്നുണ്ട്, അതൊക്കെ തെറ്റിപ്പോവാണ്. അതിനാൽ നല്ല ഹൈറായൊരു ബന്ധമുണ്ടാവാൻ ദുആയിരക്കണം. അള്ളാഹു ഹൈറായൊരു കുടുംബ ബന്ധം അവർക്ക് അടുപ്പിച്ചു കൊടുക്കട്ടെ. തലശ്ശേരിയിലെ 37 വയസ്സുള്ള സഹോദരൻ എന്താണ്
ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് കിടപ്പിലാണ്. അറ്റാക്ക് ആയിരിക്കും ഉദ്ദേശിച്ചത്. കിടപ്പിലാണ്. 9 വർഷമായി നടക്കുന്നില്ല. സംസാരം ക്ലിയർ അല്ല. ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോയി ഭേദമായിട്ടില്ല. അള്ളാഹുവെ സദസ്സിൻ്റെ ഹുർമത്ത് കൊണ്ട് അദ്ദേഹത്തിന് നീ ആഫിയത്തും സലാമത്തും കൊടുക്കണേ തമ്പുരാനെ. ഒരു സഹോദരിയുടെ സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ നിക്കാഹ് കഴിഞ്ഞു, ഡിവോഴ്സായി എന്ന് പറയുന്നു. നല്ല ബന്ധം, ഖൈറായ ജീവിതം കിട്ടാനും അള്ളാഹു അതിനും ഖൈറായ ബന്ധം ആ സഹോദരിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അനിയൻ പഠിച്ചു കഴിഞ്ഞു, നല്ല ജോലിയാവണം. അള്ളാഹു ഹലാലായ ഖൈറായ ജോലി നൽകി അനുഗ്രഹിക്കട്ടെ. ഇസ്ലാമിൻ്റെ വഴിയിലൂടെ ജീവിക്കാനും വേണ്ടി, അനുജന് വേണ്ടി വളരെ വാശിയിൽ ജീവിക്കുന്ന ആളാണ്. അള്ളാഹു അനുജന്, അദ്ദേഹത്തിൻ്റെ സഹോദരന് നീ ഖൈറായ ഹിദായത്തും സലാമത്തും കൊടുക്കണേ തമ്പുരാനെ. 4 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞായില്ല. അള്ളാഹു സ്വാലിഹീങ്ങളായ മക്കൾ നീ കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും കിട്ടാൻ ദുആ ചെയ്യുക. നിങ്ങളെല്ലാവരും ദുആ, നിങ്ങളെ ദുആ കിട്ടുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. നിങ്ങളെ ദുആ തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ പ്രതീക്ഷയും ഏറ്റവും വലിയ ധൈര്യവും അത് തന്നെയാണ്. അൽഹംദുലില്ലാഹ്. നിങ്ങൾ ഒറ്റക്കൊറ്റക്കായിട്ടൊക്കെ ദുആ ചെയ്യുന്നുണ്ട് എന്ന് എനിക്കിങ്ങനെ പല സന്ദർഭങ്ങളിലും തോന്നിയിട്ടുണ്ട്, പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ദുആ ഇൻഷാ അല്ലാഹ് അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഒറ്റക്കൊക്കെ ദ്വാരക്കുമ്പോൾ എന്ത് ചെയ്യുക, ദ്വാരക്കുക. നമ്മളിവിടെ ദ്വാരക്കുമ്പോൾ കൂട്ടത്തിലല്ലേ, കല്യാണത്തിന് ചോറക്കണമാതിരിയ. നിങ്ങൾ പറയുമ്പോൾ ഒറ്റക്കൊറ്റക്ക് വെച്ചുണ്ടാക്കുമ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പ്രത്യേകമായൊരു ഓർമ്മയിൽ നിങ്ങൾ ദ്വാരക്കൂലേ, ദ്വാ ചെയ്യുക. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും, നിങ്ങൾ എനിക്കും കുടുംബത്തിനും ഭാര്യ കുട്ടികൾ അവർക്കെല്ലാം ഉമ്മ വാപ്പന്മാർ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ബന്ധുക്കൾ, ഇവർക്കൊക്കെ ദ്വായിൽ നിങ്ങൾ ഒറ്റക്കൊക്കെ ദ്വാരക്കുമ്പോൾ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് അതൊക്കെ അള്ളാഹു താല സ്വീകരിക്കും. അള്ളാഹു ഖൈറാക്കി തരട്ടെ. ആമീൻ. കൂട്ടുകാരൻ്റെ അസുഖം ഷിഫയാവാൻ വേണ്ടി റബ്ബെ ഷിഫ കൊടുക്കണേ. മക്കളുടെ പഠിപ്പിൽ ഉന്നത വിജയം ഉണ്ടാവാൻ, മരുമകൻ എത്രയും പെട്ടെന്ന് പുതിയ ജോലി പ്രവേശിക്കാൻ വേണ്ടി, മകളുടെ സുഖപ്രസവത്തിന് വേണ്ടി, മരിച്ചുപോയ ഉമ്മയുടെ ആണ്ടാണ്, വല്യമ്മയുടെ കാൽമുട്ടിൻ്റെ അസുഖം മാറാൻ, മുത്താപ്പയുടെ അസുഖം ഷിഫയാവാൻ, ഒരു യമനി സഹോദരൻ ICUവിലാണ്, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അള്ളാഹു ഷിഫ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ. നേരത്തെ പറഞ്ഞ വിഷയങ്ങളിലൊക്കെ അള്ളാഹു സദുദ്ദേശങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കട്ടെ. സഹോദരൻ കള്ളക്കേസിൽ കുടുങ്ങിയിട്ടുണ്ട്, അള്ളാഹു അവർക്ക് മോചനം നൽകട്ടെ. എത്രയോ കള്ളക്കേസിലും അല്ലാതെയൊക്കെ ആയിട്ടിപ്പോൾ സൗദിയിലും മറ്റൊക്കെ ജയിലിലൊക്കെ കഴിയുന്ന ഒരുപാട് ആളുകളെ മോചനദ്രവ്യം കൊടുത്ത് മോചിപ്പിക്കുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്. ഒരുപാട് സഹായം ചെയ്ത് വലിയ വലിയ സംഖ്യകൾ. ഇപ്പോൾ വണ്ടി തട്ടിപ്പോയി, ആൾ മരിച്ചു, ഇൻഷുറോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല, അതിലൊക്കെ ബ്ലഡ് മണി വലിയ സംഖ്യ, മില്യൺ കണക്കിന് ദിർഹം കൊടുക്കേണ്ടി വരും ചില കേസുകളിലൊക്കെ. അപ്പോൾ അത്രയും വലിയ റിയാലൊക്കെ സംഘടിപ്പിച്ച് ജയിലിൽ നിന്ന് മോചനം കൊടുത്ത ഒരുപാട് ആളുകൾക്ക് ആശ്വാസം നൽകുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുണ്ട്. അവരാരാണെന്ന് പോലും ആ ജയിലിൽ നിന്ന് ഇറങ്ങിയവർക്ക് അറിയില്ല ആരാണ് ആ ചെയ്തത് എന്ന്. അപ്പോൾ അവരൊക്കെ അവരുടെയൊക്കെ ജീവിതത്തിലും കച്ചവടത്തിലും ഏർപ്പാടിലും കുടുംബത്തിലൊക്കെ ഖൈറും ബർക്കത്തുണ്ടാകാൻ വേണ്ടി പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു ആ സഹായിച്ച ആ കൂട്ടുകാർക്ക് അവരുടെ കച്ചവടത്തിലും എല്ലാ വിഷയങ്ങളിലും ഏർപ്പാടുകളിലും കുടുംബത്തിലും യാത്രയിലും നാട്ടിലും ഇവിടെയൊക്കെ സർവശക്തനായ അള്ളാഹു തആല എല്ലാ ഖൈറും സലാമത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു പൈശാചികമായൊരു വിഷയത്തിൽ വിഷമിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. അള്ളാഹു സലാമത്ത് കൊടുക്കണേ റബ്ബേ. മകളുടെ കല്യാണത്തിന് വേണ്ടി ഡിസംബറിൽ നാട്ടിൽ പോകാൻ ഉദ്ദേശിക്കുന്നു, ലീവ് ശരിയായി കിട്ടാൻ വേണ്ടി ദ്വാരക്കണം. അള്ളാഹു അവർക്കത് ഖൈറാക്കി കൊടുക്കട്ടെ. ഉമ്മയുടെ കാൽമുട്ട് വേദനയും ഹൃദയ സംബന്ധമായ അസുഖവും മാറാൻ അള്ളാഹു ഷിഫ കൊടുക്കണേ റബ്ബേ. മാതാവിൻ്റെ ഉമ്മ ഓർമ്മ നഷ്ടപ്പെട്ട് ഭക്ഷണം ട്യൂബിലൂടെയാണ് കൊടുക്കുന്നത്. അള്ളാഹു ഉമ്മാക്ക് നീ സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ. മകളുടെ കല്യാണം കുടുംബക്കാർ എല്ലാവരും കൂടി ഭംഗിയാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ മോളെ കല്യാണമാണ്. അള്ളാഹു ഇത് സന്തോഷത്തിലാക്കി കൊടുക്കണേ തമ്പുരാനെ. മരണപ്പെട്ട ഉപ്പാക്കും ഉമ്മാക്കും പെങ്ങൾക്കും വേണ്ടി അള്ളാഹു എല്ലാവർക്കും ഓഫർത്ത് കൊടുക്കണേ റഹ്മാനെ. ഇവിടെ ദ്വാരക്കാൻ വേണ്ടി ഒരു ശ്വാസകോശ സംബന്ധമായ അസുഖം കാരണം 10 ദിവസമായി ICUവിലാണെന്ന് പറയുന്നു. അള്ളാഹു നീ വളരെ പെട്ടെന്ന് സലാമത്ത് കൊടുക്കണേ റഹ്മാനെ. സഹോദരൻ 16 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് പുതിയൊരു സംരംഭം തുടങ്ങാൻ, നാട്ടിൽ ഒരു സംരംഭം തുടങ്ങാൻ അള്ളാഹു ബറക്കത്തിലാക്കണേ തമ്പുരാനെ. സമസ്തയുടെ മുൻ ട്രഷറർ പാറന്നൂർ ഉസ്താദിൻ്റെ ആണ്ട് മാസമാണ്. അള്ളാഹുവെ മഹാനോട് ഖബറിടും സ്വർഗത്തോപ്പാക്കണേ തമ്പുരാനെ. പിന്നെ ഒരുപാട് വിഷയങ്ങൾ, മക്കൾക്ക് വേണ്ടി ഭാര്യ ഭർത്താക്കന്മാർ, കുടുംബത്തിൽ മറ്റു പൈസ കിട്ടാനുള്ളത്, കടം കൊണ്ട് കുടുങ്ങിയത് ഒക്കെ എല്ലാവർക്കും ഒരുമിച്ച് നമ്മൾ ദ്വാരയിൽ ഉൾപ്പെടുത്താൻ പോകണം. നമ്മുടെ ഓൺലൈൻ ക്ലാസ് കേൾക്കുന്നവരുണ്ട്. SK7 തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി സജലിൻ്റെ സഹോദരി അല്പം മുമ്പ് മരണപ്പെട്ടല്ലേ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പോൾ സജലി നാട്ടിൽ പോയെന്നറിയോ? ആൾ ദുബൈയിലല്ലേ. അപ്പോൾ അങ്ങനെ പെങ്ങൾക്ക് സുഖമില്ല, പ്രയാസത്തിലാണ്. 20 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാൽ കുടലും കിഡ്നിയും രണ്ടും മാറ്റി വെക്കേണ്ടി വരണം തൃശ്ശൂർ എന്നൊക്കെ ഡോക്ടർമാർ അങ്ങനെ പറഞ്ഞു. അപ്പോൾ 20 ലക്ഷം രൂപ എവിടെ നിന്ന് സംഘടിപ്പിക്കും
എന്നൊക്കെ പറഞ്ഞ് വളരെ വിഷമത്തിലായിരുന്നു. അപ്പോൾ ആ ഒരു വിഷയം പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ പരിശ്രമത്തിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. ഏതായിരുന്നാലും ആ സഹോദരൻ്റെ സഹോദരി ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. അള്ളാഹുവേ നീ അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹു നീ സഹോദരിക്ക് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യണേ തമ്പുരാനെ. ആമീൻ. ചില വിഷയങ്ങൾ അങ്ങനെയാണ്, നമ്മൾ ഡോക്ടർമാർക്ക് കൈയൊഴിയാനേ പറ്റുള്ളൂ. അള്ളാഹുവിൻ്റെ ഖലാ എങ്ങനെയാ വെച്ചാൽ അങ്ങനെയല്ലേ നടക്കുള്ളൂ. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് حمدا يوافي نعمه ويكافئ مزيده اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. റഹ്മാനായ മാലിക്കുൽ മുലൂക്കായ ജബ്ബാറും ഗഫൂറുമായ തമ്പുരാനെ, അധികാരം നിനക്കാണ് റബ്ബേ. പുറത്തു തരാൻ കഴിവുള്ളവനും മാപ്പ് തരുന്നവരും ഞങ്ങൾക്ക് ജീവിക്കാൻ ഞങ്ങൾ അനുവദിച്ചവനും ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നവനും ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തിത്തരുന്നവനുമായ അള്ളാഹുവേ, ഈ ദുന്യാവിൽ ജീവിക്കുന്ന കാലമത്രയും ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് നീ പറഞ്ഞ നന്മകൾ ചെയ്ത് ജീവിക്കാൻ തൗഫീഖ് തരണേ റഹ്മാനെ. ഏറ്റവും അഫ്ളലായ മനുഷ്യൻ ഒരുപാട് കാലം ജീവിക്കുകയും നന്മ ചെയ്യുകയും ചെയ്ത് മരിച്ചവരാണ്. അവർക്കാണ് പരലോകത്തിൽ മുൻഗണനയെന്നും നിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവേ ആഫിയത്തോടുകൂടുള്ള ആയുസ് ഞങ്ങളെല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ. ഇവിടുന്ന് പ്രവാസ ജീവിതം മതിയാക്കി പോകുന്ന ആളുകൾക്കും നീ സലാമത്തും ആഫിയത്തും വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അള്ളാഹു ജീവിച്ചിരിക്കുന്ന ഓരോ സെക്കൻഡും നിൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ തൗഫീഖ് താ റബ്ബേ. ഞങ്ങൾക്കൊക്കെ മാപ്പ് തന്ന് പുറത്തു തന്ന് ഞങ്ങളൊക്കെ ഒന്ന് ശുദ്ധിയാക്കി തരണേ റബ്ബേ. കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു പോയി തെറ്റുകൾക്കെല്ലാം പ്രായശ്ചിത്തമായി ഞങ്ങൾ നിന്നോട് തൗബ ചെയ്ത് അതിനൊക്കെ പകരം ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകണമേ അള്ളാഹുവേ. ദുആ കൊണ്ട് നീ പുറത്തു തരുമല്ലോ തമ്പുരാനെ. ദുആ കൊണ്ട് മുസീബത്ത് നീ തട്ടി നീക്കുമല്ലോ റബ്ബേ. ദുആ കൊണ്ട് നീ ശിഫ നൽകുന്നുണ്ടല്ലോ പടച്ചവനെ. അള്ളാഹുവെ എല്ലാവർക്കും ഇവിടെ പറഞ്ഞ വിഷമങ്ങളുള്ള എല്ലാവരുടെയും എല്ലാവിധ അസുഖങ്ങളും ഓരോ കുടുംബത്തിലും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും ഭാര്യ സന്തതികൾക്ക് വേണ്ടിയൊക്കെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞ എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും സഫലമാക്കി അവർക്കൊക്കെ നീ ശിഫ കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹു അബൂദാബിയിൽ നിന്ന് 120 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഈ ക്ലാസ്സിലേക്ക് വന്നൊന്ന് ദ്വാരപ്പിക്കാൻ വേണ്ടി 5 വയസ്സുള്ള മോൻ അള്ളാഹുവെ 2 കിഡ്നിയും നഷ്ടപ്പെട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക. 2-3 ദിവസം കൂടുമ്പോൾ ഈ ടൗണിൽ വന്ന് പോവുകയാണ് അവർ 120 കിലോമീറ്റർ അപ്പുറത്തുനിന്ന്. അള്ളാഹുവെ ആ കുട്ടിയുടെ വാപ്പയും കുടുംബവും ഉമ്മയും ഇവരൊക്കെ ആ കുഞ്ഞിൻ്റെ ശിഫ പ്രതീക്ഷിക്കുന്നവരാണ് റബ്ബേ. അല്ലാമൽ ഗുയൂബായ ഷാഫിയായ കാഫിയായ അള്ളാഹുവെ ആ കുട്ടിക്ക് നീ അത്ഭുതകരമായി ശിഫ നൽകണേ റബ്ബേ. നിൻ്റെ പരിശുദ്ധ വചനമായ ഖുർആനിൻ്റെ ഹക്ക് കൊണ്ട് ഇവിടെ ആമീൻ പറയുന്ന ആളുകളുടെ പുണ്യം കൊണ്ട് അള്ളാഹുവെ നീ കുട്ടിക്ക് ശിഫ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബിഹഖി സായിലീന അലൈക അൻ യശ്ഫിയ. കുട്ടിക്ക് നീ ശിഫ കൊടുക്കണേ റബ്ബേ. നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. അസുഖമുള്ള എല്ലാ മക്കൾക്കും നീ ശിഫ കൊടുക്കണേ റബ്ബേ. പ്രായമുള്ളവരും ചെറുപ്പക്കാരികളും ഒക്കെയായി വിദ്യാർത്ഥിനികളൊക്കെ അസുഖമുള്ളവരുണ്ട്. എല്ലാവർക്കും ശിഫ കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ അസുഖം ശിഫയാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ സന്തതികൾ മക്കൾ എല്ലാവർക്കും നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. അർഹമുർ-റഹീമായ റബ്ബേ, അള്ളാഹുവെ ഞങ്ങൾ ഓരോരുത്തരുമായി ജീവിതത്തിൽ ബന്ധമുള്ള പരിചയമുള്ള ദുആരക്കാൻ വസീയത്ത് ചെയ്ത എവിടെയെല്ലാം ദഅവത്ത് ചെയ്യാനോ വഅദ് പറയാനോ പോയിട്ടുണ്ടോ ആ നാട്ടുകാരായ ആളുകൾ, അങ്ങനെ ആരെല്ലാം ഉണ്ടോ ജീവിതത്തിൽ ഞങ്ങൾ ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരുമായി ബന്ധപ്പെട്ടവർ, ഈ സദസ്സിൽ വരാറുണ്ടായിരുന്നവർ, ഇപ്പോൾ വരാൻ പറ്റാത്തവർ, ഏതെല്ലാം രീതിയിൽ ഞങ്ങളുമായി ജീവിതത്തിൽ ബന്ധപ്പെട്ടവർ, പരിചയപ്പെട്ടവർ, ദുആ ചെയ്തവർ, ഉപകാരം ചെയ്തവർ, ദുആയിൽ ഓർക്കുന്നവർ, അള്ളാഹുവെ എല്ലാവരെയും നിൻ്റെ കനഫിലായി നിൻ്റെ കാവലിലായി ഈ ലോകത്തും നാളെ പരലോകത്തും അള്ളാഹു നീ രക്ഷപ്പെടുത്തി തരണേ അള്ളാഹ്. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് റബ്ബേ അള്ളാഹു നിൻ്റെ ഖളായിൽ നീ മക്കളെ കൊടുക്കാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു കൺകുളമുള്ള മക്കളെ നീ കൊടുക്കണം തമ്പുരാനെ. വൈകിപ്പിക്കാതെ കൊടുക്കണമേ തമ്പുരാനെ. അതല്ല നിൻ്റെ തീരുമാനം. യഹബു ലിമൻ യശാഉ എന്ന് പറഞ്ഞ നിൻ്റെ ഔദാര്യമായി നീ നൽകുന്നത് മക്കളെ നൽകാതിരിക്കുന്നതാണെങ്കിൽ മനസ്സിന് ഒരു പ്രയാസവും ഒരു വിഷമവും തോന്നാത്ത വിധം അള്ളാഹുവർക്ക് നീ നല്ല വിജയകരമായി ജീവിതം നൽകണേ തമ്പുരാനെ. സന്തോഷം നൽകണേ തമ്പുരാനെ. ആ ഒരു ബുദ്ധിമുട്ടോ വിഷമമോ മനസ്സിൽ തോന്നാത്ത വിധം അള്ളാഹുയുടെ ഖൽബിന് നീ ഉറപ്പ് നൽകണേ റഹ്മാനെ. നീ ഞങ്ങൾക്ക് നൽകുന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കി താ തമ്പുരാനെ. അതിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് നല്ല വിദ്യാഭ്യാസവും അച്ചടക്കവും നല്ല സ്വഭാവവും നൽകി നല്ലൊരു ജീവിതവും ദാമ്പത്യ ജീവിതവും ഒക്കെ കൊടുത്ത് ഞങ്ങളുടെ തലമുറകളിൽ അള്ളാഹു നീ നന്മയെ നിലനിർത്തി തരണേ തമ്പുരാനെ. അള്ളാഹു ഇവിടുത്തെ ഇസ്ലാമിക് സെൻറ്റർ നടത്തുന്ന സേവനങ്ങൾ ഇവിടുത്തെ സുന്നി സെൻറ്ററിൻ്റെയും KMCCയുടെയും ഒക്കെ കീഴിൽ
ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് റബ്ബേ. അതിനൊക്കെ ഒരുപാട് ആളുകൾ കൈയഴിഞ്ഞ് സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊരുപാട് പ്രവർത്തകന്മാരുണ്ട്. അള്ളാഹു അവരൊക്കെ ചെയ്യുന്ന ഈ സേവനങ്ങൾ സ്വാലിഹാത്തായ ബാഖിയാത്ത് സ്വാലിഹാത്ത് എന്ന് പറഞ്ഞ നന്മയിലേക്ക് നീ ചേർത്തി കൊടുക്കണം തമ്പുരാനെ. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരുപാട് തവണ നിനക്ക് ദിക്ർ ചൊല്ലാനും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും എല്ലാ വിഷയത്തിലും ഞങ്ങളുടെ നിയ്യത്തുകൾ നന്നാക്കാനും ഈ ലോകം നശ്വരമാണെന്ന ചിന്തയുണ്ടായി അള്ളാഹുവെ നിന്നിലേക്ക് അടുക്കാനുള്ള വഴിയുണ്ടാവാനും തൗഫീഖ് തരണേ റഹ്മാനെ. ഹലാല് കൊണ്ട് ഞങ്ങൾക്ക് ഐശ്വര്യം നൽകണമേ റബ്ബേ. ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കല്ലേ തമ്പുരാനെ. അപമാനിതരാകുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങൾ കാക്കണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങൾ ഓരോരുത്തർക്കും അള്ളാഹു ഞങ്ങളുടെ ആശ്രിതരെ സഹായിക്കാൻ കഴിയുന്ന വിധത്തിൽ ഞങ്ങളുടെ കൈകളിൽ നിന്ന് നിഅമത്ത് നൽകണം തമ്പുരാനെ. അള്ളാഹു ഞങ്ങൾ ഏതെല്ലാം വിഷമങ്ങളിൽ കിടക്കുന്ന ആളുകൾ ഈ സദസ്സിലുണ്ടോ, ഇവിടെ എഴുതി തന്നവരും അല്ലാത്തവരും, ഓൺലൈനിലായിട്ട് ക്ലാസ് കേൾക്കുന്നവരും അല്ലാത്തവരും, അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ അറിയുന്ന റബ്ബേ, നീ ഇതിനൊക്കെ പരിഹാരം നീ വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് നൽകണേ അള്ളാഹ്. എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അഭിലാഷങ്ങളുണ്ടോ റബ്ബേ, ഞങ്ങൾ ജീവിതത്തിൽ ജോലി സംബന്ധമായോ അല്ലാതെ ഏതെല്ലാം വിഷയങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, ഏതെല്ലാം വിഷയങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ തുടങ്ങാനിരിക്കുന്നുണ്ടോ, ഞങ്ങൾ ജോലി മാറ്റമുള്ള ആളുകൾ, കച്ചവടത്തിൽ നഷ്ടം വന്നവർ, ജോലി മാറുന്നവർ, ജീവിത സാഹചര്യങ്ങൾ മാറുന്നവർ, ഏതെല്ലാം രീതിയിൽ അള്ളാഹുവെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം റഹ്മാൻ റഹീമായ തമ്പുരാനെ അള്ളാഹുവെ ഇത് ഖൈറിലാക്കി തരണേ റബ്ബേ. പ്രയാസങ്ങളൊക്കെ നീക്കിത്തന്ന് സലാമത്തിലാക്കി തരണേ റബ്ബേ. ഞങ്ങൾ മുന്നിട്ടിരിക്കുന്ന വിഷയങ്ങളിലേക്ക് ബറക്കത്തിനെ തരണേ തമ്പുരാനെ. അത് ഖൈറാക്കി തരണമേ തമ്പുരാനെ. അള്ളാഹുവെ ആഷിമുദ്ദീൻ അബ്ദുർ റഷീദ് എന്ന് പറഞ്ഞ ഒരു കള്ളക്കേസ് കുടുങ്ങിയിട്ടുണ്ട് എന്ന് വരക്കാൻ വേണ്ടി പറഞ്ഞു. അള്ളാഹു നീ അവർക്ക് വളരെ പെട്ടെന്ന് മോചനം നൽകണമേ അല്ലാഹ്. ബിഹഖി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. സഹോദരനോടും അവരുടെ കുടുംബത്തോടും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് ധാരാളം ചൊല്ലാൻ വേണ്ടി പറയണം. അള്ളാഹുവെ ഞങ്ങളെല്ലാവരെയും ഇതുപോലെയുള്ള അവസ്ഥകളൊന്നും വരാതെ കാക്കണേ റബ്ബേ. അള്ളാഹുവെ മരിക്കുന്ന അവസാന സെക്കൻഡ് വരേക്കും പരിപൂർണ്ണ ആഫിയത്ത് നിർത്തി തരണേ തമ്പുരാനെ. ആഖിറത്തിന് വേണ്ടി ഒരുങ്ങാതെ തൗബ ചെയ്തിരിക്കാതെ ആഖിറത്തിൻ്റെ വിഷയത്തിലേക്ക് മുന്നിട്ട് മനസ്സുകൊണ്ട് അതിന് റെഡിയാവാത്തൊരവസ്ഥയിൽ ഞങ്ങളെ വളരെ പെട്ടെന്ന് നീ മരിപ്പിച്ചു കൊണ്ടുപോകല്ലേ തമ്പുരാനെ. അള്ളാഹുവെ നിൻ്റെ കാവലും നിൻ്റെ നോട്ടവും എപ്പോഴും ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾ, ഭാര്യ, ഞങ്ങളുടെ കുടുംബക്കാർ, മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, ഞങ്ങളെല്ലാവർക്കും അള്ളാഹു ഞങ്ങളുടെ സഹോദരിമാരുടെ ഭർത്താക്കന്മാർ, അള്ളാഹുവെ അർഹമർ റഹീം ഇവിടെ വന്നിരിക്കുന്ന സഹോദരിമാർ, പ്രത്യേകിച്ച് മക്കളെയൊക്കെ എടുത്തിട്ട് നാളെ സ്കൂളിൽ പോകുന്നവരുണ്ടാവും. ഇത്രയും നേരം ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് ദുആ ചെയ്യുകയും ദുആയിൽ കൂടാനും മറ്റുമൊക്കെയായി പഠിക്കാനൊക്കെയായി എല്ലാ ക്ലാസ്സിലും വരുന്ന സഹോദരിമാരും സഹോദരന്മാരും അള്ളാഹുവെ അർഹമർ റഹീമായ റബ്ബെ ഞങ്ങളെല്ലാവരെയും മാരക അസുഖങ്ങളിൽ നിന്ന്, പെട്ടെന്ന് വരുന്ന മരണങ്ങളിൽ നിന്ന് അള്ളാഹു ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ റഹ്മാനെ. ഞങ്ങളെ നീ കൊണ്ടുപോകുന്ന സമയം അത് സന്തോഷത്തിലുള്ളൊരു സമയമായി ഒരു നല്ല കർമ്മം ചെയ്തുകൊണ്ടിരിക്കെ, നിനക്കിഷ്ടമുള്ളൊരു അമല് ചെയ്തുകൊണ്ടിരിക്കെ ആക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മരണശേഷം ഞങ്ങൾക്ക് മയ്യിത്ത് നിസ്കരിക്കാനും ഞങ്ങളെപ്പറ്റി നല്ലത് പറയപ്പെടാനുമുള്ള അവസരം നീ ഉണ്ടാക്കി വെക്കണം തമ്പുരാനെ. റഹ്മാൻ റഹീമായ റബ്ബേ അള്ളാഹു ഞങ്ങൾ മറന്നതും ഞങ്ങൾക്ക് ഓർമ്മയില്ലാത്തതുമായ ഏതെല്ലാം തെറ്റുകുറ്റങ്ങളുണ്ടോ ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പുറത്തു കൊടുക്കുക റബ്ബേ. ഞങ്ങളുടെ ഭാര്യ, സന്തതികൾ, മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഞങ്ങളിന്ന് ഇൽമ പഠിച്ചവർ, ഞങ്ങൾ ആരെന്നൊക്കെ ഇൽമ പഠിച്ചോ അവർ എല്ലാവർക്കും അള്ളാഹു നീ പുറത്തു കൊടുക്കണേ റബ്ബേ. മരണം ഞങ്ങൾക്ക് സന്തോഷമാക്കി താ തമ്പുരാനെ. ഖബർ ജീവിതം സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. അതിൻ്റെയൊക്കെ മുമ്പ് നിൻ്റെ പരിശുദ്ധ ഹറമൈനുകളിൽ, ഹറമായ മക്കയിലും ഹറമായ മദീനയിലും ഒരുപാട് തവണ ചെല്ലാനും ഹജ്ജും ഉംറയും സിയാറത്തുകളും ഇബാദത്തുകളും ഒക്കെ ധാരാളം ചെയ്യാൻ ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ നീ നൽകണേ തമ്പുരാനെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. آمين برحمتك يا أرحم الراحمين. وبفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. നമ്മുടെ ഇസ്ലാമിക് സെന്ററിൻ്റെ ഉംറ ഈ നവംബർ 9 ബുധനാഴ്ച ഇവിടുന്ന് പോകുന്നുണ്ട്. ഡിസംബർ 7, ഡിസംബർ 21, ഡിസംബർ 22 ഒക്കെ ഉറപ്പെടുന്നുണ്ട്. ആ വിഷയം അറിയിക്കുകയാണ്. ജസാക്കുമുല്ലാഹു ഖൈർ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.